ഇന്ന് നമ്മളുടെ കൂടെ ഒരു പവർ കപ്പിളാണുള്ളത്. കേരളത്തിലെ തന്നെ വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ കമ്പനി ആയിട്ടുള്ള വെബ് ആൻഡ് ക്രാഫ്റ്റ്സ്. വെബ് ആൻഡ് ക്രാഫ്റ്റ്സിന്റെ MD ആയിട്ടുള്ള അബിൻ ജോസ് ആൻഡ് ജിലു ജോസ്. എപ്പോഴാണോ വെബ് ആൻഡ് ക്രാഫ്റ്റ്സ് എന്നുള്ള പേര് കേൾക്കുന്നത്, യു ഗൈസ് ബീൻ എ ബിഗ് ഇൻസ്പിറേഷൻ. ഇന്ന് we are the number one design agency in Kerala. We are the number one digital marketing company in Kerala. Terms of revenue, terms of employment, terms of clientele. എനിക്ക് തോന്നുന്നു ഗൂഗിളിലെയും ഫേസ്ബുക്കിലെയും ഏറ്റവും വലിയ ക്ലയൻറ്റ് നമ്മളായിരിക്കും. ഞാൻ മാരേജ് കഴിഞ്ഞ് നെക്സ്റ്റ് മൊമെൻറ്റ് കമ്പനിയുടെ പാർട്ടാണ്. അതൊരിക്കലും ഒരു പേഴ്സണൽ അല്ലെങ്കിൽ ഒരു ബിസിനസ് ഡിസിഷൻ അങ്ങനെ വിചാരിച്ചെടുത്ത ഒരു ഡിസിഷൻ അല്ല. എനിക്കൊന്ന് ഞങ്ങൾ തമ്മിൽ സംസാരിച്ച സമയത്ത് ആ ഒരു വേവ് ലെങ്ത് സെറ്റായി. ഓക്കെ, നമ്മൾ ബിസിനസ്സിൽ ആദ്യ പാഠങ്ങളൊക്കെ പഠിച്ചത് ഈ 10 വർഷം കൊണ്ട് പഠിച്ചു. 10 വർഷം മുമ്പ് ഞാൻ എന്താഗ്രഹിച്ചിരുന്നോ അതിലാണ് ഞങ്ങൾ ഇന്ന് നിൽക്കുന്നത്. അത് ആ ഒരു ഫ്രീലാൻസർ എന്നുള്ളൊരു സ്റ്റേജിൽ നിന്ന് പിന്നെ എപ്പോഴാണ് വെബ് ആൻഡ് ക്രാഫ്റ്റ് എന്നുള്ളൊരു കമ്പനി ഫോം ചെയ്യണം, ആ ഡിസിഷനിലേക്കൊക്കെ എങ്ങനെയായിരുന്നു എത്തി? ഇനീഷ്യൽ ഒരു കമ്പനിയുടെ ഒരു സ്റ്റാർട്ടപ്പ് സ്റ്റേജിലെ ഡെസിഗ്നേഷൻ ഡസൻറ്റ് മാറ്റർ, നമ്മളെല്ലാം ചെയ്യണം. ആ പുള്ളി എന്നെ പച്ചയ്ക്ക് എന്തോ പറയുന്നത് ഞാൻ കേട്ടു. എൻ്റെ ഏബിൻ്റെയൊക്കെ ചിന്താഗതി അല്ല ഇപ്പോൾ വരുന്ന കുട്ടികളിലുള്ളത്. ഈ ഏജൻസിയെ കുറിച്ച് ഒരുപാട് എല്ലായിടത്തും കേൾക്കുന്ന കംപ്ലയിൻസ് ആണെങ്കിലും ഒരുപാട് നല്ല കാര്യങ്ങളും ഉണ്ട്. ടോപ്പ് കമ്പനിയുടെ ടേൺ ഓവർ വരുന്ന ഒരു 1200 കോടിയാണ്. രണ്ടാമത്തെ കമ്പനിക്ക് ഒരു 800 കോടി, മൂന്നാമത്തെ കമ്പനിക്ക് ഒരു 700 കോടി രൂപ. ഇത് മൂന്നും കൂടെ കാൽക്കുലേറ്റ് ചെയ്താൽ ഇവിടെ മൈജി ചെയ്യുന്നിടത്ത് വരുന്നില്ല. ഒരു കമ്പനി റൺ ചെയ്യാന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ളൊരു കാര്യമല്ല. ഈ സ്റ്റാർട്ടപ്പുകൾ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അവർക്കൊന്നിനും ഒരു ഉത്തരം പല കാര്യങ്ങളിലും കാണില്ല. 1000 കോടി മേളിലെ ടേൺ ഓവർ ഉള്ള ഒരു ഇലക്ട്രോണിക്സ് കമ്പനിയുടെ ആള് സംസാരിക്കുന്നതിൽ എനിക്കൊരു ഫീല് മനസ്സിലായത്, മോഹൻലാൽ പറയുന്ന പോലെ നർക്കോട്ടിക്സ് ഇസ് എ ഡേർട്ടി ബിസിനസ് എന്ന് പറയുന്ന പോലെ ഇ-കൊമേഴ്സ് ഇസ് എ ഡേർട്ടി ബിസിനസ് എന്നാണ് പുള്ളിക്കാരെ. ഇത് കേട്ടിട്ട് രക്തം തിളയ്ക്കുകയാണ്. എന്ന് വെച്ചാൽ അത് അങ്ങനെ അല്ല. കാരണം എന്താ വെച്ചാൽ ഒരു റൈറ്റ് പാർട്ട്ണർ ഇവിടെ ഇല്ലാത്തതുകൊണ്ടാണ്. റൈറ്റ് പാർട്ട്ണർ റൈറ്റ് രീതിയിൽ ചെയ്തൊരു സക്സസ് മോഡൽ ഇല്ലാത്തതുകൊണ്ടാണ്. പക്ഷേ നമുക്കിത് ചെയ്യാൻ പറ്റും. Hello everyone, welcome to Wise Up, a podcast where we bring in inspiring entrepreneurs from every niche under the sun. ഇന്ന് നമ്മളുടെ കൂടെ ഒരു പവർ കപ്പിളാണുള്ളത്. കേരളത്തിലെ തന്നെ വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ കമ്പനി ആയിട്ടുള്ള വെബ് ആൻഡ് ക്രാഫ്റ്റ്സ്. വെബ് ആൻഡ് ക്രാഫ്റ്റ്സിൻ്റെ MD ആയിട്ടുള്ള അബിൻ ജോസ് ആൻഡ് ജിലു ജോസ്. വെൽക്കം. Thank you. Thank you very much. Yeah. Yes. Yes. So it's such a pleasure to be here with you today, the whole Wise Up team. Thank you very much for having us. Thank you so much for agreeing to sit with us. Web and Crafts especially, you guys been an inspiration for so many companies like ours. So how is a typical day look like for you two? ജിലു ആൻസർ ചെയ്യുന്നതായിരിക്കും. ഇതിന് രണ്ട് തരത്തിൽ ആൻസർ ചെയ്യാം. ഒന്ന്, എല്ലാവരും എക്സ്പെക്ട് ചെയ്യുന്ന ഒരു സ്റ്റാൻഡേർഡ് ഉത്തരം ഉണ്ടല്ലോ, അതും അല്ലെങ്കിൽ സത്യസന്ധമായ ഒരു ഉത്തരം. സത്യസന്ധമായ ഉത്തരം മതി. സത്യസന്ധമായി പറയുകയാണെങ്കിൽ ഒരു പോഡ്കാസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോഴേ ഇങ്ങനെയാ പറയുന്നത് എനിക്കറിയില്ല. എന്നാലും കുറേ കാലങ്ങളായിട്ട് എന്നും കുറച്ച് വള്ളികളുണ്ടാവുക. ഈ വള്ളികൾ തീർത്ത് നമ്മൾ നേരത്തെ വീട്ടിൽ വരണമെന്നൊക്കെ ആഗ്രഹിക്കും. അപ്പം ഇത് തീർന്ന് വരുമ്പോഴത്തേനും വളരെ ലേറ്റ് ആവും. മോസ്റ്റ്ലി ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ചാണ് തിരിച്ച് വീട്ടിൽ പോകാറുള്ളത്. അപ്പം 12 മണി വരെ, ചിലപ്പോൾ 1 മണി വരെ ആവാറുണ്ട് രാത്രിയിൽ. അതെല്ലാം കഴിഞ്ഞ് തിരിച്ച് വീട്ടിൽ വന്ന് നന്നായിട്ട് കിടന്നുറങ്ങും. ഇപ്പൊ ഒരു സ്റ്റാൻഡേർഡ് ആയിട്ട് ഉത്തരം എക്സ്പെക്ട് ചെയ്യുന്ന ജിലു ഒരു അലാറൊക്കെ വെച്ചിട്ട് നമ്മള് രാവിലെ 7:30 എഴുന്നേക്കുന്നു, ഒരു കോഫി കുടിക്കുന്നു, ജിമ്മിൽ പോകുന്നു. അത് കഴിഞ്ഞിട്ട് തിരിച്ചു വന്ന് നമ്മള് ഫ്രഷായി കറക്റ്റ് 9 o'clock ഓഫീസ് പോകുന്നു. അങ്ങനെയല്ല, നിങ്ങൾ ചെറിയ കുറച്ച് നമ്പേഴ്സ് ഉള്ള സമയത്ത് ഇപ്പോൾ ഒരു 300+ ആളുകളായല്ലോ. അപ്പോൾ എന്ത് ഡിഫറൻസ് ആണ് നിങ്ങളുടെ ഒരു ഡേയിൽ ഉള്ളത്? ഇപ്പോൾ ഉത്തരവാദിത്വം കൂടുതലുണ്ട് തീർച്ചയായിട്ടും. പിന്നെ നമുക്ക് നമ്മുടെ കമ്പനി ഗ്രോ ചെയ്യുന്നതിനനുസരിച്ച് നമ്മുടെ കമ്മിറ്റ്മെൻറ്റുകൾ, നമ്മുടെ റെസ്പോൺസിബിലിറ്റിക്ക് മച്ച് മോർ സീരിയസ് ഇത് ഉണ്ടാവണം തീർച്ചയായിട്ടും. നമ്മൾ ഒരു ക്ലയൻറ്റിനോട് നമ്മളൊരു കോളിലേക്ക് ഒരു ഇന്ന ടൈമിലേക്ക് എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ
നമ്മൾ ആ ടൈമിൽ അവിടെ തീർച്ചയായിട്ടും നമ്മൾ ജോയിൻ ചെയ്തിരിക്കണം. അപ്പോൾ അങ്ങനെയുള്ള ഡിസിപ്ലിൻസ് ഒക്കെ ഉണ്ടെങ്കിലും ഞങ്ങൾ വളരെ ഫ്രീ ആയിട്ട് തോന്നുമ്പോൾ ഓഫീസിൽ പോവുക, തോന്നുമ്പോൾ വരുന്ന ആൾക്കാരാണ്. നമുക്ക് എപ്പോഴും ആഗ്രഹമുണ്ട് നമ്മൾ പല ഇതുപോലെയുള്ള പോഡ്കാസ്റ്റുകളും ഒരുപാട് വീഡിയോസും ഒക്കെ കാണുമ്പം നമ്മൾ അടുത്ത മാസം തൊട്ട് നന്നാവണം, അങ്ങനെ എല്ലാ തിങ്കളാഴ്ചയും നന്നാവാൻ വേണ്ടി മോട്ടിവേഷൻ യാ ഞങ്ങൾ നെക്സ്റ്റ് പോഡ്കാസ്റ്റിനുള്ളിൽ ഒരു നല്ല ഉത്തരവായിട്ട് വരാം. ഫസ്റ്റ് ഒരു ഇന്റർവ്യൂ എനിക്ക് തോന്നുന്നു എബിൻ്റെ ഒരു 9 years ബിഫോർ എങ്ങനെ ഒരു ചാനലിന് കൊടുത്തതാണ് യൂട്യൂബിലുള്ളത്. അത് ഫസ്റ്റ് ഇന്റർവ്യൂ അതല്ല ആക്ച്വലി, അത് ഞങ്ങൾ പിന്നെ യൂട്യൂബിൽ ഹിഡൻ ചെയ്തിട്ടിരിക്കുകയാണ്. ഓ അത് വേറെ ആരും കാണണ്ട കാണണ്ടല്ല. അതിങ്ങനെ ആദ്യം എന്നെ മനോരമയിലെ സമ്പാദ്യം എന്ന് പറയുന്ന ഒരു പ്രോഗ്രാമിങ്ങിലാണ് എന്നെ ആദ്യമായിട്ട് അപ്പോൾ ഇതേപോലെ ക്യാമറ സെറ്റ് ചെയ്തിട്ട് അവസാനം ഞാൻ പറയാൻ എന്നെ ഒരു 1.5 മണിക്കൂറോളം ഒരു ശ്രമിച്ചിട്ട് ഒരു സെൻറ്റൻസ് പോലും പൂർണ്ണമായിട്ട് പറയാൻ പറ്റാത്തതിൻ്റെ പേരിൽ ആ പുള്ളി എന്നെ പച്ചയ്ക്ക് എന്തോ പറയുന്നത് ഞാൻ കേട്ടു. അപ്പോഴാണ് ഞാൻ ആദ്യത്തെ സെൻറ്റൻസ് അപ്പോൾ അതിങ്ങനെ ക്യാമറ ആടിക്കൊണ്ടിരിക്കുകയാണ്. ഞാനിങ്ങനെ ഒരു 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 സ്ഥലത്ത് ഏൽപ്പിച്ച് നിർത്തിയിട്ടും അവിടെ കറക്റ്റായിട്ട് നിന്ന് സംസാരിക്കാൻ പറ്റിയില്ല. അപ്പോൾ അതുകൊണ്ടത് കാണണ്ടെന്ന് എന്തോ ഒരു വിഷമം അത് കാണുമ്പോൾ. അപ്പോൾ അത് ഞാൻ ഹിഡൻ ചെയ്ത് വെച്ചിട്ട് അതപ്പോൾ ഞാൻ കണ്ട ഇന്റർവ്യൂ കോളേജിന് വേണ്ടിയിട്ട് ഒരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് അത് ഒരു ഹ്യൂജ് സക്സസ് ആയി മാറി എന്നുള്ളതിനെ പറ്റിയിട്ടാണ്. അതിനുശേഷം ഒരുപാട് പേര് ഇതുപോലെ വെബ്സൈറ്റ് ഡെവലപ്മെന്റിനൊക്കെ അന്ന് എബിനെ അപ്രോച്ച് ചെയ്തിട്ടുണ്ടാവും. അത് ആ ഒരു ഫ്രീലാൻസർ എന്നുള്ളൊരു സ്റ്റേജിൽ നിന്ന് പിന്നെ എപ്പോഴാണ് വെബ് ആൻഡ് ക്രാഫ്റ്റ് എന്നുള്ളൊരു കമ്പനി ഫോം ചെയ്യണം, ആ ഡിസിഷനിലേക്കൊക്കെ എങ്ങനെയായിരുന്നു എത്തി? ഞാൻ കമ്പനി തുടങ്ങണമെന്ന് കരുതി സ്റ്റാർട്ട് ചെയ്തതല്ല. ഇനിഷ്യൽ അല്ലേ എൻജിനീയറിങ് പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് തന്നെ ഒരു ഫ്രീലാൻസർ പോലെ ആദ്യം സ്റ്റാർട്ട് ചെയ്തു. അതിൽ നിന്ന് വരുമാനം കിട്ടാൻ തുടങ്ങി. ആ വരുമാനം കിട്ടുന്നതിൻ്റെ അകത്തു നിന്ന് കൂടുതൽ കൂടുതൽ വർക്കുകൾ വന്നു. അപ്പോൾ ഞാൻ കുറച്ച് പേരെ അതിൽ ആഡ് ചെയ്തു. ആ ആഡ് ചെയ്തതിന് ശേഷമാണ് അതൊരു കമ്പനിയായി മാറും, അതൊരു കമ്പനിയിലേക്ക് ആ ഡ്രീം സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആൾക്കാരെയൊക്കെ കൂടെ പിടിച്ചു നിർത്താൻ വേണ്ടിയാണ് ഞാൻ ഇൻഫോ പാർക്കിൽ വന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഞാൻ എൻജിനീയറിങ് കഴിഞ്ഞിട്ട് വെരി നെക്സ്റ്റ് ഡേ ഇൻഫോ പാർക്കിൽ സ്റ്റാർട്ട് ചെയ്തു. ഞാൻ ട്രെയിനിൽ വരുന്നത് ഇങ്ങോട്ടാണ്, തൃശ്ശൂർ വന്ന് ഇറങ്ങി. ഞാൻ അതിന് മുന്നേ തന്നെ 2-3 പ്രാവശ്യമൊക്കെ വന്ന് ഇൻഫോ പാർക്കിൽ സെറ്റപ്പ് അവിടെ ഫെസിലിറ്റിയാണ് സ്ഥലം. അതിനുശേഷം ഇവിടെ വന്ന് സ്റ്റാർട്ട് ചെയ്യുക ചെയ്തത്. അപ്പോൾ അന്നത്തെ സംബന്ധിച്ചിടത്തോളം നമുക്കൊരു ബ്രാൻഡ് ഇല്ല, നമ്മുടെ കയ്യിൽ വലിയ ശമ്പളം കൊടുക്കാൻ വേണ്ടിയില്ല, ക്ലയൻസ് ഇല്ല. അപ്പോൾ നമുക്ക് ആകെപ്പാടെ പറയാനുള്ള ഒരു ക്രെഡിബിലിറ്റി എന്ന് പറയുന്നത് അന്നത്തെ കാലത്ത് ഇൻഫോ പാർക്ക് എന്ന് പറയുന്ന ഒരു ഐഡൻറ്റിറ്റിയാണ്. അപ്പോൾ ആ ഒരു ഐഡൻറ്റിറ്റി തീർച്ചയായിട്ടും ഞങ്ങൾ ഇനീഷ്യൽ സമയത്ത് റിക്രൂട്ട്മെൻറ്റിനും ഇനീഷ്യൽ സമയത്തല്ല ഇപ്പോഴും അതൊരു ഐഡൻറ്റിറ്റി തന്നെയാണ്. അങ്ങനെയാണ് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അന്ന് അബിൻ്റെ കൂടെ 5 പേരായിരുന്നില്ലേ ഉണ്ടായിരുന്നത്? ഞങ്ങൾ 4-5 പേരാണ് കോളേജിൽ നിന്ന് തന്നെയുള്ളത്. ആൾക്കാരും ഫ്രണ്ട്സും ഒക്കെ ആയിട്ടാണ് അങ്ങനെ സ്റ്റാർട്ട് ചെയ്യുന്നത്. പക്ഷേ അതിന് മുമ്പ് തന്നെ ഒരു 3-4 വർഷമായിട്ട് ക്ലിൻറ്റിനെ നിങ്ങൾ അറിയുമായിരിക്കും. അപ്പോൾ ക്ലിൻറ്റ് ഡിസൈൻ ചെയ്യും, ഞാൻ ഡെവലപ്പ് ചെയ്യും. അങ്ങനെ ഒരു രീതിയിൽ ഞങ്ങൾ അതിന് മുന്നിൽ തന്നെ സ്റ്റാർട്ട് ചെയ്തിരുന്നു. അപ്പോൾ അത് പയ്യെ ഗ്രോ ചെയ്ത് അന്നുണ്ടായിരുന്ന എല്ലാവരും ഇപ്പോൾ കമ്പനിയിലുണ്ടോ? എല്ലാവരും ഇല്ല, എന്നാലും മിക്ക ആൾക്കാരും മെയിൻ അന്ന് തുടങ്ങിയിരിക്കുന്ന 3 പേരും ഇന്നും ഉണ്ട്. ഓക്കെ. ഞങ്ങളുടെ കമ്പനിയുടെ ഒരു കോഡേഴ്സ് എന്നാണ്. ഞങ്ങൾ 2021 ഡിസംബർ ബിഗിനിങ്ങിൽ ഞങ്ങളൊരു ന്യൂസ് പോയി ഹിന്ദുവിൽ, $1 million ഡിജിറ്റൽ മാർക്കറ്റിംഗ് കമ്പനി എന്നൊക്കെ പറഞ്ഞിട്ട്. അവിടുന്ന് ഡിസംബർ 25 എന്തുകൊണ്ടായപ്പോൾ ഞാൻ നിങ്ങളെ ന്യൂസ് കാണുന്നത് 25 കോടി അച്ചീവ് ചെയ്തു വെബ് ആൻഡ് ക്രാഫ്റ്റ്സ് എന്നുള്ളത്. അപ്പോൾ നമ്മൾ 25. സോ ഫ്രം ദർ ഓൺവേഴ്സ്, ഐ മീൻ എപ്പോഴാണോ വെബ് ആൻഡ് ക്രാഫ്റ്റ്സ് എന്നുള്ള പേര് കേൾക്കാൻ യു ഗൈസ് ബീൻ എ ബിഗ് ഇൻസ്പിറേഷൻ. സോ എങ്ങനെയാണ് ഈ ഒരു ചെറിയ കാലയളവിനുള്ളിൽ ഇത്രയും വലിയൊരു ടീമിനെ ബിൽഡ് ചെയ്തെടുത്തത്? അത് ഒരു ദൈവാനുഗ്രഹം എന്ന് പറയും. ഇപ്പം ഇനീഷ്യലി എനിക്ക് കൂടെ തുടങ്ങിയ ആൾക്കാർ ലക്ലി
അവരെല്ലാവരും എൻ്റെ കൂടെ ഇന്നും ഉണ്ട്. അപ്പോൾ അവരുടെ സ്വന്തം കമ്പനി പോലെ അല്ലെങ്കിൽ സ്വന്തം കമ്പനി പോലെയല്ല, അവരുടെ സ്വന്തം കമ്പനി എന്നുള്ള രീതിയിൽ തന്നെ കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്യുന്ന ഒരു ടീമുണ്ട്, നമുക്കൊരു കോർ ടീമുണ്ട്. അപ്പോൾ ആ ഒരു ഇതാണ് നമ്മൾ ഇന്നും തിരിഞ്ഞു നോക്കുമ്പം ഇതിൽ ഏറ്റവും വാല്യുബിളായിട്ട് ഒരു കമ്പനി ഇങ്ങനെ ഉണ്ടായി വരാനുള്ള ഏറ്റവും കോർ സ്ട്രെങ്ത് ആയിട്ട് നമുക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ അത് തന്നെ ആയിരിക്കും. പിന്നെ ഈ നമ്മുടെ ഈ പറയുന്ന നമ്മുടെ ആഗ്രഹം പോലെയൊന്നും ഞങ്ങൾക്ക് വളരാൻ പറ്റിയിട്ടില്ല. അപ്പോൾ സ്റ്റിൽ നമ്മൾ ഒരു സ്റ്റാർട്ടപ്പ് പോലെ തന്നെയാണ് ഇന്നും നമ്മളെ കാണുന്നത്. അതിന് ഒരു റീസൺ എന്താണെന്ന് ചോദിച്ചാൽ, ഇപ്പോൾ ഞാനോ ജിലു പിന്നെയും ജിലു ഒരു കോർപ്പറേറ്റിൽ വർക്ക് ചെയ്ത് വന്നതിൻ്റെ ഒരു എക്സ്പീരിയൻസ് ഉണ്ട്. കോഗ്നിസെന്റിൽ 3 years വർക്ക് ചെയ്തിട്ടുണ്ട്. ഞാൻ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ് വെരി നെക്സ്റ്റ് ഡേ. അപ്പം എനിക്ക് ആൾക്കാരെ എങ്ങനെയാണ് സംസാരിക്കേണ്ടതെന്ന് അറിയില്ല. എങ്ങനെ എനിക്ക് ഒരു ബിസിനസ് ആംഗിളിൽ എനിക്ക് ഒന്നും അറിയില്ല. ടെക്നോളജിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ ആ എഞ്ചിനീയറിംഗ് കോളേജിൽ വലിയൊരു പഠിപ്പിസ്റ്റോ അല്ലെങ്കിൽ അങ്ങനെ ഒരാളല്ല. അപ്പോൾ ഞാൻ ഇതിൻ്റെ സാഹചര്യത്തിൽ എനിക്ക് വേറെ ഒരു നല്ല ജോലിയല്ല, എനിക്ക് ജോലിയെ കിട്ടാൻ ഒരു ഇൻ്റർവ്യൂവിൽ പോയി സക്സസ് ആവില്ല എന്നുള്ള പൂർണ്ണ വിശ്വാസം ഉണ്ടായിരുന്നത് കൊണ്ട് വേറെ എനിക്ക് അങ്ങനെ ഒരു ഏണിങ് ഉണ്ടാക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ അങ്ങനെ ഒരു സംരംഭം സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതല്ലാതെ വേറെ ഒരു നിവൃത്തിയില്ല. അപ്പോൾ അത് ചെയ്യാൻ തുടങ്ങി. അത് പയ്യെ അതെങ്ങനെ ബ്യൂട്ടിഫുള്ളായിട്ട് കുറച്ചുകൂടെ കൊണ്ടുപോകാമെന്നുള്ള ആഗ്രഹത്തിൽ നമ്മൾ ഒരുപാട് വർക്ക് ചെയ്തിട്ടുണ്ട്. ആ വർക്ക് ചെയ്ത് പയ്യെ ഗ്രോ ചെയ്ത് വന്ന, അല്ലാതെ നമ്മുടെ ഒരു വളർച്ചയിൽ നോക്കുവാണെങ്കിൽ ഈ ലാസ്റ്റ് 13 വർഷത്തിൽ ഒരു എക്സ്പൊണൻഷ്യൽ ഒരു ഗ്രോത്ത് സംഭവിച്ചിരിക്കുന്ന ഒരു നിമിഷം ഉണ്ടായിട്ടില്ല. ഒരു ലീനിയർ ആയിട്ടുള്ള സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഒരു ഇതാണ് ഞങ്ങൾ അങ്ങനെ എക്സ്പെക്ട് ചെയ്യുന്നത് ഇനിയാണ്. നമ്മൾ ബിസിനസ്സിൽ ആദ്യ പാഠങ്ങളൊക്കെ പഠിച്ചത് ഈ 10 വർഷം കൊണ്ട് പഠിച്ചു. നമ്മൾ എങ്ങനെ ഒരു ക്ലയൻറ്റിനോട് സംസാരിക്കണം, ഒരുപാട് കാര്യങ്ങൾ ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഇനി വേണം ഒരു എൻ്റർപ്രൈസ് ലെവലിലേക്ക് നമുക്ക് പോകാൻ വേണ്ടി. ഒരുപാട് വളരാനുണ്ട്, ഒരുപാട് വളരണമെന്നുള്ള, ഇനിയും ഗ്രോ ചെയ്യണമെന്നുള്ള ആഗ്രഹമുണ്ട്. പക്ഷെ തുടക്കത്തിൽ അങ്ങനെ അത്രയും വലിയ ഡ്രീമുമായിട്ടല്ല. നമ്മൾ ഒരു 10 വർഷം മുമ്പ് ഞാൻ എന്താഗ്രഹിച്ചിരുന്നോ അതിലാണ് ഞങ്ങൾ ഇന്ന് നിൽക്കുന്നത്, ഏകദേശം. പക്ഷെ 5 വർഷം മുമ്പ് എന്താഗ്രഹിച്ചില്ല ഞങ്ങൾ എത്തിയിട്ടില്ല. അപ്പോൾ ജിലു ഓൾറെഡി ഒരു IT ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്ന ആളാണല്ലോ, കോഗ്നിസെന്റിൽ വർക്ക് ചെയ്തെന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ ഒരാള് ലൈഫിലേക്ക് വന്നു. എപ്പോഴാണ് വാക്കിൽ ഫുൾ ടൈം ആയിട്ട് ജോയിൻ ചെയ്യാന്ന് ജിലു ഡിസൈഡ് ചെയ്യുന്നത്? അതൊരു പേഴ്സണൽ ഡിസിഷൻ ആയിരുന്നോ അതോ അതൊരു ബിസിനസ് ഡിസിഷൻ ആയിട്ടായിരുന്നോ വന്നത്? ഞാൻ മാരേജ് കഴിഞ്ഞ് നെക്സ്റ്റ് മൊമെന്റ് കമ്പനിയുടെ പാർട്ടാണ്. അതൊരിക്കലും ഒരു പേഴ്സണൽ അല്ലെങ്കിൽ ഒരു ബിസിനസ് ഡിസിഷൻ അങ്ങനെ വിചാരിച്ചെടുത്ത ഒരു ഡിസിഷൻ അല്ല. എനിക്കൊന്ന് ഞങ്ങൾ തമ്മിൽ സംസാരിച്ച സമയത്ത് ആ ഒരു വേവ് ലെങ്ത് സെറ്റായി. ഓക്കെ, അതുപോലെ ആ ഒരു ബിസിനസ് ആസ്പെക്റ്റിൽ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുമെന്ന് ഉള്ള ഒരു കോൺഫിഡൻസ് മേ ബി ഞങ്ങൾ അങ്ങനെ അതിനെപ്പറ്റി അങ്ങനെ ചർച്ച ചെയ്തിട്ടോ. ഇപ്പം നമ്മളിങ്ങനെ കേൾക്കുമ്പോഴാണ് അതിങ്ങനെ ചിന്തിക്കുക, നമുക്ക് വേറെ ഓപ്ഷൻ ഒന്നും ഇല്ല. അന്ന് ശരിക്കും ഇതൊരു പേഴ്സണൽ ആയിട്ടും ഒരു ബിസിനസ് ലെവലിലൊന്നും ചിന്തിക്കാനുള്ള അറിവില്ലായിരുന്നു കേട്ടോ. അങ്ങനെ ഡിസിഷൻ എടുത്താൽ എന്താവും, അല്ലെ അങ്ങനെ എടുക്കണോ, അതിന്റെ അങ്ങനെയൊന്നും ചിന്തിച്ചെടുത്ത ഒരു ഡിസിഷൻ അല്ല. അങ്ങനെ വന്നു. അന്ന് കോഗ്നിസെന്റിൽ ഉണ്ടായിരുന്ന അതേ സാലറി വെബ് ആൻഡ് ക്രാഫ്റ്റ്സിൽ ജോയിൻ ചെയ്തപ്പോൾ തന്നോ? അല്ല, അത് സാലറി കൊടുക്കേണ്ട എന്റെ ഉത്തരവാദിത്വം ആയതുകൊണ്ട്. അന്ന് എന്റെ HR ആയിട്ടായിരുന്നു. അങ്ങനെ ഇല്ല, അങ്ങനെ ഒരു പ്രത്യേക ഡെസിഗ്നേഷൻ എന്നുള്ള രീതിയിലും അല്ല. ഇനീഷ്യൽ ഒരു കമ്പനിയുടെ ഒരു സ്റ്റാർട്ടപ്പ് സ്റ്റേജിലെ ഡെസിഗ്നേഷൻ ഡസന്റ് മാറ്റർ. നമ്മളെല്ലാം ചെയ്യണം. അതിപ്പോ ഇറ്റ്സ് മേ ബി റിസപ്ഷൻ ഹാൻഡിൽ ചെയ്യുന്നോട്ട്, സെയിൽസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ അങ്ങനെ എല്ലാം ഹാൻഡിൽ ചെയ്യുന്ന ഒരു പാറ്റേണിലായിരിക്കും ഇനീഷ്യലി പോകുന്നത്. സോ ഞാൻ ഈ പറഞ്ഞ പോലെ അതിൽ എല്ലാത്തിലും പാർട്ടായിരുന്നു. അതിന് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ടു അണ്ടർസ്റ്റാൻഡ് ദറ്റ് കൾച്ചർ. ഒരു സ്റ്റാർട്ടപ്പ് ലെവലിലേക്ക് വരുമ്പോൾ ഉള്ള മാറ്റങ്ങൾ എനിക്ക് ഈ കോഗ്നിസെന്റ് എന്നൊക്കെ പറയുന്നത് പക്ക ഒരു കോർപ്പറേറ്റ് കൾച്ചറാണ്. അവിടെ നിന്ന് സ്റ്റാർട്ടപ്പിലേക്ക് വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു പെട്ടെന്നൊരു ഷിഫ്റ്റ്, അത് മനസ്സിലാക്കാന്നുള്ളത് ഇറ്റ് വാസ് എ ടാസ്ക്. ബട്ട് അതെനിക്ക് ഹെൽപ്പ് ചെയ്തു എന്നുള്ളതാണ്. ഈവൻ ദ ടീം വാസ് ലൈക്ക് റിയലി ഹെൽപ്ഫുൾ. ഞാൻ നിങ്ങളുടെ ഒരു ഇന്റർവ്യൂ കണ്ടതിൽ നിങ്ങൾ രണ്ടുപേരും പറയുന്നത് ഞങ്ങൾ ഇൻട്രോവേർട്സ് ആണെന്ന്. പക്ഷെ അതെങ്ങനെ ശരിയാവുമെന്ന് എനിക്കറിയില്ല. ലൈക്ക് ആസ് ഇൻ നിങ്ങൾ 300 മെമ്പേഴ്സൊക്കെ ഉള്ള ഒരു കമ്പനി ബിൽഡ് ചെയ്ത ആളുകൾ എങ്ങനെ ഇൻട്രോവേർട്സ് ആകുമെന്നുള്ളത്. ലൈക്ക് ഒരു ചെറിയൊരു മെമ്പേഴ്സിൽ നിന്ന് ഇത്ര മെമ്പേഴ്സിലേക്ക് നിങ്ങൾക്ക് സ്കെയിൽ ചെയ്യാൻ പറ്റി, ഒരു ഗ്ലോബൽ എക്സ്പാൻഷൻ എന്നുള്ള ലെവലിലേക്ക് പോകാൻ പറ്റിയിരുന്നു. സോ ഹൗ ഡിഡ് യു ഗൈസ് ലൈക്ക് ബ്രേക്ക് ദ ഷെൽ ഔട്ട്?
ഈ ഇൻട്രോവേർട്സ് എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ജിലു ആയിരിക്കും ജിലു ഉദ്ദേശിച്ച എന്നാന്ന് ചോദിക്കുക ആ കോണ്ടെക്സ്റ്റിലെ നമ്മൾ ഇപ്പം ഒരുപാട് നെറ്റ്വർക്കിംഗ് ഈവൻറ്റ്സ് നടക്കുന്നു, ഒരുപാട് ആ, ഇങ്ങനെയുള്ള പ്രോഗ്രാംസിനൊക്കെ പോയി സാധാരണ നമ്മൾ കാണാറുള്ളത് ഒരു ഫൗണ്ടേഴ്സ് ലെവലിലൊക്കെ എല്ലാവരുമായിട്ട് പരിചയപ്പെടും, അവരുമായിട്ട് കണക്ഷൻസ് ബിൽഡ് ചെയ്യും, അവരുടെ കാർഡുകൾ വാങ്ങിക്കും, അവരെ ഫോളോ അപ്പ് ചെയ്യും, സെയിൽസ് ഞങ്ങളുടെ ഒരു ലാസ്റ്റ് പിന്നെ 11 വർഷം അല്ലല്ല ഫസ്റ്റ് 11 വർഷം ഞങ്ങൾ സിംഗിൾ ഒരു ആളെ അങ്ങോട്ട് കോണ്ടാക്ട് ചെയ്തിട്ട് ഒരു ബിസിനസ്സിന് വേണ്ടി ഒരു മെയിൽ വഴിയോ ഒരു വാട്സപ്പ് വഴിയോ ഒരു പിച്ച് ചെയ്തിട്ടില്ല. സിംഗിൾ ഡോളർ ബിസിനസ് അങ്ങനെ ചെയ്തിട്ടില്ല. ഈ 11 വർഷം കഴിഞ്ഞിട്ടും അങ്ങനെ ചെയ്തു എന്നുള്ളതല്ല. പിന്നെ പല ഔട്ട് ബൗണ്ട് എന്ന് പറയുന്ന ഒരു കാര്യം 10 വർഷം കഴിയുമ്പോഴാണ് അതൊരു നല്ല പ്രാക്ടീസസ് അല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നല്ല വലിയ വർക്കുകൾ കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ പോയി പിച്ച് ചെയ്ത് തന്നെയാണ്. അല്ല ഒരിക്കലും ഞാൻ പറയുന്നത് ഞങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത് ശരിയായിരുന്നു എന്നല്ല, അത് തെറ്റാണ്. പക്ഷെ അത് അപ്പോൾ അങ്ങനെ ഒരു പിന്നെ കാര്യങ്ങൾ മനസ്സിലാക്കിയതിന് ശേഷം ഞങ്ങൾ അങ്ങോട്ട് പോയി പിച്ച് ചെയ്യാൻ ശ്രമിച്ചതിൽ അത് സക്സസ് ആയിട്ടില്ല. പിന്നെ നമ്മൾ പിന്നെയും അത് നമുക്കറിയാവുന്ന പണി ആൾക്കാരെ അട്രാക്റ്റ് ചെയ്യിക്കുന്ന രീതിയിലേക്ക് എൻക്വയറി കൊണ്ടുവരിക. ആ എൻക്വയറി വന്നാൽ നമ്മൾ എന്ത് വില കൊടുത്തു അവർക്ക് കൺവേർട്ട് ചെയ്യുക. അത് വലുതോ ചെറുതോ ഒന്നും നോക്കാതെ ഞാൻ എപ്പോഴും നമ്മുടെ സെയിൽസ് ടീമിലോട് കാര്യങ്ങൾ പറയും. ഇപ്പോൾ അത് എന്ത് ചെറിയ മീറ്റിംഗ് ആണെങ്കിലും ഞാനിപ്പോൾ കോഴിക്കോട് തൃശ്ശൂരാണ്, ഞാൻ കോഴിക്കോട് പോകും, അല്ലെങ്കിൽ മീറ്റ് ചെയ്യാൻ വേണ്ടി ഡയറക്റ്റ് മീറ്റിംഗ് അവൻ്റെ വേണ്ടി അതിൻ്റെ കമ്പനിയുടെ വലിപ്പമോ ചെറുപ്പമോ ഒന്നും നോക്കിയിട്ടല്ല. അവരൊരു സീരിയസ് ആയിട്ട് അവർ ആഗ്രഹിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് നേരിട്ട് മീറ്റ് ചെയ്യാം എന്നുള്ള ഒരു ആംഗിൾ. അപ്പോൾ ജിലു അവിടെ ഉദ്ദേശിച്ചത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ എന്താ പറയുക ഒരു ഇറങ്ങി ചെന്ന് എല്ലാ ആൾക്കാരോടും ഒന്ന് സംസാരിക്കാൻ ഒരു ഹെസിറ്റേഷനുണ്ട്. നമുക്ക് എപ്പോഴും പോയി എല്ലാവരോടും പോയി അപ്പോൾ ഞങ്ങളെപ്പോഴും ഒരു ഇവൻറ്റിലാണെങ്കിൽ ലാസ്റ്റ് ആയിരിക്കും നിൽക്കുക. അപ്പോൾ അത് മാറ്റാൻ ശ്രമിക്കുന്നുണ്ട്. ചിലപ്പോൾ ജാട കൊണ്ടാന്ന് തോന്നുന്നു, ജാട കൊണ്ടൊന്നുമല്ല. അങ്ങനെ പോയി ഒരാളെ ബുദ്ധിമുട്ടിപ്പിക്കണോ, അല്ല അവർ ഓരോ ആൾക്കാരും അവരവരുടെ തിരക്കുകൾ കാണും. അപ്പോൾ നമ്മൾ പോയി അവർക്ക് ബുദ്ധിമുട്ടാകുമോ എന്നൊക്കെയുള്ള ഒരു ഹെസിറ്റേഷൻ കൊണ്ടൊക്കെയാണ്. അപ്പോൾ ഓഫീസിൽ പീപ്പിൾ മാനേജ്മെന്റ് ഓപ്പറേഷൻ സൈഡൊക്കെ എങ്ങനെയാണ് മാനേജ് ചെയ്യുന്നത്? ഞാനൊരു അത്ര HR പേഴ്സൺ അല്ല. അപ്പോൾ ഫിനാൻസ് HR ഫുള്ളി ഹാൻഡിൽ ചെയ്യുന്ന ജിലുവാണ്. ഇവഞ്ച്വലി അത് വളരെ നന്നായിട്ട് ചെയ്യുകയും അത് പിന്നെ സംസാരിക്കാനും അറിയുന്നത് ജിലുവിനാണ് നന്നായിട്ട്. അപ്പോൾ അങ്ങനെ ഒരു കമ്പനിയുടെ ഒരു വളർച്ചയുടെ ഒരു സിറ്റുവേഷൻ വരുമ്പോഴാണ് ഒരു ദിവസം ഞാൻ പെട്ടെന്ന് അതിങ്ങനെ പ്ലാൻ ചെയ്ത് അല്ലെങ്കിൽ ഫീഡ്ബാക്ക് എടുത്ത് അങ്ങനെയല്ല, ഒരു ദിവസം എഴുന്നേൽക്കുമ്പോൾ എനിക്ക് തോന്നുന്നു ജിലു CEO ആയാൽ കൊള്ളാം. അങ്ങനെ അന്ന് ഞാൻ ഞങ്ങളുടെ മെൻറ്ററുമായിട്ട് സംസാരിക്കുന്നു. അത് കഴിഞ്ഞ അന്നാണെന്ന് തോന്നുന്നു ഞാൻ ജിലുവിനോട് പറയുന്നത്. എല്ലാം ഒരു 2 മണിക്കൂറിനുള്ളിൽ ഞങ്ങൾ സെറ്റ് ചെയ്തു. ജിലു CEO ആവുന്നു. അത് കഴിഞ്ഞ് ഞങ്ങളുടെ കോർ ടീമിനോട് പറഞ്ഞു, അവരും അതായിരിക്കും നല്ലത്. അപ്പോൾ ഇതിൻ്റെ റോൾ എങ്ങനെയാണ് മാറുന്നത്? അതെ, ഞാൻ അതുവരെ CEO എന്ന് പറയുന്ന ഡെസിഗ്നേഷൻ ഇരുന്ന് കഴിഞ്ഞാൽ അന്ന് ചെയ്യുന്നതും ഇന്ന് ചെയ്യുന്നതും ഒരു വ്യത്യാസവും ജിലു ചെയ്യുന്നതിലും വ്യത്യാസമില്ല. പക്ഷേ എനിക്ക് തോന്നിയിട്ടുള്ളത് അത് കഴിഞ്ഞതിന് ശേഷം എനിക്കതിൻ്റെ പേരിൽ ഒരു റെസ്പെക്റ്റ് പബ്ലിക്കിൽ കുറവ് സംഭവിച്ചിട്ടില്ല. അങ്ങനെ നമുക്ക് ഒരു ക്ലൈൻ്റ് എടുത്ത് തന്നു കഴിഞ്ഞാൽ ഇത് CEO അല്ല അങ്ങനെയൊന്നും എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. പക്ഷേ ജിലുവിനെ സംബന്ധിച്ചിടത്തോളം ആ ഡെസിഗ്നേഷനുമായിട്ട് ചെല്ലുമ്പോൾ ഒരു വാല്യൂ കൂടുതൽ ഒരു 300 എംപ്ലോയീസ് അല്ലെങ്കിൽ ഇപ്പം നമ്മൾ ഏകദേശം നിയർലി 400 മെമ്പേഴ്സ് ആകാൻ പോകുന്നു. ഈ 400 പേരെ ഹോൾഡ് ചെയ്യുന്ന ഒരു കമ്പനിയുടെ CEO എന്നുള്ളതും ആ ഒരു ഡെസിഗ്നേഷൻ ഇല്ലാതെ ജിലു അവിടെ പ്രസൻറ്റ് ചെയ്യാൻ എന്തായാലും ഞാൻ പ്രസൻറ്റ് ചെയ്യാൻ പോകില്ല. അപ്പോൾ ജിലു ആയിരിക്കും അത് പ്രസൻറ്റ് ചെയ്യാം. അപ്പോൾ ആ ഡെസിഗ്നേഷൻ അത് തീർച്ചയായിട്ടും ഹെൽപ്പ് ചെയ്യും. ജിലുവിനാണ് ജിലുവിൻ്റെ ഫീഡ്ബാക്ക്. ഞാൻ കയറി അതൊരു ഈ എബിൻ പറഞ്ഞ പോലെ നമ്മൾ ചെയ്യുന്ന ടാസ്കിൽ അങ്ങനെ ഭയങ്കരമായ ഒരു ഷിഫ്റ്റ് അല്ലെങ്കിൽ ഇനി മുതൽ ഇത് ചെയ്യുന്നില്ല, ഇനി ഇതേ ചെയ്യുന്നുള്ളൂ, അങ്ങനെ ഒരു ഷിഫ്റ്റ് വന്നിട്ടില്ല. ഈവൻ അത് ആ ഒരു കേസിൽ എനിക്കൊന്നും അന്ന് ഇന്നുമെല്ലാം നമ്മൾ എല്ലാവരും തന്നെ അതൊരു ബ്ലെൻഡ് ചെയ്ത് ചെയ്യുന്ന ഒരു ലെവൽ തന്നെയാണ് പോകുന്നത്.
പിന്നെ റെസ്പോൺസിബിലിറ്റി വൈസ് ഒരുപാട് കൂടിയിട്ടുണ്ടെന്ന് പറയാം. ഈവൻ കാരണം നമ്മൾ പണ്ട് പോയി സംസാരിക്കുന്ന പോലെ അല്ലല്ലോ അവര് എക്സ്പെക്ട് ചെയ്യുന്ന ഒരു വേവ് ലെങ്തിൽ അല്ലെങ്കിൽ ആ ഒരു ഡെലിവറി ചെയ്യേണ്ടി വരും. അതിൻ്റെ ഒരു കാര്യമായിട്ട് ഇപ്പം പണ്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ എൻ്റെ അടുത്ത് ഒരു കാര്യം വന്ന് കഴിയുമ്പോൾ എനിക്ക് വേറെ ആരുടെ ഉത്തരവാദിത്വം ആരുടെ മേളിലോട്ട് ഇടാൻ പറ്റില്ല. വേണമെങ്കിൽ ഇങ്ങനെ ജില്ലുവിനോട് ചോദിക്കാനുള്ള ഇപ്പോഴാണ് ഞാൻ സിയോട് ചോദിച്ചത് എങ്ങനെയാ ഇപ്പൊ ശരിക്കും ഫസ്റ്റ് എംപ്ലോയി എന്ന് പറഞ്ഞാൽ ക്ലിൻഡ് ആണല്ലോ. ക്ലിൻഡ് ഇപ്പം 300+ എംപ്ലോയീസിലേക്ക് വരെ എത്തി നിൽക്കുന്നു. എങ്ങനെയാ ശരിക്കും ഒരു ടീം സ്ട്രക്ചർ? നിങ്ങൾക്ക് ശരിക്കും എത്ര ഡിപ്പാർട്ട്മെന്റ്സും കാര്യങ്ങളൊക്കെയാണ് ഉള്ളത്? ഇനിഷ്യലി ഞങ്ങളുടെ കൂടെ ഒരു 5-6 പേരാണ് തുടക്കമുള്ളത്. അപ്പോൾ ആ തുടക്കത്തിലുള്ള ആൾക്കാരിൽ ആരൊക്കെ ഉണ്ടോ അവരൊക്കെ തന്നെ ഇന്ന് അവരുടെ ആ ഡിപ്പാർട്ട്മെന്റിന്റെ ഹെഡ് ആയി വന്നു. ഓക്കെ. അപ്പോൾ ക്ലിൻറ്റ് ക്രിയേറ്റീവ് സൈഡ് ഡിസൈൻ മൊത്തം നമ്മുടെ ഒരു ഐഡൻറ്റിറ്റി തന്നെ ഡിസൈനിലുണ്ട്. അപ്പോൾ അത് ക്ലിൻറ്റിൻ്റെ ഒരു ടാലൻറ്റും ക്ലിൻറ്റ് അതിൻ്റെ അകത്ത് കൊടുത്തിരിക്കുന്ന എഫേർട്ടും ഒക്കെയാണ്. അപ്പോൾ അത് ഓരോരുത്തരുടെ എൻ്റെ സൈഡിൽ നിന്ന് ഞാൻ അവരിൽ ഒരുപാട് പ്രഷർ ചെയ്ത് എടാ നിനക്ക് ഇതാണ് ബെസ്റ്റ് എന്നുള്ള ഇപ്പോൾ സെയിൽസ് എടുക്കലാണെങ്കിൽ അങ്ങനെ അപ്പോൾ അത് കണ്ടെത്തിയിട്ട് നമ്മൾ അവരോട് അതിൽ പ്രഷർ ചെയ്യും. പിന്നെ ഞാൻ ഇവർക്കൊക്കെ ഒരു എന്താ പറയുക അതിന് ഒരു വില്ലൻ കഥാപാത്രമാണ്. എന്താ വെച്ചാൽ നമ്മളെപ്പോഴും ഇംപ്രൂവ്മെന്റ്സിനെ പറ്റിയാണ്. അപ്പോൾ ഇവരെ എന്ത് സാറ്റിസ്ഫൈ ചെയ്തുകൊണ്ട് വന്നു കഴിഞ്ഞാലും നമ്മൾ അതിൻ്റെ അത് നിൽക്കുമ്പോൾ നമ്മുടെ ഗ്രോത്ത് നിൽക്കുന്നതാണ്. അപ്പോൾ നമ്മൾ കീപ്പ് ഓൺ ആ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിച്ചത് കൊണ്ടാണ് ഇവിടെ. ഇനി അത് ചില ആൾക്കാർ ഇപ്പം എല്ലാ ആൾക്കാരും അങ്ങനെ നമുക്ക് പറ്റണമെന്നുമില്ല. എല്ലാ ആൾക്കാരെയും ചില ഒരു സ്റ്റേജിൽ വരുമ്പോഴത്തേനും അല്ലെങ്കിൽ ഇത്ര വർഷങ്ങൾ കഴിയുമ്പോഴത്തേനും എല്ലാ ആൾക്കാർക്കും പൈസയോ നമുക്ക് കൊടുത്ത് സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റണമെന്നില്ല. ചില ആൾക്കാർക്കും ഒരു സ്റ്റേജ് കഴിയുമ്പോൾ അവർക്ക് പൈസയോടും താല്പര്യം ഉണ്ടാവണമെന്നില്ല. അപ്പോൾ ഒരു സ്റ്റേജസ് കഴിയുമ്പോൾ നമ്മൾ റൈറ്റ് ആയിട്ടുള്ള പീപ്പിൾ നമ്മുടെ കൂടെ കൊണ്ടുവരിക. നമ്മൾ ഇതിൽ ഇപ്പം ഞാൻ പറയുമ്പോൾ ഞാനും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനിയും നമ്മൾ അടുത്ത ലെവലിലേക്ക് പോകാൻ എനിക്കിതിനെ അഡ്വൈസ് ചെയ്യുന്നതിനുപരി നമ്മളും ആ ഒരു ലേണിംഗ് സ്റ്റേജിലാണ്. അടുത്ത സ്റ്റേജിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ നല്ല കാലിബറുള്ള നല്ല സ്കില്ലുള്ള നല്ല ആറ്റിറ്റ്യൂഡുള്ള ആൾക്കാരെ നമ്മുടെ ടീമിൻ്റെ ഉള്ളിലേക്ക് നമ്മുടെ കോർ ടീമിലേക്ക് പോകണം. അപ്പോൾ ജിലു എന്നോട് ഇന്ന് കഴിഞ്ഞ ദിവസം ഞങ്ങൾ ഇതിനെപ്പറ്റി സംസാരിച്ചപ്പോൾ പറയാം ഇപ്പം ഞങ്ങൾക്ക് തന്നെ ഒരു 400 പീപ്പിളുണ്ട്. ഇതിലെ എല്ലാവരെയും നമുക്ക് പേഴ്സണലി ഒരു ഇടപെട്ട് സമയം സ്പെൻഡ് ചെയ്ത് മനസ്സിലാക്കാൻ പറ്റണമെന്നില്ല. പക്ഷെ അതിൽ തന്നെ ഒരു ഇനഫ് ലക്ലി എനിക്ക് ആദ്യം കിട്ടിയ കുറേ പേര് നമുക്ക് കറക്റ്റായിട്ട് സെറ്റായി. ഇനി അതാണ് ടഫ് ആയിട്ടുള്ള ഒരു പാർട്ട്. നമുക്ക് ഒരു സ്ഥാപനം തുടങ്ങുമ്പോൾ ആദ്യത്തെ ഫൗണ്ടേഴ്സ് അല്ലെങ്കിൽ അവരുമായിട്ട് നമ്മുടെ ഫ്രീക്വൻസി അവർ കഴിവോ അവർ മോശക്കാരാവണമെന്നോ ഇല്ല. അവർ നല്ല കഴിവുള്ളവരും നല്ല വ്യക്തിത്വങ്ങളും ആണെങ്കിലും നമ്മളുമായിട്ട് ഒരു കെമിസ്ട്രി സെറ്റ് ആവണം. അപ്പം അത് എൻ്റെ കാര്യത്തിൽ ഈവൻ ജിലു വന്നതാണെങ്കിലും ജിലു അവരോട് ഇടപെട്ടതാണെങ്കിലും ഇത് മൊത്തത്തിൽ അതിങ്ങ് ഒരു ദൈവാനുഗ്രഹം പോലെ ഒന്ന് സെറ്റായി. പക്ഷേ ഇപ്പോൾ നമ്മൾ ഇത്രയും വലിയൊരു ടീമാണ്. ഇപ്പോൾ ഞങ്ങൾ അതിൽ നിന്ന് തന്നെ നല്ല ആൾക്കാരെ കണ്ടെത്താൻ ശ്രമിക്കുന്നു. അവരിൽ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യാൻ. അതിലൊക്കെ ചെറിയ എന്തെങ്കിലും റിഗ്രറ്റ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്ക് അങ്ങനെ അതിലൊക്കെ കുറച്ച് ഡിലേ വന്നു. അല്ലെങ്കിൽ അതിലൊക്കെ നല്ല ആൾക്കാരെ നമുക്ക് ഹോൾഡ് ചെയ്യാൻ പറ്റാതെ വന്നിട്ട് കാണും. അപ്പോൾ അത് തിരിച്ചറിയാൻ പറ്റാതെ വരുന്നത്. അപ്പോൾ അതൊക്കെ നമുക്ക് കുറച്ചുകൂടെ എളുപ്പത്തിൽ നേരത്തെ മനസ്സിലാക്കാൻ പറ്റുന്ന പ്രോസസ്സുകളും അവരിലൂടെ അവർക്കൊക്കെ കൂടെ കുറച്ചുകൂടെ ആക്സസിബിളും സമയവും സ്പെൻഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിലൊക്കെ അവർക്കും ഒരു ഹോൾഡിങ് ബിലോങ്ങിങ് ഒക്കെ നമ്മുടെ കമ്പനിയോട് തോന്നും കുറച്ചുകൂടെ ബെറ്റർ. ഓക്കെ. ഇപ്പം ആലോചിക്കുമ്പോൾ ഫസ്റ്റ് ക്ലയൻറ്റിൻ്റെ കേസ് ഓർമ്മയുണ്ടോ? ഫസ്റ്റ് ക്ലയൻറ്റ് ആരായിരുന്നു, എന്തായിരുന്നു ഓർമ്മയുണ്ടോ? ഇപ്പോൾ കോൺടാക്റ്റ് ഉണ്ടോ? തീർച്ചയായിട്ടും. ഫസ്റ്റ് ക്ലയൻറ്റ് ഈ ഒരു വെരി റീസെൻ്റ് ആയിട്ട് എനിക്ക് തോന്നുന്നു ഒരു 3 മാസത്തിനുള്ളിൽ
ഞങ്ങളുടെ ഓഫീസിൽ അവർ ഫാമിലി ആയിട്ട് വിസിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ 2-3 പ്രാവശ്യം ഫസ്റ്റ് ക്ലൈൻ്റ് എന്ന് പറയുന്നത് അത് ഞാൻ പിന്നെ ഒരു എന്നെ സംബന്ധിച്ച് കമ്പനി എന്നുള്ള ഒരു എൻറ്റിറ്റി ആയിട്ടുള്ള ഫസ്റ്റ് ക്ലൈൻറ്റ് വേറെയാണ്. പക്ഷേ എന്നെ സംബന്ധിച്ച് പേഴ്സണലി ഞാൻ അയാളുടെ കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങളുടെ വെബ്സൈറ്റിൻ്റെ ഇത് കണ്ട് നമ്പർ കണ്ടെത്തി എന്നെ വിളിച്ചു. വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ എനിക്കൊരു 5,000 രൂപ എടുത്ത് തന്നിട്ടാണ് ഇന്ന് പൈസ ഞാൻ അന്നത്തെ അവിടെ പൈസ പ്രതീക്ഷിച്ചിട്ടില്ല. ആ വർക്ക് ചെയ്ത് ഡെലിവറി ചെയ്യുമ്പോഴും അടുത്ത 5,000 രൂപ കിട്ടും എന്നുള്ളതും പ്രതീക്ഷിച്ചിട്ടല്ല നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ആ പുള്ളി എന്നോട് പോകാൻ നേരത്ത് പറഞ്ഞു എനിക്ക് ഇത് നന്നായിട്ട് വൃത്തിയായിട്ട് ചെയ്ത് തന്ന 5,000 രൂപയും കൂടെ കിട്ടും. അപ്പോൾ അന്ന് അത് കഴിഞ്ഞിട്ട് വലിയ ഒരു വർക്കൊന്നും ഞങ്ങളങ്ങനെ ഒരുപാട് കാര്യങ്ങളൊന്നും ഈ 13 വർഷം വന്നില്ലെങ്കിലും നമ്മൾ വന്ന വഴി മറക്കാൻ പാടില്ലല്ലോ. അപ്പോൾ സ്റ്റിൽ ഞങ്ങൾ ഒരു നല്ല ബന്ധങ്ങളും നല്ല രീതിയിൽ അപ്പോൾ ഓഫീസിൽ വരികയുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു റീസെൻ്റ്ലി പുള്ളിക്കാരൻ്റെ മകന് ഇന്റേൺഷിപ്പ് ഒരു നമ്മൾ അങ്ങനെ എന്തോ ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു അല്ലേ? ക്ലിൻ്റ് ആയിരുന്നു നിങ്ങളുടെ ഫസ്റ്റ് എംപ്ലോയി. നൗ ഹീസ് യുവർ സിഇഒ ആൻഡ് യു ഗിഫ്റ്റഡ് എ മെർസിഡീസ് ബെൻസ്. സോ ഹൗ ഡു യു മേക്ക് പീപ്പിൾ വാല്യൂഡ് ഇൻ യുവർ ഫേം? ലൈക്ക് ഇപ്പം പറഞ്ഞു പണ്ടുള്ള ചില ആൾക്കാരെയൊക്കെ ഹോൾഡ് ചെയ്ത് നിർത്തിയിരുന്നെങ്കിൽ ബെറ്റർ ആയേനെ എന്നുള്ള. സോ എങ്ങനെയാണ് അവരെ റിവാർഡ് ചെയ്യുന്നത്? എങ്ങനെയാണ് അവരെ വാല്യൂ ചെയ്യുന്നത്? ഇത് എല്ലാ ഒരു ഇൻ്റർവ്യൂസിലാണെങ്കിലും നമ്മുടെ ഫ്രണ്ട്സ് ചോദിക്കുമ്പോൾ ആദ്യത്തെ ഒരു ചോദ്യമാണിത്. പക്ഷേ നമ്മളും അവരോട് പറയാറുള്ളത് ഇപ്പോൾ അങ്ങ് സംഭവിച്ചു. അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ അത് സംഭവിച്ചു പോയതാണ്. സത്യത്തിൽ മെഴ്സിഡീസ് ബെൻസ് അല്ല ആദ്യം ഓഫർ ചെയ്തിരുന്നത്. ഞങ്ങൾ ഓഡി Q3. അപ്പോൾ അത് ഇപ്പോൾ ഒരു ബെൻസ് ഗിഫ്റ്റ് ചെയ്യാന്ന് വെച്ചാൽ എല്ലാ ആൾക്കാർക്കും അത് ഇപ്പോൾ റൈറ്റായിട്ട് നല്ല ഒരു പ്രസൻറ്റ് തന്നെയാണ്. പക്ഷെ അത് റൈറ്റായിട്ട് ഫിറ്റ് ചെയ്യണമെന്നില്ല. അപ്പം നമ്മളത് ചെയ്തതിൻ്റെ ഒരു കാരണം ഒരു തീർച്ചയായിട്ടും കൂടെയുള്ള ആൾക്കാർക്ക് ഒരു മോട്ടിവേഷൻ ആവും. അപ്പം അത് ഒരു കാര്യം കൂടെ ഉണ്ട്, കൂടെയുള്ള ആൾക്കാർ എക്സ്പെക്റ്റ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ അത്രയും ഡിസേർവിങ് ആയിട്ടുള്ള ഒരാൾക്ക് നമ്മൾ ഇങ്ങനെ ഒരു കാര്യം ചെയ്യുമ്പോൾ, ഇപ്പം ഞാൻ നേരത്തെ നമ്മൾ പറഞ്ഞതിൽ തന്നെ പറഞ്ഞു, നമ്മൾ ബെൻഗ്രാബ്സിൻ്റെ ഒരു ഐഡൻറ്റിറ്റി എന്ന് പറയുന്ന ഒരു ഡിസൈനിലുള്ള ഒരു ഐഡൻറ്റിറ്റി ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അത് ക്ലിൻ്റിൻ്റെ ആയ ഒരു, അപ്പോൾ അത്രയും ഡിസേർവിങ് ആയിട്ട് നമ്മൾ ഒരാൾ അതിൻ്റെ അകത്ത് എഫേർട്ട് ഇട്ട് കഴിഞ്ഞാൽ അതിന് ഇതേപോലെ നമ്മൾ ചെയ്യും, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യാം എന്നുള്ള ഒരു കോൺഫിഡൻസ് കിട്ടാൻ വേണ്ടി കൊടുക്കാനും അത് ആ ഒപ്പം ഉണ്ടെന്നുള്ള ഒരു കോൺഫിഡൻസ് കൊടുക്കാനും നമുക്ക് സഹായിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ Q3 ആണ് ആദ്യം. അപ്പോൾ അതൊരു ഈ ബെൻസ് കൊടുക്കുന്നതിൽ 1.5 വർഷം മുമ്പാണ് നമ്മൾ ഇത് ഡിസൈഡ് ചെയ്തത്. അൺഫോർച്ചുനേറ്റ്ലി നമ്മൾ ഓഡിയെ സമീപിച്ചിട്ട് Q3യുടെ അവൈലബിലിറ്റി ചെക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ അത് അതിൻ്റെ പ്രൊഡക്ഷൻ നിന്നു. അങ്ങനെ ഒരു ഡെമോ കാർ മാത്രമാണ് അവൈലബിൾ ഉള്ളത് ചെയ്യാൻ. അപ്പോൾ എന്തോ ഒരു മനസ്സ് ഡെമോ കാർ കൊടുത്തു എന്നുള്ള ഒരു ഫീൽ വേണ്ട എന്ന് വെച്ചിട്ട് അപ്പം നമ്മൾ അവരോട് ചോദിച്ചു എത്രയും പെട്ടെന്ന്. അപ്പോൾ 6 മാസത്തിനുള്ളിൽ പുതിയ കാർ വരും. അപ്പം ഞങ്ങളത് ബുക്ക് ചെയ്ത് കഴിഞ്ഞു. പക്ഷേ 6 മാസം കൊണ്ട് വന്നില്ല, പിന്നെ 1 വർഷം എടുത്ത് വന്നില്ല, പിന്നെ പെട്ടെന്ന് വരുമെന്നുള്ള ന്യൂസൊക്കെ വന്നു, അനൗൺസ്മെൻറ്റ് വന്നു. പിന്നെയും ഞങ്ങൾ ക്യാൻസലേഷനൊക്കെ ആ ബുക്കിംഗ് ക്യാൻസലായി. അപ്പോൾ വണ്ടിക്ക് കുറച്ചുകൂടെ കോസ്റ്റ് കൂടി. അപ്പോൾ ആ ഒരു സമയത്ത് നമ്മൾ അപ്പോൾ അത്രയും കോസ്റ്റ് മുടക്കുന്നുണ്ടെങ്കിൽ വേറെ ഓപ്ഷൻസ്, നമ്മുടെ കമ്പനിയും വളർന്നു ഇതിൻ്റെ അകത്തുള്ള മൊത്തത്തിൽ. അപ്പോൾ ഇത് ചെയ്യുമ്പം എന്താ പറയുക, നമ്മൾ എപ്പോഴും എൻ്റെയും പേഴ്സണലായിട്ടും കമ്പനിയുടെ ആയിട്ടും ചെയ്യുവാണെങ്കിൽ എന്തും വൃത്തിയായിട്ട് ചെയ്യണം, അല്ലേ ചെയ്യരുത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് ബെൻസ് തന്നെ ചെയ്യാമെന്നുള്ള രീതിയിൽ ബെൻസായി മാറിയതാണ്. പിന്നെ അത് മീഡിയ ഒക്കെ ഏറ്റെടുത്തു. അത് ഒരു നല്ലൊരു മാർക്കറ്റിങ്ങിലും ഞങ്ങളെ സഹായിച്ചിട്ടുണ്ട്. അത് അങ്ങനെ ആയിപ്പോയതാണ്. സോ ഞാൻ വാക്കിൻ്റെ വെബ്സൈറ്റ് ചെക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങളെ ക്ലയൻറ്റുകൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ലുലു ഉണ്ട്, ജോയ ലുക്കാസ് ഉണ്ട്, അതേപോലെ IQ ഉള്ള വലിയ വലിയ ബ്രാൻഡുകളുണ്ട്. സോ ഹൗ ഡു യു ഗൈസ് ബ്രേക്ക് ഇൻ ടു ദാറ്റ് ലീഗ് ഓഫ് കസ്റ്റമേഴ്സ്? ഞാൻ ആദ്യം തന്നെ പറഞ്ഞ ഇതിൽ പറഞ്ഞു, ഞങ്ങൾ ഇന്ന് വരെ
ഒരു ഒരു വലിയ ബ്രാൻഡിനെ പോയി പിച്ച് ചെയ്ത് ഇല്ല, വളരെ ചെറിയ രീതിയിലായിരിക്കും നമ്മുടെ അസോസിയേഷൻസ് സ്റ്റാർട്ട് ചെയ്യുക. ചെറിയ ഇപ്പോൾ ചെറിയ വലിയ പ്രൊജക്ട്സുകളൊക്കെ കണ്ട്, എന്നാലും ഇപ്പം എനിക്ക് തോന്നുന്നത് ലുലു ആയിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്തേക്കുന്നത് ഒരു അറൗണ്ട് $300 ബിസിനസ്. അത് ഇവൻച്വലി ഗ്രോ ചെയ്ത് നമ്മൾ നന്നായി വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ സബ്സിഡറീസുമായിട്ടോ അല്ലെങ്കിൽ അവരുടെ പേരൻറ്റ് കമ്പനി ആയിട്ടോ ഇൻട്രൊഡ്യൂസ് ചെയ്യും, അവരുടെ മാനേജേഴ്സായിട്ട്. ഇറ്റ്സ് എ ഗ്ലോബൽ കമ്പനി. അപ്പോൾ 300 എങ്ങനെ എത്തിയത്? അത് ഞങ്ങളുടെ വെബ്സൈറ്റിൽ എൻക്വയറി SEO വഴി വന്നതാണ്. അപ്പോൾ ഒരു ചെറിയ അവരുടെ വളരെ ഏതോ ഒരു ചെറിയ ഡിവിഷൻ്റെ ചെറിയൊരു കാര്യം ചെയ്യാൻ വേണ്ടിയാണ് നമുക്ക് ആദ്യമായിട്ട് ഒരു വർക്ക് കിട്ടുന്നത്. നിങ്ങളായിട്ട് പിച്ച് ചെയ്തിട്ടില്ല അല്ലാതെ? അല്ല, നമ്മളങ്ങനെ പിന്നെ നമ്മൾ അതൊരു അഹങ്കാരം കൊണ്ട് പിച്ച് ചെയ്യാൻ അങ്ങനെയല്ല. നമ്മൾ നമ്മൾ എല്ലാ ആൾക്കാരെയും നമ്മൾ അറിയൂ എന്നുള്ളൊരു ഭാവമൊന്നുമില്ല. നമ്മളിപ്പോഴും എന്നാ ഞങ്ങൾ വലിയ വലിയ രീതിയിൽ എങ്ങനെയാണ് നമ്മളിപ്പോൾ കേരളത്തിൽ ഇരിക്കുന്ന 1% ആൾക്കാർക്ക് പോലും ഇപ്പോഴും തീർച്ചയായിട്ടും നമ്മുടെ കമ്പനി അറിയണമെന്നില്ല. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള 99% ആൾക്കാരിലേക്ക് എങ്ങനെ റീച്ച് ചെയ്യാൻ പറ്റും? ഒന്ന്, നമ്മൾ ക്വാളിറ്റി ആയിട്ടുള്ള വർക്ക് ഡെലിവറി ചെയ്ത് കഴിഞ്ഞാൽ ഒരു പരിധി വരെ നമുക്ക് നല്ല രീതിയിൽ വളരാൻ പറ്റും. പിന്നെ തീർച്ചയായിട്ടും നമ്മുടെ മാർക്കറ്റിംഗ് എത്ര യുണീക്കാണ്. ഞങ്ങളുടെ കമ്പനിയുടെ ഒരു മാർക്കറ്റിംഗ് സ്റ്റൈലും ഒക്കെ നോക്കുവാണെങ്കിൽ അതിലൊരു വ്യത്യസ്തത ഞങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷേ അത് പോരാ. ഇനി അടുത്ത സ്റ്റേജിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ കൂടുതൽ നമ്മൾ നല്ല രീതിയിലുള്ള പല മെത്തേഡ്സ് നമ്മൾ ഔട്ട് ബൗണ്ട് ചെയ്യണം, നല്ല സെയിൽസ് ടീമിനെ ബിൽഡ് ചെയ്യണം, നല്ല നല്ല ഒരുപാട് മെത്തേഡ്സ് ഞാനും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം ഇതുപോലും നമ്മൾ ഒരു ജനകീയമായ രീതിയിലേക്ക് ഹെൽപ്പ് ചെയ്യും. പക്ഷെ ഞാൻ ഈ ഒരു മടി കൊണ്ടും എന്നെ എനിക്ക് നന്നായിട്ട് സംസാരിക്കാൻ അറിയില്ല എന്നുള്ളൊരു ഹെസിറ്റേഷനും ഒക്കെ കൊണ്ട് ഇത്രയും കാലമായിട്ടും ഒരു ഇൻ്റർവ്യൂ ചെയ്യാൻ പോലും എനിക്ക് ഭയങ്കര ഒരു നാണോ അല്ലെങ്കിൽ മടിയോ അങ്ങനെയൊക്കെ ഒരു പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഇപ്പോൾ നമ്മളത് ചെയ്യാൻ ലേറ്റ് ആയാൽ നമ്മുടെ കമ്പനി ആയിരിക്കാം ഗ്രോ ചെയ്യുന്നതിൽ സ്ലോ. അപ്പോൾ നമ്മൾ അതിനു വേണ്ടി പഠിക്കണം, എഫേർട്ട് എടുക്കണം, പയ്യെ സ്റ്റാർട്ട് ചെയ്യണം. അതുകൊണ്ട് ഈ പോഡ്കാസ്റ്റിൽ എന്തെങ്കിലും തെറ്റുകളുണ്ടെങ്കിൽ ക്ഷമിക്കുക. നമ്മളിത് ഇതിൽ വളരെ സ്റ്റാർട്ടിങ് സ്റ്റേജാണ്. സോ എവിൻ പറഞ്ഞ പോലെ ക്വാളിറ്റിയാണ് നിങ്ങളുടെ മെയിനായിട്ടുള്ള ഒരു വിഷയം എന്ന് പറഞ്ഞാൽ. സോ ഇത് വലിയ സ്കെയിലിൽ അതേ സെയിം ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് ഡെലിവർ ചെയ്തുകൊണ്ടിരിക്കേണ്ടത്, സിൻസ് യു ഗൈസ് ഹാവ് സോ മെനി ബിഗ് ബ്രാൻഡ്സ്. അപ്പോൾ അതെങ്ങനെയാണ് പോസിബിൾ ആവുന്നത്? ഈ ടീമൊക്കെ ബേൺ ഔട്ട് ആവില്ലേ? ഈ ക്വാളിറ്റി എന്ന് പറയുന്നത് ഒരു കമ്പനിയുടെ ആറ്റിറ്റ്യൂഡാണ്. ഇപ്പം ഞങ്ങളുടെ കമ്പനിയിലേക്ക് വന്ന് ജോയിൻ ചെയ്യുന്നതും സാധാരണ ആയിട്ടുള്ള ആൾക്കാർ, അല്ലാതെ ഭയങ്കര വലിയ എക്സ്പേർട്സ് ആയിട്ടുള്ള ആൾക്കാരെ നമ്മൾ വേറെ വലിയൊരു ഫേമിൽ നിന്ന് ഹെഡ് ഹണ്ട് ചെയ്തെടുക്കുന്ന ഒരു രീതിയിലുള്ള അങ്ങനെ ഒരു രീതിയിൽ എനിക്ക് തോന്നുന്നില്ല ഞങ്ങളിത് ഇപ്പോൾ ഈ 400 പേരിലും അങ്ങനെ ചെയ്യരുത്. അങ്ങനെയൊക്കെ ചെയ്യണം. അങ്ങനെയൊക്കെ ചെയ്താലായിരിക്കും ചിലപ്പോൾ ഒരു എക്സ്പൊണൻഷ്യൽ ഗ്രോത്തിലേക്കൊക്കെ ചിലപ്പോൾ ചില വ്യക്തികളെ നമ്മൾ കൊണ്ടുവരണം. പക്ഷെ അങ്ങനെ ഇതുവരെ അങ്ങനെ ചെയ്തിട്ടില്ല. അപ്പം നമ്മൾ അവരിൽ ഇപ്പം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ നമ്മൾ തട്ടിക്കൂട്ടിയൊക്കെ നമ്മൾ ചെയ്യും. നമ്മൾ വളരെ നല്ലപോലെ ചെയ്യും. ഇനി അതല്ല, നമ്മൾ നമ്മുടെ കഴിവിൻ്റെ പരമാവധി എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു കാര്യം ചെയ്യും. എന്നിട്ടും വന്നിട്ട് നമ്മുടെ വേണ്ടപ്പെട്ട ഒരു വ്യക്തി വന്നിട്ട് നമ്മൾ പറയും, ഇതെന്താടാ ചെയ്തു വെച്ചിരിക്കുന്നത്, ഇത് ഇങ്ങനെയാണോ ചെയ്യുന്നതെന്നൊക്കെ ചോദിച്ചാൽ, അപ്പം നമ്മൾ ഒന്നുകൂടെ പോയി നോക്കി കഴിയുമ്പോൾ ഇതിന് ശരിയാണല്ലോ, ഒരു കുറവ് അതിനുണ്ട്, നമുക്ക് ഒന്നുകൂടെ ഒന്ന് ശ്രമിച്ചു കഴിഞ്ഞാൽ ഇച്ചിരി കൂടെ. അപ്പോൾ ഞാൻ ക്ലിൻറ്റനോട് പോലും, ക്ലിൻറ്റൊക്കെ ഭയങ്കര അടിപൊളിയായിട്ട് ചെയ്ത് ഓരോ സാധനം ചെയ്യുമ്പോഴും അടുത്തുള്ള, എന്നാലും ഞാൻ ഇത് പോയി പറയും. അപ്പോൾ പറയുന്നത് ചുമ്മാ അല്ല, ഞാനും അതിൻ്റെ അത് പഠനങ്ങൾ നടത്തി അതിൻ്റെ അകത്തുള്ള ആ രീതിയിൽ അതിനെ അല്ലെങ്കിൽ അവരെ ഇൻസൾട്ട് ചെയ്യുന്ന രീതിയിലല്ല. അവർ ചില സ്റ്റേജുകളിൽ അങ്ങനെ അവർക്ക് അവരെ എന്നാ ക്ലിൻറ്റിന് തോന്നിയില്ലെങ്കിലും പുതിയ പിള്ളേർ ഒക്കെ അത് അങ്ങനെയുള്ള പ്രഷറുകൾ, ആക്സെപ്റ്റൻസ് ഒക്കെ ഇപ്പോൾ കുറവാണ്. അപ്പോൾ അവരെ എങ്ങനെ നല്ലതായിട്ട് നമുക്ക് മോൾഡ് ചെയ്യണമെന്ന് ഇപ്പം ഞാനും പഠിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ അങ്ങനെ
രീതിയിലേക്ക് ക്വാളിറ്റി കൂട്ടിയെടുക്കുവാണ് നമ്മൾ ചെയ്യാറുള്ളത്. അപ്പോൾ അതുകൊണ്ട് ബേൺ ഔട്ട് ആവുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. പക്ഷേ ഇതിൻ്റെ റിസൾട്ട് വന്ന് കഴിയുമ്പോൾ ഇതിലൊരു സാറ്റിസ്ഫാക്ഷൻ നമുക്കുണ്ടാവും, ഓക്കെ. ക്ലയൻറ്റിനുണ്ടാവും, ഇതിലൊക്കെ ഉപരി ആ ചെയ്യുന്ന ആൾക്കുണ്ടാവും. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ അതിനെ തിരിച്ച് നോക്കുമ്പോൾ എനിക്ക് ഇത്രയും നന്നായിട്ട് ഒരു സാധനം ചെയ്യാൻ പറ്റി, അല്ലെന്നുണ്ടെങ്കിൽ എനിക്ക് ഇത്രയും ക്വാളിറ്റി ആയിട്ട് ഇത്രയും പെട്ടെന്നൊരു സാധനം ഞാൻ എൻ്റെ കരിയറിൽ ഇത്ര ഗ്രോ ചെയ്തു എന്നുള്ള ഒരു ഒരു തിരിച്ചറിവിലേക്ക് വരുമ്പോഴത്തേനും ആ ഒരു റിയൽ സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവും. അപ്പോൾ അത് ആ ഒരു കൾച്ചർ നമ്മൾക്ക് ഉണ്ടെന്നുള്ളതാണ് വിശ്വാസം. അങ്ങനെയാണ് അത് 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 എല്ലാ കമ്പനികൾക്കും അഡോപ്റ്റ് ചെയ്യാവുന്ന ഒരു കാര്യമാണ്. അങ്ങനെയാണ് നമ്മൾ ഒരു പരിധി വരെ നമ്മൾ ഒരു സ്റ്റെപ്പ് നമ്മൾ ചെയ്യുന്ന കാര്യത്തിലൊക്കെ മുന്നോട്ട് ആയിട്ടുണ്ടെങ്കിൽ അങ്ങനെ ആയതിൻ്റെ ഒരു കാര്യം. നേരത്തെ ഇപ്പോൾ എബിൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഹെഡ് ഹണ്ട് ചെയ്തിട്ടൊന്നും ഇതുവരെ ഒരു എംപ്ലോയിനെ ഒന്നും നിങ്ങൾ ഹയർ ചെയ്തിട്ടില്ല. എന്നാൽ പോലും ഇപ്പം നമുക്കൊരു ക്രിയേറ്റീവ് ടീമുണ്ട്, നമുക്ക് ഒരു IT കമ്പനി ഉണ്ട് കാലിക്കറ്റ്, കോഡേഴ്സ് IT സൊല്യൂഷൻസ്. അപ്പോൾ നമുക്ക് ചെറിയൊരു ക്രിയേറ്റീവ് ടീമുണ്ട്. നമ്മളാണെങ്കിലും പല ഏജൻസീസും ഇപ്പോഴും ക്രിയേറ്റീവ് കാര്യങ്ങൾക്ക് അധികം ഇൻസ്പിറേഷൻസ് എടുക്കാറുള്ളത് വാക്ക് തന്നെയാണ്. നിങ്ങളൊരു ബെഞ്ച് മാർക്ക് അതിന് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ ഒരുപാട് ക്രിയേറ്റീവ് പീപ്പിൾ ഉണ്ട്. എങ്ങനെയാണ് ഈ ടാലൻറ്റിനെയൊക്കെ നിങ്ങൾ ഹയർ ചെയ്തിട്ടുള്ളത്? ഇപ്പോഴുള്ള ആൾക്കാരെ നമുക്കും കൂടി എന്നാൽ കുറച്ച് നല്ല പേര് അതെ, hire എവിടെന്നാ ചെയ്യാൻ കിട്ടുകയെന്ന് പറ്റും. പറഞ്ഞാൽ അതെ. നമുക്കും കൂടി. ഞങ്ങളുടെ ബ്രാൻഡിങ് തീർച്ചയായിട്ടും ഞങ്ങളെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ഈ ഹയറിങ് പ്രോസസ്സിൽ. ഞങ്ങൾ നമ്മുടെ ഈ വെബ്സൈറ്റിൽ തന്നെ വരുന്ന റെസ്യൂംസ് കൊണ്ട് തന്നെയാണ് മോസ്റ്റ്ലി നമ്മൾ നമ്മുടെ റിക്രൂട്ട്മെൻ്റ് ഒക്കെ ഫില്ല് ചെയ്തുകൊണ്ട് പോകുന്നത്. അതിൽ ഞങ്ങൾക്ക് എപ്പോഴും തോന്നിയിട്ടുള്ളത് നമ്മുടെ ഒരു മാർക്കറ്റിംഗ് അതിനെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മുടെ വർക്കുകളാണെന്നുണ്ടെങ്കിലും നല്ല രീതിയിൽ പാക്ക് ചെയ്യാതെ നമ്മളൊരു വർക്ക് ചെയ്യുന്ന ഇപ്പോൾ പല കമ്പനീസും നല്ല രീതിയിൽ വർക്ക് ചെയ്ത് ഒരു ക്ലയൻറ്റ് ഡെലിവർ ചെയ്തിട്ട് കാണും. പക്ഷേ അത് ഷോക്കേസ് ചെയ്യാൻ ഷോക്കേസ് ചെയ്യുന്നില്ല. അപ്പോൾ ആ ഷോക്കേസിങ് വളരെ എവിഡൻ്റ്. ഇപ്പം എവിഡൻ്റ്ലി നമ്മൾ സോഷ്യൽ മീഡിയ വഴിയും ചിലപ്പോൾ ആ ക്ലയൻറ്റിൻ്റെ ടെസ്റ്റിമോണിയൽ എടുക്കുന്നത് വഴിയും അത് കാണിക്കാൻ ഞങ്ങൾ ശ്രമിക്കാറുണ്ട്. പക്ഷേ അതിലും ഞങ്ങളിപ്പോൾ എൻ്റെ ടീമിനോട് പറയുന്നതല്ലേ, ആക്ച്വലി ഞങ്ങൾ കൂടുതലും പ്രോഡക്റ്റ് എഞ്ചിനീയറിങ് അല്ലെങ്കിൽ ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ പ്രോജക്ട്സുകൾ, ഇ-കൊമേഴ്സ് പ്രോജക്ട്സുകളൊക്കെയാണ് ഞങ്ങൾ ചെയ്തുകൊണ്ട് വരുന്നത്. പക്ഷേ പബ്ലിക്കിൻ്റെ ഒരു വ്യൂവിൽ നമ്മളൊരു ഡിസൈൻ കമ്പനിയാണ് അല്ലെന്നുണ്ടെങ്കിൽ വെബ്സൈറ്റ് ചെയ്യുന്ന കമ്പനിയാണ്. കാര്യം എന്താണെന്ന് വെച്ചാൽ കുറച്ചുകൂടെ ടാഞ്ചബിളായിട്ട് കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഇതാണ് എളുപ്പത്തിൽ കാണിക്കാൻ പറ്റുക. പക്ഷേ വലിയൊരു ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ ഒരു ഇംപ്ലിമെൻറ്റേഷൻ നടക്കുന്നു, ഒരു ഓട്ടോമേഷൻ ഇംപ്ലിമെൻറ്റേഷൻ നടക്കുന്നു, ഇതൊന്നും നമുക്ക് ഈസി ആയിട്ട് കേസ് സ്റ്റഡി ആയിട്ട് കാണിക്കാൻ പറ്റില്ല. ചിലപ്പോൾ അവരുമായിട്ട് നമ്മൾ ഇത് വെളിയിൽ പറയരുതെന്നുള്ളൊരു എഗ്രിമെൻ്റ് കാണും. അപ്പോൾ എന്ത് നമ്മൾ എക്സിബിറ്റ് ചെയ്യുന്നു, അങ്ങനെ ചെറിയ ഒരു നെഗറ്റീവ് സൈഡ് മാത്രമേ ഇതുകൊണ്ടുണ്ടായിട്ടുള്ളൂ. അല്ലാതെ റിയലി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ഇങ്ങനെയുള്ള കേസ് സ്റ്റഡിയും കൂടെ അല്ലെങ്കിൽ ആ ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ കേസ് സ്റ്റഡീസ് കൂടെയൊക്കെ ഞങ്ങൾ കാണിച്ച് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുക ആ ഒരു ആംഗിളിലും കൂടെ. ഇപ്പം നമ്മുടെ വർക്ക് ആയിക്കോട്ടെ, നമ്മുടെ ഓഫീസിൽ കൾച്ചർ ആയിക്കോട്ടെ, ഇതൊക്കെ നല്ല രീതിയിൽ പാക്ക് ചെയ്ത് ഷോക്കേസ് ചെയ്യുന്നത് തീർച്ചയായിട്ടും. പക്ഷേ ഇത് ഞങ്ങൾ ചെയ്യാൻ തുടങ്ങിയ ശേഷം ഇത് അതിൻ്റെ ഒരു കേരളത്തിൽ ഒരുപാട് കമ്പനി അത് വളരെ സന്തോഷം തോന്നാറുണ്ട്. ഞങ്ങൾ ഈവൻ ഫോട്ടോസ് എടുക്കുന്നതിൽ വരെ ശ്രദ്ധിക്കാറുണ്ട്. എനിക്ക് തോന്നുന്നു ഒരു IT കമ്പനിയിൽ ഡെഡിക്കേറ്റഡ് ഫോട്ടോഗ്രാഫർ ഉണ്ട് ഞങ്ങൾക്കൊരു 6-7 വർഷമായിട്ട്. ഇപ്പം അത് അന്ന് ആ ഫോട്ടോസിന് ക്ലിൻ്റിൻ്റെ കളറിങ് പോലും ശ്രദ്ധിക്കും അതിൻ്റെ അകത്ത്. പക്ഷെ ആ ഒരു ഫോട്ടോസിന് ഒരു വൈബ്രൻസി തീർച്ചയായിട്ടും. അപ്പോൾ അത് വളരെ ശരിയായിട്ടുള്ള ഒരു കാര്യമാണ്. ഞാൻ ആദ്യമായിട്ട് വെബ് ആൻഡ് ക്രാഫ്റ്റ്സിൽ ജോയിൻ ചെയ്യുന്ന സമയത്ത് ഞാൻ അത്ഭുതപ്പെട്ടിട്ടുണ്ട്. ഇവർ അതിൻ്റെ ഒരു ചെറിയൊരു പോയിന്റ് വരെ, മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങൾ വരെ നോക്കി അത് കറക്റ്റ് ചെയ്ത് അതിന് ടൈം ഇൻവെസ്റ്റ് ചെയ്ത്. അപ്പം ഞാൻ വിചാരിക്കുന്നത് ഒരുപാട് എഫേർട്ട് ഒരു ചെറിയ കാര്യത്തിന് വേണ്ടി പോകുന്നുള്ളത്. പക്ഷെ അത് തീർച്ചയായിട്ടും മുമ്പേ ചോദിച്ച ചോദ്യത്തിൽ നമുക്കെങ്ങനെ ഒരു ടീം ബിൽഡായി എന്നുള്ളതിന് അത് വലിയൊരു ഫാക്ടർ തന്നെയാണ്. കാരണം ഈ കാണിക്കുന്ന ഒരു എക്സാമ്പിളാണ്. അപ്പോൾ ക്രിയേറ്റീവ് സൈഡിൽ ഒരാൾ ഇത് കണ്ടുപിടിച്ച് കഴിയുമ്പോൾ അവർ നാളെ വിചാരിക്കും ഓക്കെ ആ ഒരു മൈന്യൂട്ട് കാര്യവും അതും ദാറ്റ് മാറ്റേഴ്സ് എന്നുള്ള ഒരു പോയിന്റ് വരുന്നുണ്ട്. ആൻഡ് ഓഫ് കോഴ്സ് ടീം നല്ലൊരു എഫേർട്ട് ഇടുന്നുണ്ട് അതിൽ. ഈവൻ ഒരുപാട് ടൈം അവരുമായിട്ട് സ്പെൻഡ് ചെയ്ത്
നമുക്ക് ആളെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അവർ നമ്മുടേതാക്കുക എന്നുള്ള ഒരു കാര്യം ഒരുപാട് എഫേർട്ട് വേണ്ട ഒരു കാര്യം. അത് HR ഡിപ്പാർട്ട്മെന്റ് മാത്രം ചുമതലയല്ല, അത് ടീം ലീഡിന്റെ ചുമതലയാണ്, അവരുടെ ആ ഒരു എൻവയോൺമെന്റിന്റെ ചുമതലയാണ്, അവരിയ്ക്കുന്ന ഒരു ചുറ്റുപാടിരിക്കുന്ന ആൾക്കാരുടെയും കൂടെ ചുമതലയാണ്. ആ ഒരു കാര്യത്തിൽ തീർച്ചയായിട്ടും കമ്പനിയിൽ ഒരുപാട് പേര് ശ്രദ്ധിക്കുന്നുണ്ട്. മേ ബി അതായിരിക്കാം നമ്മുടെ ഒരു ടീമിന് ആ ഒരു യുണീക്നെസ് ബിൽഡ് ചെയ്യാൻ പറ്റിയതും ആ ഒരു കൾച്ചറിലേക്ക് കൊണ്ടുവരാൻ പറ്റിയതും അതൊരു എഫേർട്ട് ഇട്ട് വരുന്ന ഒരു കാര്യം തന്നെയാണ്. ഡിസൈൻ പാർട്ടിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഡെവലപ്മെന്റ് പാർട്ടിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾ എക്സ്പീരിയൻസ് എന്നുള്ളത് ഒരു മാറ്റർ ആയിട്ട് വെക്കാറുണ്ടോ, അല്ല ഫ്രഷേഴ്സിനെ അറിയത് യു ഗൈസ് ട്രെയിൻ ദം ആൻഡ് മേക്ക് ദം ബോത്ത് വൈസ്. കാരണം എക്സ്പീരിയൻസ് ഉള്ളവരെ ടീമിൽ ഇല്ലെങ്കിൽ ഒരു ഫ്രഷർ വന്നാൽ അവർക്ക് വേണ്ട ഒരു അറ്റ്മോസ്ഫിയറോ അവർക്ക് വേണ്ട ഒരു ലേണിങ്ങോ കൊടുക്കാൻ പറ്റില്ല. കാരണം ഇനിഷ്യൽ സ്റ്റേജിൽ ഒരുപാട് ഡൗട്ട്സ് ക്ലിയർ ചെയ്യാനായിട്ട് കാണും. അവരെ ഒന്ന് ഗൈഡ് ചെയ്യണം, ഒന്ന് മെൻറ്റർ ചെയ്യണം. അതിന് തീർച്ചയായിട്ടും എക്സ്പീരിയൻസ് ഉള്ളവർ വേണം എല്ലാ തലത്തിലും. ഇറ്റ്സ് നോട്ട് ജസ്റ്റ് അബൌട്ട് അവരുടെ ആ ഒരു ടെക്നിക്കൽ സ്കില്ല് മാത്രമല്ല, അവരുടെ ആറ്റിറ്റ്യൂഡ് ആയിക്കോട്ടെ, അവരുടെ വാല്യൂസ് ആയിക്കോട്ടെ, അതെല്ലാം നല്ല എക്സ്പീരിയൻസ് ഉള്ള നല്ലൊരു ആൾക്കാർ അവിടെ വേണം. അതിൻ്റെ കൂടെ തന്നെ എക്സ്പീരിയൻസ് ഇല്ലാതെ ഇപ്പോൾ ഫ്രഷർ ലെവലുള്ളവർ വരുവാണെങ്കിൽ നമുക്കൊരു നല്ലൊരു ഫ്രഷ് മൈൻഡ്സ് ആണ് കിട്ടുന്നത്. എസ്പെഷ്യലി ഇന്നത്തെ ജനറേഷൻ, ദേ ആർ ലൈക്ക് വളരെ ടാലൻറ്റഡ് ആണ് ഇൻ എ വേ. സോ അവരെ കിട്ടുവാണെങ്കിൽ ഓഫ് കോഴ്സ് നമുക്ക് അതിൽ നല്ലൊരു ഈവൻ ചിലപ്പം എൻ്റെ ഏബിൻ്റെയൊക്കെ ചിന്താഗതി അല്ല ഇപ്പം വരുന്ന കുട്ടികളിലുള്ളത്. അത് ഒരു പരിധിവരെ കമ്പനി ഹെൽപ്പ് ചെയ്യുന്നുണ്ടെന്നുള്ളത് ഒരു വാസ്തവമാണ്. ഈ ജെൻസിയെക്കുറിച്ച് ഒരുപാട് എല്ലായിടത്തും കേൾക്കുന്ന കംപ്ലയിൻസ് ആണെങ്കിലും ഒരുപാട് നല്ല കാര്യങ്ങളും ഉണ്ട്. അതും കമ്പനിക്ക് ഇന്നത്തെ നോക്കിയില്ലെങ്കിൽ നാളെ ഫ്യൂച്ചറിന് അതൊരു ആവശ്യമാണ്. സോ ദാറ്റ് കോമ്പിനേഷൻ that works. ഓക്കെ. അപ്പോൾ കേരളത്തിൽ നിന്നുകൊണ്ട് തന്നെ നിങ്ങളിപ്പോൾ US-ലേക്കും ദുബായിലേക്കൊക്കെ ഉള്ള എക്സ്പാൻഷൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തൊക്കെ ചലഞ്ചസ് ആണ് ഇപ്പോൾ നേരിടുന്നത്? ഇപ്പോൾ ഇവിടെ സെറ്റിൽ ചെയ്യാനും സ്കെയിൽ ചെയ്യാനും എടുത്ത പോലുള്ള ചലഞ്ചസ് ആയിരിക്കില്ലല്ലോ ഗ്ലോബലിൽ ഉള്ള ഒരു എക്സ്പാൻഷൻ എന്ന് പറയുമ്പോൾ. ഇപ്പം നമ്മളൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ഇതുവരെ എടുക്കാത്തൊരു കമ്പനിയാണ്. ഇപ്പോൾ 100% ബൂട്ട്സ്ട്രാപ്ഡ് ആയിട്ടാണ് നമ്മൾ ഇതുവരെ പോയിരിക്കുന്നത്. സോ ഈ അങ്ങനെയുള്ള ഇവിടുന്ന് നമുക്ക് ഉണ്ടാക്കുന്ന ഒരു പ്രോഫിറ്റിൽ നിന്ന് വേണം നമ്മൾ ഈ വളരെ സൂക്ഷിച്ച് വേണം നമ്മൾ ഈ എക്സ്പാൻഷൻസ് ഒക്കെ നമ്മൾ പ്ലാൻ ചെയ്യാൻ വേണ്ടി. അതുപോലെ തന്നെ ഇപ്പോൾ US-ലൊരു നമുക്കൊരു 5 പേരെ ഹയർ ചെയ്യണമെങ്കിൽ ഇവിടെ 50 പേരെ ഹോൾഡ് ചെയ്യുന്നതിൻ്റെ കോസ്റ്റ് ഉണ്ട്. അപ്പോൾ ഇത് നമുക്ക് എത്രത്തോളം വർക്കൗട്ട് ആവുമെന്ന് വെച്ചാൽ, ഇപ്പം ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നതെന്ന് പറഞ്ഞാൽ, നോർമലി ഒരു ലെവലിൽ മേളിലേക്ക് വന്നു കഴിയുമ്പോഴത്തേനും അവരിൽ ഫൗണ്ടേഴ്സ് ആരെങ്കിലും ആ ലൊക്കേഷൻസിലേക്ക് അല്ലെങ്കിൽ US-ലേക്ക് UK-ലേക്ക് മൈഗ്രേറ്റ് ചെയ്യുക. പിന്നെ അവിടുന്ന് അവരാണ് സെയിൽസ് ഡ്രൈവ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അവരുടെ ആ ടീമാണ്. അൺഫോർച്ചുനേറ്റ്ലി ഞങ്ങൾ അങ്ങനെ ഇവിടുന്ന് കേരളം അതൊരു പോവാനുള്ള മടി കൊണ്ടല്ല. കാരണം എന്ന് വെച്ചാൽ ഞാനൊരു കേരളത്തിൽ നിന്ന് ബിസിനസ് ഫ്യൂച്ചറിലേക്ക് വരുമെന്നുള്ള ഒരു അൾട്ടിമേറ്റ് ബിലീവറാണ്. എന്നുവെച്ചാൽ ഇന്ന് കേരളത്തിൻ്റെ പൊട്ടൻഷ്യൽ ടെക്നോളജിയിലും എല്ലാ ഇൻഡസ്ട്രീസിലും ഉള്ള കമ്പനീസിന് എത്രത്തോളം വളരാം എന്നുള്ളത് ഞാനത് ചെറിയ ചെറിയ എക്സാമ്പിൾസിലൂടെയും കേസ് സ്റ്റഡിയിലൂടെയും ഞങ്ങൾ ചെയ്ത മാറ്റങ്ങളിലൂടെ ഞാൻ മനസ്സിലാക്കിയ ആളാണ്. അപ്പോൾ ആ മാറ്റം മറ്റു പല കൺട്രികളിൽ വലിയ വലിയ കമ്പനീസിന് വേണ്ടിയും ഞങ്ങൾ ചെയ്ത ആ മാറ്റങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അതിലും അഫോർഡബിൾ ആയ കമ്പനീസ് ഉണ്ട്. എന്ന് വെച്ചാൽ ഇവിടെ അത് ഉള്ള കമ്പനീനേക്കാളും വളരെ ചെറിയ കമ്പനീസിനായിരിക്കും ചിലപ്പോൾ ഞങ്ങൾ ക്ലയൻ്റായിട്ട് സപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ കേരളത്തിൽ അതിന് അത്രയും പൊട്ടൻഷ്യലുള്ള ഒരു മാറ്റം ഇവിടെ ആ ഒരു ചേഞ്ച് നടക്കാൻ പോവുകയാണ്. അപ്പോൾ അതിന് കൂടെ നിൽക്കാൻ വേണ്ടിയുള്ള ഓപ്പർച്യൂണിറ്റി നമ്മൾ ലോകം മൊത്തം പോയി വെളിയിൽ നമ്മൾ അറിയില്ലാത്ത നമ്മളൊരു നാട്ടിൽ പോയി എക്സ്പാൻഡ് ചെയ്യുന്നത് നല്ല കാര്യം. അവിടുത്തെ വർക്ക് നമുക്ക് കൊണ്ടുവരാൻ പറ്റുന്ന നമ്മുടെ എക്കോണമിയേക്കാളും ഭയങ്കര സ്ട്രോങ് ആയ രീതിയിലുള്ള ഡിഫറൻസ് ഉണ്ട്. പക്ഷേ ഇവിടുത്തെ ഓപ്പർച്യൂണിറ്റി കളഞ്ഞുകൊണ്ടായിരിക്കരുത്. ഞാൻ പല CEO ആൾക്കാരും സംസാരിക്കുന്നതിൽ ഒരു കാര്യം കേട്ടിട്ടുണ്ട്. കേരളത്തിലെ ഡിപ്പെൻഡ് ചെയ്തിട്ട് ഒരിക്കലും നിങ്ങൾ അതൊരു പരിധിവരെ ശരിയല്ല. കാരണം ഇവിടെ ശരിയാണ് മാർജിൻ എന്ന് പറയുന്നത് ഭയങ്കര ലെസ് ആയിരിക്കില്ലേ ഒരു വർക്ക് ആണ് ഇപ്പോൾ വരെ ശരിയാണ്. ഞങ്ങളൊക്കെ നേരിടുന്ന പ്രശ്നമാണ്. അതെ. അപ്പം നിങ്ങൾ ആർക്ക് വർക്ക് ചെയ്യുന്നു എന്നുള്ളത് ഒരു പോയിന്റാണ്. ഇപ്പം നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ, കേരളത്തിലുള്ള ടോപ്പ് 10 കമ്പനീസ് എടുക്കുക. ആ 10 കമ്പനീസിൻ്റെ വർക്ക് ചെയ്യുന്നത് ചിലപ്പം ഫോറിൻ കമ്പനീസ് വന്നായിരിക്കും ചെയ്തുകൊണ്ടിരിക്കുന്നത്, അല്ലെ ബാംഗ്ലൂരിൽ നിന്നായിരിക്കും. എന്തുകൊണ്ട് നമ്മൾ ചെയ്യുന്നില്ല? ഈവൻ നമ്മൾ വിചാരിക്കുന്നതിലും ചിലപ്പോൾ എക്സ്പെൻസ് സ്പെൻഡ് ചെയ്തുകൊണ്ടായിരിക്കും ഇവർ ചെയ്യുന്നത്. അപ്പോൾ ഇപ്പം നല്ല ഏറ്റവും ടോപ്പ് കമ്പനിയുടെ അവരുടെ ഒരു ആപ്ലിക്കേഷൻ ബിൽഡ് ചെയ്യുന്നത് മൈക്രോസോഫ്റ്റോ IBM-ഓ അല്ലെ വിപ്രോയോ
ഇവരൊക്കെയാണ്. ഇതൊരു അത് അമേരിക്കയിലൊരു കമ്പനിക്ക് ചെയ്യുന്ന കോസ്റ്റിൽ തന്നെയായിരിക്കും ഇവർ അത്രയില്ലെങ്കിലും എന്നാലും അതിനോട് അടുത്തടുപ്പിച്ച് വലിയൊരു ഡ്രാസ്റ്റിക് നമ്മൾ വിചാരിക്കുന്ന ഒരു ഡിഫറൻസ് കാണണമെന്നില്ല. ആ ആ ആ ഒരു എല്ലാ ആൾക്കാരും അങ്ങനെ അത്രയും വലിയ പ്രോജക്റ്റുകൾ ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഞാനൊരു ചെറിയൊരു എക്സാമ്പിൾ പറയാം. ഞങ്ങൾ ഖത്തർ ഒരു ചെറിയ രാജ്യമാണ്, പക്ഷെ വളരെ ഡെവലപ്ഡ് ആയിട്ടുള്ള കൺട്രിയാണ്. അല്ല, ക്യാഷ് റിച്ച് ആയിട്ടുള്ള കൺട്രി. അപ്പോൾ അവിടുത്തെ ഇലക്ട്രോണിക്സ് കമ്പനീസിലെ ലാർജസ്റ്റ് 3 കമ്പനികളുടെ ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ, ഇ കൊമേഴ്സ് ട്രാൻസ്ഫോർമേഷൻ മൊത്തം നമ്മളാണ് ചെയ്തിരിക്കുന്നത്. ഇ കൊമേഴ്സ് ട്രാൻസ്ഫോർമേഷൻ ജസ്റ്റ് ഒരു വെബ്സൈറ്റ് അല്ല, അതിൻ്റെ WMS, ഓർഡർ മാനേജ്മെൻറ്റ് സിസ്റ്റം, വെയർ ഹൗസ് മാനേജ്മെൻറ്റ് സിസ്റ്റം, കംപ്ലീറ്റ് സൊല്യൂഷൻ. അപ്പോൾ അതൊരു $1 ബില്യൺ കമ്പനീസിൻ്റെ സബ് ഡിവിഷൻസ് ആണ്. അപ്പോൾ അവർ ആ 3, എനിക്ക് തോന്നുന്നു അതിൻ്റെ ടോപ്പ് കമ്പനിയുടെ ടേൺ ഓവർ വരുന്ന ഒരു 1200 കോടി കാണും. രണ്ടാമത്തെ കമ്പനിക്ക് ഒരു 800 കോടി, മൂന്നാമത്തെ കമ്പനിക്ക് ഒരു 700 കോടി രൂപ. ഇത് 3 കൂടെ കാൽക്കുലേറ്റ് ചെയ്താൽ ഇവിടെ മൈജി ചെയ്യുന്നിടത്തും വരുന്നില്ല. ഞാൻ പറയുന്നത് കേരളം മാത്രം, ഇന്ത്യയുടെ കാര്യമല്ല പറയുന്നത്, കേരളം. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി നമ്മുടെ ഇവിടുത്തെ പൊട്ടൻഷ്യൽ. അവിടെ എത്രത്തോളം സീരിയസ് ആയിട്ടാണ് അവർ ആ ഇ കൊമേഴ്സിനെ കാണുന്നത്. എത്രത്തോളം സീരിയസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെ ബ്ലിങ്കറ്റ് നമുക്ക് 10 മിനിറ്റ്സിൽ തരുന്ന പോലെ അവിടെ ഞങ്ങൾ ചെയ്യുന്ന ഇപ്പോൾ ജംബോ ഖത്തർ എന്ന് പറയുന്ന ഒരു പ്രോജക്റ്റ് ചെയ്യുന്നത്. അതിൽ 2 മണിക്കൂർ കൊണ്ട് 24/7 രാത്രിയിലായിക്കോട്ടെ ഐഫോൺ വാങ്ങിച്ചു കഴിഞ്ഞാൽ വീട്ടിൽ എത്തിച്ചു കൊടുക്കും. അതുപോലെ തന്നെ അപ്പോൾ അതിൻ്റെ ചലഞ്ചസ് ഉണ്ട്. പക്ഷേ സ്റ്റിൽ അവർ ബ്രേക്ക് ഇവൻ ആണെന്നല്ല, അത് പ്രോഫിറ്റബിൾ ബിസിനസ്സാണ്. നമ്മൾ ഒരു ഈ ഇലക്ട്രോണിക്സിലൊരു കാര്യം കൂടെ ഓർമ്മ വരുക. അപ്പം ഞാൻ ഈ റീസെൻ്റ് ആയിട്ട് കൊച്ചിയിലൊരു ഈവൻറ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തുകൊണ്ടിരുന്നപ്പം ഒരു 1000 കോടി മേളിലെ ടേൺ ഓവറുള്ള ഒരു ഇലക്ട്രോണിക്സ് കമ്പനിയുടെ ആൾ സംസാരിക്കുന്നതിൽ എനിക്കൊരു ഫീല് മനസ്സിലായത്, മോഹൻലാൽ പറയുന്ന പോലെ നർക്കോട്ടിക്സ് ഇസ് എ ഡേർട്ടി ബിസിനസ് എന്ന് പറയുന്ന പോലെ ഇ കൊമേഴ്സ് ഇസ് എ ഡേർട്ടി ബിസിനസ് എന്നാണ് പുള്ളിക്കാർ അങ്ങനെ ഒരു ഫീലിലാണ് പുള്ളിക്കാരൻ സംസാരിക്കുന്നത്. എന്താ, അപ്പം ഞാൻ ഇറങ്ങി വന്നപ്പോൾ എനിക്കിത് അങ്ങ് ഇത് കേട്ടിട്ട് രക്തം തിളയ്ക്കുകയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ അല്ല. കാരണം എന്താ വെച്ചാൽ ഒരു റൈറ്റ് പാർട്ട്ണർ ഇവിടെ ഇല്ലാത്തതുകൊണ്ടാണ്. റൈറ്റ് പാർട്ട്ണർ റൈറ്റ് രീതിയിൽ ചെയ്തൊരു സക്സസ് മോഡൽ ഇല്ലാത്തതുകൊണ്ടാണ്. പക്ഷേ നമുക്കിത് ചെയ്യാൻ പറ്റും. നമുക്ക് കേരളത്തിൽ ബ്യൂട്ടിഫുള്ളായിട്ട് പ്രോഫിറ്റബിളായിട്ട് ഇ കൊമേഴ്സസ് എല്ലാ ആൾക്കാർക്കും ചെയ്യാൻ പറ്റുക. അത് ഇപ്പോൾ ഇ കൊമേഴ്സസ് ചെയ്യുന്നത് ഒരു ടെക്നോളജിസ്റ്റ് ആയിട്ടുള്ള 2 പിള്ളേർ വന്ന് ചെയ്യുന്ന ഒരാൾക്ക് ചെയ്യാൻ പറ്റുന്നൊരു പരിപാടിയാണ്. അങ്ങനെയാണ് ഇതിനെ കാണുന്നതും അവരാണ് ഇതിനെ സക്സസ്. അങ്ങനെയല്ല, ഈ ട്രഡീഷണൽ ആയിട്ടുള്ള ബിസിനസ്സിൽ അവർ വർഷങ്ങളായിട്ടുള്ള അവരുടെ പർച്ചേസിങ് കപ്പാസിറ്റി, അവരുടെ ബ്രാൻഡ്, അവരുടെ ഇതിലുള്ള നോളജ്, ഇതിൻ്റെ കൂടെ ജസ്റ്റ് ടെക്നോളജിയും കൂടെ ആഡ് ചെയ്താൽ ഇവർക്ക് ഇത് വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് എല്ലാ കാര്യങ്ങളിലും അല്ല കേട്ടോ, പക്ഷേ ഒരു പരിധി വരെ നല്ല രീതിയിൽ പോകുന്ന ഒരു ബിസിനസ്സിൽ ഇ കൊമേഴ്സ് ഒരു റവന്യൂ ചാനൽ എന്നുള്ള രീതി മാത്രമല്ല, അതൊരു മാർക്കറ്റിംഗ് ഏരിയയും കൂടിയാണ്. നമ്മൾ ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഡിജിറ്റലി ചെയ്യുന്ന എല്ലായിടത്തും ഇതൊരു അക്സസിബിൾ ആണ്. അപ്പം നമ്മളത് അവരിലേക്ക് ചെല്ലാനുള്ള ഒരു മീഡിയമാണ്. അപ്പം ഒരു ഡിജിറ്റൽ ഇ കൊമേഴ്സിനെ ഒരു സ്ട്രീമായിട്ട് കാണാതെ അതൊരു കമ്പനിയുടെ മൊത്തം ഒരു പാർട്ടിൻ്റെ അകത്ത് അതൊരു ഇവഞ്ച്വലി നമുക്ക് അതിൻ്റെ മാർക്കറ്റ് ഷെയർ എന്ന് പറയുന്നത് വലുതായിക്കൊണ്ടിരിക്കുവാണ്. ഇപ്പം ഒരു 5 വർഷം മുമ്പ് ഇലക്ട്രോണിക്സ് പർച്ചേസ് കേരളത്തിൽ നടക്കുന്നത് 5% ആണെങ്കിൽ ഇപ്പം ഈ 50% ചിലപ്പം ഇപ്പം വാഷിംഗ് മെഷീനും ഫ്രിഡ്ജും വരെ ഫ്ലിപ്കാർട്ടിൽ നിന്നും ആമസോണിൽ നിന്നും വരുത്തുന്ന രീതിയിലായി. അപ്പോൾ ആ ഒരു മാറ്റത്തിന് ഇപ്പം കഴിഞ്ഞൊരു 13 വർഷമായിട്ട് നിങ്ങൾ സർവീസ് ഇൻഡസ്ട്രി തന്നെയാണല്ലോ വർക്ക് ചെയ്യുന്നത്. ഹാവ് യു ഗൈസ് എവർ തോട്ട് ഓഫ് ലോഞ്ചിങ് യുവർ ഓൺ പ്രൊഡക്റ്റ്, ഒരു സാസിലേക്കോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റ് ഓൺ ചെയ്യണം എന്നുള്ളൊരു ചിന്ത എപ്പോഴെങ്കിലും വന്നിട്ടുണ്ടായിരുന്നു? തീർച്ചയായിട്ടും ഞങ്ങളൊരു 2 years ആയിട്ട് 2-3 പ്രൊഡക്റ്റിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു കമ്പനിയുടെ ഒരു പ്രോഫിറ്റബിലിറ്റിയിൽ ഒരു 20-25% ഈ പ്രൊഡക്റ്റിലേക്കാണ് ലാസ്റ്റ് 2 years ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം അത് ഇപ്പം പറഞ്ഞ കഥകളിലുണ്ട്. ഇപ്പം ഞങ്ങൾ ഇ കൊമേഴ്സിലാണ് നമ്മൾ കൂടുതലും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇ കൊമേഴ്സ് ഇന്നും നല്ല രീതിയിൽ റൺ ചെയ്യാനുള്ള ഒരു ടോട്ടൽ സൊല്യൂഷൻസൊക്കെ മാർക്കറ്റിൽ ഉള്ളത്
ഒന്നെങ്കിൽ ഹൈലി പ്രൈസ്ഡ് ആണ്, ഭയങ്കര എക്സ്പെൻസീവ് ആണ്. അപ്പോൾ അത് സാധാരണക്കാർക്ക് ചിലപ്പോൾ തുടക്കക്കാർക്ക് അഫോർഡബിൾ അല്ല. പിന്നെ നമ്മൾ തുടങ്ങിയ സമയത്ത് ഇത്രയും ഇതല്ലായിരുന്നു. അപ്പോൾ ആ സമയത്ത് പക്ഷെ അതിൻ്റെ ഇപ്പോൾ സെർച്ച് എന്ന് പറയും, ഇപ്പോൾ ഇ കൊമേഴ്സ് സെർച്ച് എപ്പോഴും ഒരു ചലഞ്ചാണ്. ഇപ്പോൾ അതിൽ ഒരു 10,000-2,000 പ്രൊഡക്റ്റിന് മേളിലുള്ള ഇ കൊമേഴ്സസിനൊക്കെ സെർച്ച് ഒരു റിലവൻ്റ് ആയിട്ട് വരും. ഇപ്പോൾ ലുലു എന്ന് പറയുന്നതിൽ ഒരു 70,000 പ്രോഡക്ട്സ് ഉണ്ടാവും. അതിൽ ഒരു കറക്റ്റായ സെർച്ച് വരുന്നത് ആ സെർച്ചിൻ്റെ അൽഗരിതം നോർമലി അതിൻ്റെ അകത്ത് പ്രൊഡക്റ്റിലുള്ളത് പോലെ അല്ല വരേണ്ടത്. അപ്പോൾ അത് പക്ഷേ ഇപ്പോഴത്തെ എയും കാര്യങ്ങളും ഒക്കെ ഞങ്ങളത് ബിൽഡ് ചെയ്തു ഒരു ഫൈനൽ സ്റ്റേജിലേക്ക് വന്നപ്പോഴാണ് ഈ എ കൂടുതൽ മച്യൂർ ആവുന്നത്. പക്ഷെ അപ്പോൾ അതിനേക്കാളും മച്യൂറായിട്ട് കോണ്ടെക്സ്റ്റ് അനുസരിച്ച് സെർച്ച് ചെയ്യാൻ പറ്റുക. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയാം. ഇപ്പം നമ്മുടെ ലുലുവിൽ വന്നിട്ട് നമുക്ക് 2 വയസ്സായ ഒരു കൊച്ചിന് പറ്റുന്ന ടോയ്സ് എനിക്ക് സജസ്റ്റ് ചെയ്യാം എന്ന് അതിനോട് ചോദിച്ചു കഴിഞ്ഞാൽ ആ രീതിയിൽ ഇൻ്റലിജൻ്റ് ആയിട്ട് നമുക്ക് ആൻസർ തരാൻ പറ്റുവാണെന്നുണ്ടെങ്കിൽ അതൊരു വലിയ കാര്യമാണ്. അപ്പോൾ അപ്പം ഇ കൊമേഴ്സസിന് വേണ്ടി ഞങ്ങളതിനെ പറയുന്ന ആക്സിലറേറ്റേഴ്സ് എന്നാണ്. ഇപ്പോൾ ഒരു ഇ കൊമേഴ്സ് ഒരു എൻജിൻ ഉണ്ടാവും, അത് നന്നായിട്ട് പോകുന്നൊരു കമ്പനിയിൽ ഇ കൊമേഴ്സ് ആയിരിക്കും. അതിനെ വളരെ നന്നായിട്ട് ആവാൻ വേണ്ടി ഒരു തുടക്കക്കാരായിരിക്കില്ല മോസ്റ്റ്ലി അതിൻ്റെ കസ്റ്റമേഴ്സ് വരിക. അവർ എൻ്റർപ്രൈസ് പോലെയുള്ള ക്ലയൻസിന് അതിൻ്റെ അനലിറ്റിക്സ് അല്ലെങ്കിൽ ഏത് പ്രോഡക്റ്റിനെ എങ്ങനെ ആഡ് ചെയ്യണം, അപ്പോൾ അങ്ങനെയുള്ള പല ആക്സിലറേറ്റേഴ്സ് നമുക്ക് വേണ്ടി വരും. എങ്ങനെ പ്രോഡക്റ്റിനെ മാർക്കറ്റ് ചെയ്യണം, അങ്ങനെയുള്ള പല പ്രൊഡക്റ്റുകൾ ഇപ്പം ഞങ്ങളത് പല വേൾഡിലുള്ള ബെസ്റ്റ് പ്രൊഡക്റ്റ് ഇൻ്റഗ്രേറ്റ് ചെയ്ത് ഒരു ടോട്ടൽ സൊല്യൂഷനായിട്ട് നമ്മൾ ഒരു പ്രൊഡക്റ്റ് ബിൽഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് ഞങ്ങളിതുവരെ പേര് പോലും ഇട്ടിട്ടില്ല. വാക്കോമേഴ്സ് എന്നൊക്കെ ഞങ്ങൾ ഇൻറ്റേർണലി വിളിക്കുന്നു. പക്ഷേ ഞങ്ങൾക്ക് ഒരു 20-25ഓളം കസ്റ്റമേഴ്സ് ഉണ്ട്. റൈറ്റ് നൗ നമ്മുടെ ഇൻവെസ്റ്റ്മെൻ്റ് ഒക്കെ ബ്രേക്ക് ഇവനാണ്. അത് ഇംപ്ലിമെന്റ് ചെയ്യാൻ തുടങ്ങി ഈ ഒരു ലാസ്റ്റ് ഒരു വർഷമായിട്ട് ഒരു പല കൺട്രികളിലും ആ കൺട്രികളിലെ ആ ഇൻഡസ്ട്രിയിലെ നമ്പർ 1, നമ്പർ 2, നമ്പർ 3 ഉള്ള കസ്റ്റമേഴ്സാണ് ഞങ്ങളുടെ ഇ കൊമേഴ്സ് കസ്റ്റമേഴ്സ് ഉണ്ട്. ഇപ്പോൾ അതിൽ മോസ്റ്റ്ലി എല്ലാ ഇതിൽ തന്നെയും ഇത് ഇംപ്ലിമെൻറ്റേഷൻ ഒരു ബീറ്റ പോലെ ഓടിക്കൊണ്ടിരിക്കുന്നു. പക്ഷേ ഞങ്ങൾ അനൗൺസ് ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു പബ്ലിക്കിലായിട്ട് ആദ്യമായിട്ടാണ് ഇപ്പോൾ ഇങ്ങനൊരു പ്രോഡക്റ്റ് ഉണ്ട് വെബ് ആൻഡ് ക്രാഫ്റ്റ്സിൻ്റെ എന്നും പറയുന്നത്. പക്ഷേ അത് മച്യൂർ ആയിക്കൊണ്ടിരിക്കുന്നു, അതിലിങ്ങനെ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. പക്ഷേ ഈ പ്രോഡക്റ്റ് തന്നെ അല്ലാത്തതിൻ്റെതായ ഒരു പ്രോഡക്റ്റ്, ഞങ്ങളൊരു സർവീസ് കമ്പനി ആയതുകൊണ്ട് അതിൻ്റെതായ ബുദ്ധിമുട്ടുകളുണ്ട്. നമ്മളെപ്പോഴും ഈ കരയുന്ന കുഞ്ഞിനെ പാലുള്ളൂ എന്ന് പറയുന്ന പോലെ ഈ ക്ലയൻസിൻ്റെ ഒരു പ്രഷറും ഫോക്കസും വരുമ്പോഴത്തേനും അങ്ങോട്ട് പോകും. ശരിക്കും സർവീസ് ബേസ്ഡ് ആയിട്ടാണല്ലോ നിങ്ങൾ ഇത്രയും ഒരു ഗ്രോ ചെയ്തത്, ഇപ്പോൾ ഒരു പ്രൊഡക്റ്റ് എന്നുള്ള ഐഡിയയിലേക്ക് എത്തി. സർവീസ് ബേസ്ഡ് ആയിട്ട് പോകുന്ന ഒരു കമ്പനിക്ക് എപ്പോഴും നമ്മൾ കേൾക്കുന്ന കാര്യമാണ്, സർവീസ് നല്ലോണം കൊടുക്കുകയാണെങ്കിൽ ചിലപ്പോൾ എംപ്ലോയീസിൻ്റെ കൗണ്ട് കൂടുതൽ വേണ്ടി വരും, പക്ഷെ അതിന് പ്രപ്പോർഷണൽ ആയിക്കില്ല ചിലപ്പം നമുക്ക് കിട്ടുന്ന റവന്യൂ. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ശരിക്കും ഒരു പ്രൊഡക്റ്റ് ബേസ്ഡ് ബിസിനസ് റൺ ചെയ്യുന്നതാണോ നല്ലത്, അല്ലെങ്കിൽ ഒരു സർവീസ് ബേസ്ഡ് ആയിട്ട് തന്നെയാണോ മുന്നോട്ട് പോകുന്നത് നല്ലത്? അത് മോർ റിസ്ക് മോർ റിട്ടേൺ ആണ്. പ്രൊഡക്റ്റ് ബേസിസ് മോർ റിസ്ക് ആണ്, അതിൻ്റെ അകത്ത് റിട്ടേണും സക്സസ് ആയാൽ കൂടുതലാണ്. പക്ഷെ ഞങ്ങൾ അതിലേക്ക് പോയതിൻ്റെ ഒരു റീസൺ എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കണം എന്ന് വെച്ചിട്ടല്ല. ഞങ്ങളുടെ ഇതൊരു ഹുക്കാണ്. ഞങ്ങൾ ഈ പ്രൊഡക്റ്റ് ഒരെണ്ണം ഒരു ക്ലയൻറ്റ് വിൻ ചെയ്താൽ ഞങ്ങൾക്ക് സർവീസ് കിട്ടും, സർവീസ് വിൻ ചെയ്താൽ ഇത് പ്രൊഡക്റ്റ് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഇതൊരു കോമ്പിനേഷൻ. ഞങ്ങളൊരു സർവീസ് പ്രോഡക്റ്റ് എന്നല്ല, പക്ഷേ പ്രോഡക്റ്റിൻ്റെ ഡെവലപ്മെൻറ്റിലുള്ള ഫോക്കസ് പ്രൊഡക്റ്റിലേക്ക് പോയി കഴിയുമ്പോൾ നമുക്ക് ഒരു കമ്പനി ആയിക്കോട്ടെ അതിലേക്ക് നമ്മൾ പോയി കഴിയുമ്പോൾ ഒരു ടഫാണ്. രണ്ട് വള്ളത്തിൽ നമ്മൾ ചവിട്ടുന്നത് പോലെ ഒരു ഫീല് നമുക്ക് ഇടയ്ക്ക് തോന്നാറുണ്ട്. അതല്ലാതെ പക്ഷേ അതിനെ എങ്ങനെ നമ്മുടെ പ്രോഫിറ്റബിലിറ്റി ആണ് പ്രോബ്ലം വരാറുള്ളത്. ഇപ്പം നമുക്ക് കാശുണ്ടെങ്കിൽ ഇതിനെ മാറ്റി നിർത്തി നമുക്ക് ചെയ്യാൻ പറ്റും. നമ്മളെപ്പോഴും ഈ ഇൻവെസ്റ്റ്മെൻ്റ് എടുക്കാത്തത് എന്നുള്ള ഒരു സ്റ്റേജിൽ നിൽക്കുന്നത് കൊണ്ട് നമ്മൾ എപ്പോഴും നമ്മുടെ ബേണിങ് എപ്പോഴും കുറച്ചിട്ട് വേണം
പോകാൻ വേണ്ടി. അല്ലെങ്കിൽ നമുക്ക് നാളെ നമ്മൾ ഗ്രോ ചെയ്തുകൊണ്ടിരുന്നില്ലെങ്കിൽ നമ്മൾ റിസോഴ്സസും നമ്മുടെ കേപ്പബിലിറ്റിയും നമ്മുടെ പുതിയ ടെക്നോളജീസ് വരുന്നു. ഇപ്പോൾ AI വരുന്നു. ഈ AI വരുമ്പോൾ നമ്മുടെ ആപ്ലിക്കേഷൻസിലേക്ക് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രൊജക്ട്സിലേക്ക് ഇതിനെ അഡോപ്റ്റ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ ആ കമ്പനികൾ നമ്മളെ ഉപേക്ഷിച്ചിട്ട് നമ്മുടെ ആ കേപ്പബിലിറ്റി ഉള്ള കമ്പനിയിലേക്ക് ആ സർവീസ് അവർ ഉപയോഗിക്കാൻ പോകും. അപ്പോൾ നമ്മൾ അതിനുള്ളിൽ അവരുടെ ആവശ്യത്തിന് മുന്നിൽ തന്നെ നമ്മൾ പ്രിപ്പയർഡ് ആവണം, നമ്മൾ ആ ടെക്നോളജികൾ. അപ്പം അതിനു വേണ്ടി ഒരു കോസ്റ്റ് അതിനൊരു കോസ്റ്റ് നമുക്കുണ്ട്, അതിനൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ആവശ്യമാണ്. അത് നമ്മുടെ ഇതിൻ്റെ അകത്തുള്ള പ്രോഫിറ്റബിലിറ്റി. അപ്പോൾ ഇതെല്ലാം കൂടെ മെയിൻറ്റെയിൻ ചെയ്ത് ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് എടുക്കാതെ പോവുക എന്നുള്ളതാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നെക്ക് ടു നെക്ക് ഒരു വെച്ചാൽ പ്രോഫിറ്റബിലിറ്റി ഇല്ല എന്നല്ല, ഈ പ്രോഫിറ്റ്സ് എല്ലാം കറക്റ്റായിട്ട് മാനേജ് ചെയ്ത് ഗ്രോ ചെയ്ത് പോവുക എന്നുള്ളതാണ്. അപ്പോൾ സർവീസ് ബേസ്ഡ് ആകുമ്പോൾ ശരിക്കും അത് സ്കെയിൽ ചെയ്യാൻ ലിമിറ്റേഷൻ ഉണ്ട് എന്നാണോ? അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്. നമുക്ക് കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ, നമുക്ക് പൈസ ഉണ്ടെങ്കിൽ നമുക്ക് സ്കെയിൽ ചെയ്യാം. നമുക്ക് കോൺഫിഡൻസ് ഉണ്ട്, ചിലപ്പോൾ പൈസ ഉണ്ടാവണമെന്നില്ല. അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയാണ് ഇൻവെസ്റ്റ്മെൻറ്റ് എടുക്കുക. ഇപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് കാര്യമാണെങ്കിൽ ഞങ്ങൾക്ക് ഒരു 6 months മുന്നിൽ ഒരു ഡിന്നറിന് ഞങ്ങളെ വിളിച്ചിട്ട് എനിക്കൊന്ന് 14 million എങ്ങാണ്ടാണ് ഞങ്ങളുടെ ഓഫർ വാല്യുവേഷൻ. അപ്പം അങ്ങനെയായി ഞങ്ങളൊരു ഓരോ പെഗ് അടിക്കും. അപ്പോൾ ഒരു 2 million വെച്ച് ആഡ് ചെയ്ത് അങ്ങനെ 20 million വരെ വന്നു കഴിഞ്ഞപ്പോൾ ഇത് ലാസ്റ്റ് പെഗ്ഗാന്ന് പറഞ്ഞു. അപ്പം അപ്പോൾ അന്ന് ഞാൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാൻ സാറിനോട് പറഞ്ഞതെന്നു വെച്ചാൽ 20 million എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു ഇന്നത്തെ ഞാനിങ്ങനെ ഭയങ്കര മനസ്സിൽ കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ട്, 172 കോടി. അപ്പോൾ റിയലി ഞാൻ ആ സമയത്ത് വരെ അത്രയും പൈസ വാല്യുവേഷൻ നമ്മുടെ കമ്പനിക്ക് ഈവൻ ഇന്നും വാല്യുവേഷൻ ഉണ്ടോ, ഇനി അത് കൂടുതലാണോ എന്നെനിക്കറിയില്ല. അപ്പം ഞാൻ അത് തന്നെ പറഞ്ഞത്. ഒന്ന് ഡിപ്ലോമാറ്റിക് ആയിട്ട് ആൻസർ ചെയ്യാൻ വേണ്ടി ഞാൻ പറഞ്ഞു, സാറേ അത്രയൊക്കെ നമ്മുടെ കമ്പനിക്ക് വാല്യുവേഷൻ ഉണ്ടോ എന്ന് അറിയുക പോലും ഇല്ല. അപ്പോൾ അപ്പോൾ പുള്ളി തിരിച്ച് റിപ്ലൈ പറഞ്ഞു, അതില്ലെങ്കിൽ കുഴപ്പമില്ല, നമുക്ക് ഇത് വെച്ച് എഗ്രി ചെയ്യാം, ഇല്ലെങ്കിൽ നമുക്ക് ചേർന്ന് ആ വാല്യുവേഷനിലേക്ക് ആക്കാം എന്ന് പറയാം. എന്നിട്ട് ഞങ്ങൾ ആ ഓഫർ റിജക്റ്റ് ചെയ്തു. പിന്നെ പല കമ്പനീസ് അത് കഴിഞ്ഞിട്ട് ഇൻട്രസ്റ്റഡ് ആയിട്ട്, പക്ഷെ സ്റ്റിൽ നമുക്ക് പൈസ ഉള്ളത് കൊണ്ടല്ല, നമ്മൾ ഇതുവരെ വളർന്നു വന്നിരിക്കുന്നത് ഇപ്പോൾ ഞങ്ങളുടെ ഒരു മനസ്സിൽ നിന്നുള്ള നമ്മളൊരു ഇൻറ്റ്യൂഷൻസും മനസ്സെന്ത് പറയുന്നു, മനസ്സ് ഇതുവരെ നമ്മളോട് വിൽക്കാൻ പറയുന്നില്ല. അതുകൊണ്ട് അതൊരു ഓവർ കോൺഫിഡൻസ് ആവാം ചിലപ്പോൾ. പക്ഷെ അത് കഴിഞ്ഞ് ഞങ്ങൾക്കൊരു മാറ്റം വന്നു. എന്ന് വെച്ചാൽ കൂടുതൽ റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് 300 പേരുണ്ടാവുന്ന ഒരു റെസ്പോൺസിബിലിറ്റി അവിടെ ഉണ്ട് നേരത്തെ തന്നെ. പക്ഷെ അത് കഴിഞ്ഞ് ഇതിൻ്റെ ഒരു പ്രഷറും കൂടെ, ഇതൊരു ഫെയിലിയർ ആയാൽ അത് എൻ്റെ ഒരു തീരുമാനത്തിലുണ്ടായൊരു ഫെയിലിയറാണ്. അപ്പോൾ അതിന് മുകളിൽ വളരണം എന്നുള്ള ഒരു എന്താ പ്രഷറും കൂടെ വരാൻ തുടങ്ങി. അതെങ്ങനെയാണ്, ഏത് ലെവലിൽ സ്കെയിൽ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്? IPO പോകാനൊക്കെ പ്ലാനുകളുണ്ടോ? എന്താണ് ഞങ്ങളുടെ ഏറ്റവും വലിയ ആഗ്രഹം IPO. അതുവരെ തന്നെ ബൂസ്റ്റപ്പ് ആയിട്ട് ഡയറക്റ്റ് IPO ആണ്. അഹങ്കാരമല്ലേ? അപ്പോൾ പറ്റുമോ നോക്കാം. ഓക്കെ. അതേപോലെ നിങ്ങളിപ്പോൾ 400 മെമ്പേഴ്സിലേക്ക് എത്തിയല്ലോ. അപ്പോൾ ഒരു ഓൺ ബിൽഡിങ്ങിനെ പറ്റി എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? ആലോചിച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഞാനാ കൂടുതൽ ആൻസർ പറയുന്നതെന്ന് തോന്നുന്നു. എന്നാലും നമ്മളൊരു റിയൽ എസ്റ്റേറ്റ് കമ്പനി അല്ല, നമ്മളൊരു IT കമ്പനിക്ക് കാശ് എപ്പോഴും വേണ്ടി വരിക എന്ന് വെച്ചാൽ നമ്മുടെ റിസോഴ്സസിനെ ബിൽഡ് ചെയ്യാൻ. നമ്മുടെ കോസ്റ്റിൻ്റെ 85% കോസ്റ്റും നമ്മൾ സാലറി ആയിട്ട് കൊടുക്കുന്ന കോസ്റ്റാണ്. അപ്പോൾ നമുക്ക് ശമ്പളം കൊടുക്കാൻ കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ നമുക്ക് അതിന് വേണ്ടി സ്പെൻഡ് ചെയ്യുന്നതായിരിക്കും, നമ്മുടെ ക്യാപിറ്റൽ എപ്പോഴും ഉപയോഗിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. നമ്മുടെ ഹാർഡ്വെയർ മാക്സിമം അങ്ങനെയുള്ളതിലേക്ക് പിന്നെ എക്സ്ട്രാ വരുന്ന കോസ്റ്റ് വരുള്ളൂ. ബട്ട് നമ്മൾ എംപ്ലോയീസിനെ
ട്രെയിൻ ചെയ്യുക, പുതിയ ടെക്നോളജീസ് ബിൽഡ് ചെയ്യുക. നമ്മൾ നേരത്തെ പറയുന്ന പോലെ ഒരു സർവീസ് ഒരു വേണ്ടി വരുന്ന കമ്പനിക്ക് അവർക്ക് ആവശ്യങ്ങളുള്ള വേറെ തലങ്ങളിലേക്കും കൂടെ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ടെക്നോളജീസ്, കൂടുതൽ സർവീസസ് എനേബിൾ ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഫോക്കസ്. അങ്ങനെ പക്ഷേ ചില ആൾക്കാർ അതിനെ വേറെ രീതിയിലും പറയുന്നുണ്ട്, നമ്മൾ എന്തിലേക്ക് ഒന്ന് ഫോക്കസ് ചെയ്യണം. നമ്മുടെ ഫോക്കസ് ഒരു ക്ലയൻറ്റ് വന്നു കഴിഞ്ഞാൽ അവർക്ക് ടെക്നോളജിയിൽ എല്ലാം കൊടുക്കാൻ പറ്റണം എന്നുള്ളതാണ്. ഫ്യൂച്ചറിലേക്ക് അങ്ങനെ ആയി വരുമെന്ന് വെച്ചാൽ പല സൊല്യൂഷൻസ് ഇപ്പോൾ ഗൂഗിൾ ക്ലൗഡ് നമ്മൾ യൂസ് ചെയ്യുന്നു. എഐയും ക്ലൗഡിലും ഒരു ക്ലൗഡ് മാത്രമല്ല ഇന്ന് അതിൻ്റെ ഒരു സൊല്യൂഷൻ. ഒരുപാട് കാര്യങ്ങൾ ഓട്ടോമേഷനും കാര്യങ്ങളിലും ഒക്കെ അവരുടെ പുതിയ പ്രോഡക്റ്റുകൾ വരാൻ പോവുക. അപ്പോൾ അത് എനേബിളറായി നമുക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അപ്പോൾ ടോപ്പുള്ള ഇതുപോലെയുള്ള ഒരു 12 സൊല്യൂഷൻസും നമുക്ക് ചെയ്യാനുള്ള കേപ്പബിലിറ്റി എല്ലാം കൂടെ കൂടി ചേർത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു കമ്പനിക്ക് മൊത്തത്തിൽ വലിയൊരു $1 ബില്യൺ കമ്പനിയെ സപ്പോർട്ട് ചെയ്യാൻ പറ്റിയേക്കാം. അപ്പോൾ അങ്ങനെ ഒരു ആംഗിളിലാണ് നമ്മൾ പോകുന്നത്. ഞങ്ങളുടെ ഒരു മോട്ടോ ഡിസൈൻ ബിൽഡ് മാർക്കറ്റ് എന്നാണ്. ഇപ്പോൾ അവരൊരു പേരിടാൻ തുടങ്ങുന്നത് തൊട്ട് അവരുടെ ഡിസൈൻ തൊട്ട് പിന്നെ അവരുടെ ടെക്നോളജി പിന്നെ അതിനെ മാർക്കറ്റ് ചെയ്യണമെങ്കിൽ അപ്പോൾ ഡിസൈൻ ബിൽഡ് മാർക്കറ്റിംഗ് ഇതാണ് ഞങ്ങളുടെ കോമ്പിനേഷൻ. ഇത് മൂന്നും കൂടെ അതിൻ്റെ ഏറ്റവും എക്സ്പേർട്ട് ലെവലിൽ ബിൽഡ് ചെയ്തെടുക്കുക എന്ന് പറയുന്ന ഒരു വളരെ ടഫായിട്ടുള്ള എന്നെ ഒരുപാട് പേര് ഇനീഷ്യലി ഉള്ള ആദ്യത്തെ ഒരു 7 വർഷം ഡിസ്കറേജ് ചെയ്തിട്ടുണ്ട്. നീ ഒന്നെങ്കിൽ ഡിസൈൻ ചെയ്യുക, അല്ലെങ്കിൽ ടെക്നോളജിയിൽ ഫോക്കസ് ചെയ്യുക, ഇല്ലെങ്കിൽ മാർക്കറ്റിങ്ങിൽ ഫോക്കസ് ചെയ്യുക. ഇന്ന് വി ആർ ദി നമ്പർ 1 ഡിസൈൻ ഏജൻസി ഇൻ കേരള. വി ആർ ദി നമ്പർ 1 ഡിജിറ്റൽ മാർക്കറ്റിംഗ് കമ്പനി ഇൻ കേരള. ടേംസ് ഓഫ് റവന്യൂ, ടേംസ് ഓഫ് എംപ്ലോയ്മെൻറ്റ്, ടേംസ് ഓഫ് ക്ലയൻറ്റൽ, ആഡ് സ്പെൻഡ്. എനിക്ക് തോന്നുന്നു ഗൂഗിളിലെയും ഫേസ്ബുക്കിലെയും ഏറ്റവും വലിയ ക്ലയൻറ്റ് നമ്മളായിരിക്കും കേരളത്തിൽ ഇന്ന്. അപ്പോൾ ഇത്രയും ഇതിലേക്ക് കൊണ്ടുവരാൻ നമുക്ക് ഇനി ഇതേപോലെ തന്നെ ടെക്നോളജിയിൽ ഇന്ന് 200 പേരുണ്ട് നമുക്ക്. അപ്പോൾ ഇനിയുള്ള ഒരു ഗ്രോത്ത് ഞങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു ടേക്ക് ഓഫാണ്. അപ്പോൾ ആ ടേക്ക് ഓഫിന് വേണ്ടി അതൊരു എൻ്റർപ്രൈസ് ലെവലിലുള്ള ഗെയിമാണ്. അപ്പോൾ അത് കോളേജിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് 2 പേര് തുടങ്ങിയ കളിയല്ല. അപ്പോൾ അതിനു വേണ്ടിയുള്ള പഠനങ്ങളാണ് ലാസ്റ്റ് 13 വർഷമായിട്ട് ഞങ്ങൾ പഠിച്ചിരിക്കുന്നത്. ഞാൻ കൂടുതൽ സംസാരിച്ചെങ്കിലും ഉത്തരവാദിത്തങ്ങളും കാര്യങ്ങളും ഒക്കെ ജിലുവിനെ ഏൽപ്പിച്ചെറിയ ജിലു ഇനി അടുത്ത ടേക്ക് ഓഫിന് വേണ്ടി പ്രിപ്പയർ ആയിക്കൊണ്ടിരിക്കുന്നു. തീർച്ചയായിട്ടും ഞങ്ങൾ അടുത്ത ഒരു 1-2 വർഷത്തിനുള്ളിൽ ഹ്യൂജ് ഗ്രോത്ത് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. സോ ഇവൻ പറഞ്ഞ പോലെ വാക്ക് ഒരു ടേക്ക് ഓഫിന് ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഒരുപാട് ടൈം എന്തായാലും അതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ അതേസമയത്ത് നിങ്ങൾ ഒരു പാരൻസും കൂടിയാണ്. അപ്പോൾ എങ്ങനെയാണ് ടൈം മാനേജ് ചെയ്യുന്നത് ഫാമിലി പാർട്ടും പ്രൊഫഷണൽ പാർട്ടുമായിട്ട്? ടൈം മാനേജ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടെന്നേ ഇപ്പോൾ പറയാൻ പറ്റുന്നുള്ളൂ. കറക്റ്റായിട്ടുള്ളൊരു മാനേജ്മെൻറ്റിൽ അല്ല ഇപ്പോൾ പോകുന്നത്. എസ്പെഷ്യലി ഞങ്ങളുടെ പിള്ളേർ വളരെ ചെറിയ പക്ഷേ ജിലു എപ്പോഴും അവരുടെ കാര്യത്തിലാണ്. ഞാൻ നേരെ തിരിച്ചാണ്. ഇപ്പോൾ അവരുടെ കാര്യത്തിൽ കൂടുതൽ കാര്യങ്ങൾ സമയം സ്പെൻഡ് ചെയ്യണം. എന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. നടക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ കംപ്ലീറ്റ്ലി ഇല്ല. ബട്ട് അഗെയിൻ നല്ല സപ്പോർട്ടുണ്ട് കേട്ടോ പേരൻസിൻ്റെ സൈഡിൽ നിന്ന്. അതൊരു വലിയൊരു ഫാക്ടറാണ് എന്നെ സംബന്ധിച്ചിടത്തോളം. കാരണം അതില്ലെങ്കിൽ ഇത്രയും കൂടി ചെയ്യാനായിട്ട് പറ്റത്തില്ല. മറ്റൊരു സൈഡിൽ ഈവൻ ടീമിലാണെങ്കിൽ അവരും നമ്മുടെ കാര്യങ്ങൾ അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇങ്ങനെയൊരു കാര്യമുണ്ട്. ഇപ്പം HR ഫിനാൻസ് ആണെങ്കിലും അതിൻ്റെ ലീഡ് ചെയ്യുന്നവരും ഒരാവശ്യം വന്നാൽ ഓക്കെ അതിനൊന്ന് അവർ കാര്യമായിട്ട് എടുത്ത് ചെയ്യുന്നുണ്ട്. പിന്നീട് എനിക്ക് ഞങ്ങളുടെ പിള്ളേർ വളരെ ചെറിയ കുട്ടികളാണ്, അധികം വയസ്സായിട്ടില്ല. ഞാൻ ചിലപ്പോഴൊക്കെ വിചാരിക്കാറുണ്ട് അവർ ഞങ്ങളെ കൂടുതൽ മനസ്സിലാക്കുന്നു എന്നുള്ളത്. കാരണം ചില സമയത്ത് നമ്മൾ അവരോട് പറയാടാ മീറ്റിംഗ് ഉണ്ട്, അല്ല ഇത് ഓക്കെ, അവർ പറയുമ്പോൾ ഓക്കെ ശരി അപ്പയ്ക്കും അമ്മയ്ക്കും മീറ്റിംഗാ. സോ എങ്ങനെയോ മാനേജ് ചെയ്ത് പോകുന്നു. നിങ്ങൾ തമ്മിൽ എങ്ങനെയാണ് ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്യാൻ കിട്ടാറുണ്ടോ? അതോ ഫുൾ ടൈം ഈ പറഞ്ഞ രാത്രി 12? ഞങ്ങൾ അങ്ങനെ എനിക്കറിയില്ല. ചിലപ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ജിലുവിനുണ്ടാവായിരിക്കും. അല്ല, ഞങ്ങൾ ആക്ച്വലി കൂടുതൽ എപ്പോഴും ഒരുമിച്ചാണ്, ഫുൾ ടൈം. ഇപ്പം വീട്ടിലാണെങ്കിലും ഓഫീസിലാണെങ്കിലും എപ്പോഴും ഒരുമിച്ചുള്ള. അപ്പം ഒരു തരത്തിൽ ചിന്തിച്ച് കഴിഞ്ഞാൽ 24/7 എപ്പോഴും ഒരുമിച്ച് നടക്കുന്ന ആൾക്കാരാണ്.
മറ്റൊരു ഏരിയയിൽ അങ്ങനെ വരാറുണ്ടല്ലോ, ക്വാളിറ്റി ടൈം എന്ന് പറയുന്ന ആൾക്കാർ കിട്ടുന്നില്ല, സംസാരിക്കാൻ കിട്ടുന്നില്ല, ആക്സസിബിൾ അല്ല എന്നുള്ളത്. ഞങ്ങളുടെ കേസിൽ ഞങ്ങൾ ഫുൾ ടൈം ആക്സസിബിളാണ്. അത് ഒരു ഫാക്ടറാണ്. മറ്റൊരു സൈഡിൽ എനിക്കൊന്ന് ഞാനും ഇവനൊക്കെയും തുടക്കകാലം തൊട്ടേ കുറച്ചൊക്കെ ഈ പറയുന്ന പോലെ കമ്പനിയുടെ കാര്യങ്ങൾ ഇൻവോൾവ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ്. കൂടുതലും പേഴ്സണൽ ടൈമിനെ കുറിച്ച് അധികം കൺസേൺഡ് അല്ലാതെ കോൺഷ്യസ് അല്ലാതെ പോകുന്ന ആൾക്കാർ ആണ്. അതിൻ്റെതായ പ്രശ്നങ്ങളും ഉണ്ട് കേട്ടോ. ഇപ്പോൾ പിള്ളേരെ കഴിഞ്ഞപ്പോഴാണ് നമുക്ക് അതിൻ്റെ ഒരു ഇത് മനസ്സിലാക്കുന്നത്. അതുവരെ നമ്മൾ ഒട്ടും ബോധേഡല്ല. ഓക്കെ, വീട്ടിലെ കാര്യങ്ങളോ അല്ലെങ്കിൽ ഓക്കെ ഇങ്ങനെ ടൈം കിട്ടിയില്ല, അതൊന്നും ഒട്ടും ബോധേഡല്ലായിരുന്നു. ഇപ്പോഴാണ് കുറച്ചും കൂടെ അതിലേക്കൊക്കെ ഒരു ഫോക്കസ് വേണ്ടി വരുന്നത്. കാരണം പിള്ളേരുടെ കേസ് നമുക്ക് അങ്ങനെ വിടാൻ പറ്റില്ല. അപ്പോൾ സോഫാർ അങ്ങനെ ഒരു ക്വാളിറ്റി ടൈം എന്നുള്ള രീതിയിലൊന്നും നിങ്ങൾ ചിന്തിച്ചിട്ടില്ല. അതാണ്. ഇതിന്റെ ഒരു ഫോളോ അപ്പ് ചോദിക്കട്ടെ. അപ്പോൾ ഹസ്ബൻഡ് വൈഫ് ഒരുമിച്ച് ഒരു കമ്പനി ലീഡ് ചെയ്യുന്നതുകൊണ്ടുള്ള അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും എന്തൊക്കെയായിരിക്കും? ഓക്കെ. ഒരു അഡ്വഞ്ചറസ് ആയിട്ടുള്ള അതെ ഗെയിമാണ്. അതെ, പറഞ്ഞ പോലെ അഡ്വഞ്ചറസ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഒരുപാട് പേര് ഞങ്ങളോട് ചോദിക്കാറുണ്ട് ഇത് എങ്ങനെ മാനേജ് ചെയ്ത് പോകുന്നു, അല്ലെ ഇങ്ങനെ ചെയ്താൽ ഓക്കെ ആയിരിക്കുമോ. പക്ഷെ ഞങ്ങളുടെ കേസിൽ എങ്ങനെയോ അത് വലിയ തരക്കേടില്ലാതെ പോകുന്നു എന്നുള്ളത് ഒരു ഫാക്ടറാണ്. അല്ല, ഇപ്പോൾ ഈ പുതിയ ജനറേഷനിലെ ഇപ്പോൾ ഒരുപാട് ആളുകൾ ഇങ്ങനെ ഇപ്പോൾ ഗേൾ ഫ്രണ്ട് ബോയ് ഫ്രണ്ട് ഒരുമിച്ച് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ ഹസ്ബൻഡ് വൈഫ് സ്റ്റാർട്ട് ചെയ്യുന്നു. ആ ഒരു സംഭവം ഇപ്പോഴായിട്ട് വരുന്നുണ്ട്. അത് കൂടുതലായിട്ട് അതിന് വരുന്നുണ്ട്. അപ്പോൾ കെമിസ്ട്രി നന്നായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് വളരെ നല്ല കോമ്പിനേഷൻ. എന്ന് വെച്ചാൽ നമുക്ക് ഏറ്റവും കൂടുതൽ വിശ്വസിക്കാവുന്ന ഒരു പാർട്ട്ണറാണ്. അതെ. അപ്പോൾ അതാണ് അതിൻ്റെ ഏറ്റവും വലിയ ഒരു അഡ്വാൻറ്റേജ്. പിന്നെയുള്ള അതിലൊരു ഒരു ഇൻട്രസ്റ്റ് ഉള്ളവർ ഒരുമിച്ച് പോകുന്നതായിരിക്കും നല്ലത്. ഇപ്പം ബിസിനസ് ചെയ്യണം, അല്ലെ സ്വന്തമായിട്ട് ചെയ്യണം, അല്ലെങ്കിൽ ഒരു മാനേജ്മെന്റ് ലെവലിലേക്ക് ഒരു താല്പര്യമുള്ള ഒരാളാണെങ്കിൽ കുറച്ചും കൂടെയൊക്കെ അത്, കാരണം നമുക്കും അതൊരു ബേസിക്കലി ഇപ്പോൾ ഹസ്ബൻഡ് ആൻഡ് വൈഫ് അല്ലെങ്കിലും ഒരു കമ്പനി ഈ റൺ ചെയ്ത് പോകാൻ, മാനേജ് ചെയ്ത് പോകാന്നുള്ളതിന്റെ ഒരു ബേസിക് ഒരു ഫ്ലേവറും ഒരു ഇഷ്ടവും വേണം. ഓക്കെ. അതില്ലെങ്കിൽ നമ്മൾ പിന്നീട് ഭാവിയിലേക്ക് ആ ഒരു പൊസിഷനിലേക്ക് നമ്മളെ പിടിച്ചിട്ട് കഴിയുമ്പോൾ അത് ഒരു കമ്പൽഷനായിട്ട് വരരുത്. അപ്പം കമ്പനി തുടങ്ങാൻ വേണ്ടി ഒന്നും ചെയ്യരുത്. ചെയ്യരുത്. അതൊരു പാഷനും കൂടെ ഉണ്ടെങ്കിൽ നല്ലതായിരിക്കും. എനിക്ക് തോന്നിയ ഒരു കാര്യം എന്ന് വെച്ചാൽ ഇപ്പം എൻ്റെ സ്ട്രെങ്ത് എൻ്റെ വീക്ക്നെസ് ജിലുവിന് നല്ല സ്ട്രെങ്ത് ആണ്. ഓ. നേരെ തിരിച്ച് അപ്പോൾ ഇപ്പം ഫിനാൻസ് HR ജിലു ഭയങ്കര സ്ട്രോങ് ആണ്, ഞാനത് ഭയങ്കര വീക്കാണ്. എൻ്റെ കമ്മ്യൂണിക്കേഷൻ ഭയങ്കര പ്രശ്നമാണ്, ജിലു അത് നന്നായിട്ട് ചെയ്യും. അപ്പോൾ അങ്ങനെ ഇപ്പം രണ്ടുപേരും അതിന് കോമ്പറ്റ് ചെയ്യാൻ തുടങ്ങുന്ന രണ്ടുപേര് ഒരേ സ്ട്രെങ്ത് ഉള്ളവർ ചെയ്യുമ്പോൾ ചിലപ്പോൾ അത് അവർ തമ്മിൽ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാകാനുള്ള ചാൻസസ് ഉണ്ട്. ഓവർ സ്ട്രഗിൾ. അപ്പോൾ ഇപ്പോൾ അല്ല, ഇതിൽ ഈ പറയുന്ന പോലെ അതിന്റെ ഒരു കോമ്പിനേഷൻ പല തരത്തിലുണ്ട് കേട്ടോ. ഒന്നെന്ന് പറയുന്നത് മറ്റൊരു തരത്തിൽ ചിന്തിക്കാനാണെങ്കിൽ കമ്പനി റൺ ചെയ്യണമെങ്കിൽ എപ്പോഴും ഒരു വിഷൻ വേണം. ഇപ്പൊ എല്ലാവരും വിഷണറീസ് ആണെങ്കിൽ ആ വിഷൻ മാത്രം അവിടെ ഉണ്ടാവുള്ളൂ, എക്സിക്യൂഷൻ ലെവലിലേക്ക് വരില്ല. ഈ നമ്മുടെ ഒരു കേസിൽ എന്ന് വെച്ചാൽ കോർ ടീമിലേക്ക് എടുത്തു കഴിഞ്ഞാൽ എബിന ഒരു വിഷൻ വളരെ നന്നായിട്ടുള്ള ഒരാളാണ്. എബിന് ഓക്കെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ത് ചെയ്യണം, നാളെ എങ്ങനെയാവണം, അതുണ്ട്. അത് മാത്രമായിട്ടും കാര്യമില്ല, അത് എക്സിക്യൂട്ട് ചെയ്യണം കറക്റ്റായിട്ട്. അപ്പോൾ കോർ ടീമിലേക്ക് വന്നു കഴിയുമ്പോൾ അത് എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് പരമാവധി ശ്രമിക്കുന്ന ആൾക്കാർ, അത് ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ്. ഓക്കെ, ഈ പറഞ്ഞ കാര്യം നമ്മൾ എത്ര ബ്യൂട്ടിഫുൾ ആയിട്ട് ചെയ്യാൻ പറ്റും അത്ര നന്നായിട്ട് ചെയ്യണം, നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നതിന് ഒരുപടി അപ്പുറം ചെയ്യണമെന്ന് ആഗ്രഹിച്ച് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ ആ ഒരു കോമ്പിനേഷൻ ഈ പറഞ്ഞ ഒരു വിഷനും ഉണ്ട്, അതിൻ്റെ ഒരു എക്സിക്യൂഷനും ഉണ്ട്. അതുപോലെ തന്നെ സെയിൽസ് ഉണ്ട്, അതിനകത്ത് കമ്പനിയുടെ ഇന്റേണൽ ആയിട്ടുള്ള ഫാക്ടേഴ്സ് ഉണ്ട്, HR മാനേജ് ചെയ്യുക, അല്ലെങ്കിൽ അങ്ങനെ ആ ഒരു രണ്ട് എക്സ്ട്രീം ആണെങ്കിൽ പോലും അതിൻ്റെ ഒരു കോമ്പിനേഷൻ ഒരു ഫാക്ടറാണ്. പിന്നെ നമ്മുടെ ചുറ്റുപാട് ഒരു ഫാക്ടറാണ്, കൂടെ നിൽക്കുന്ന ആൾക്കാർ. കാരണം എന്നെക്കാളും എക്സ്പീരിയൻസും ഇതിനകത്ത് സീനിയോറിറ്റി ഉള്ള ആൾക്കാരാണ് ഞങ്ങളുടെ കോർ ടീമിലുള്ളത്. ഞാനായിരിക്കും മേ ബി ലാസ്റ്റ് ഒന്ന് ജോയിൻ ചെയ്തത്. പക്ഷേ അവരുടെ സപ്പോർട്ട്, അവരുടെ ഒരു അണ്ടർസ്റ്റാൻഡിങ്, ഫാമിലിയുടെ സപ്പോർട്ട്, ഇങ്ങനെ ഇതൊരു ഒന്നോ രണ്ടോ വാക്കിൽ പറയാവുന്ന കാര്യമല്ല, അതൊരു 360 ഡിഗ്രി വ്യൂവിൽ കൺസിഡർ ചെയ്യേണ്ട ഒരു ഫാക്ടറാണ്. നിങ്ങൾ രണ്ടുപേരും ബിസിനസ് ഉള്ളത് കൊണ്ട് തന്നെ എപ്പോഴും കൂടുതലും സംസാരിക്കുന്ന ബിസിനസിനെ പറ്റി തന്നെ ആയിരിക്കില്ല. ബിസിനസിനെ പറ്റി അല്ലാതെ ഞങ്ങൾ സംസാരിക്കാറില്ല. വേറെ ഒന്നും സംസാരിക്കില്ല. വേറെ ഒന്നും സംസാരിക്കാറില്ല. അല്ല, എപ്പോഴെങ്കിലും ഒരു മൊമെന്റ് വന്നിട്ടുണ്ടോ, കുറച്ച് നേരം ഒന്നും ഇതിനെപ്പറ്റി മിണ്ടാതിരിക്കോ എന്ന് പറയണ്ട? അങ്ങനെ ഞങ്ങൾ കഴിഞ്ഞ വീക്ക് 13 വർഷങ്ങൾക്ക് ശേഷം ആദ്യമായിട്ട് വെക്കേഷൻ എടുത്ത് ഞങ്ങൾ രണ്ടുപേരുടെ ബാലിക്ക് പോയി. അതിന് 13 വർഷം എടുക്കേണ്ടിയിരുന്നില്ല എന്നുള്ളത് പോയിട്ട് വന്നു കഴിയുമ്പോൾ നമുക്ക് മനസ്സിലായി ഇതൊക്കെ നേരത്തെ ചെയ്യേണ്ടതായിരുന്നു. പക്ഷേ ഒരു പുതിയ ഒരു സ്റ്റാർട്ടപ്പ് തുടങ്ങുന്ന ഒരാൾ തീർച്ചയായിട്ടും ആളല്ല, അവരുടെ ഫാമിലിയും അവരുടെ കാര്യങ്ങൾ കൂടെ ഉള്ളവരും മനസ്സിലാക്കണം. അവരും സാക്രിഫൈസ് ചെയ്ത് തന്നെ ഒരു കഷ്ടപ്പാടുകളുണ്ട്. നമ്മൾ ആദ്യം ഉണ്ടാക്കുന്ന പ്രോഫിറ്റുകളിൽ നിന്ന് നമ്മൾ അത് എൻജോയ് ചെയ്യാൻ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ, അത് ഒരു ട്രാവൽ പോകുന്നത് മാത്രം ഒന്നും അല്ല ഉദ്ദേശിച്ചത്. എന്താണെങ്കിലും നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് നമ്മൾ ഒരു നല്ല ഐഫോൺ വാങ്ങിക്കുന്നത് പോലും നമ്മൾ കോൺഫിഡൻസ്, നമ്മുടെ വളർച്ചയ്ക്ക് അത് ഹിൻഡർ ആവാൻ പാടില്ല. ഇപ്പം നമ്മൾ കാർ വാങ്ങിക്കുന്നതായിക്കോട്ടെ, വീട് വാങ്ങിക്കുന്നതായിക്കോട്ടെ, നമ്മൾ അതിലുള്ള ഞങ്ങൾ എന്നെ ഏറ്റവും ലാസ്റ്റ് ഓപ്ഷനേ വെച്ചിട്ടുള്ളൂ. ഇപ്പോഴാണ് ഇപ്പം
പിന്നെ തിരിഞ്ഞ് ചിന്തിക്കുമ്പോൾ ഇതെല്ലാം നമ്മൾ ഉണ്ടായാലും നമ്മളും എൻജോയ് ചെയ്തില്ല എന്നുണ്ടെങ്കിലും, നമ്മൾ ഹെൽത്തി അല്ല ഇല്ലെന്നുണ്ടെങ്കിലും നമുക്കിതിൻ്റെ അകത്ത് നമുക്കൊരു ഒരു ആ, മടുപ്പ് പിന്നെ ഫീൽ ചെയ്യുമ്പോൾ അങ്ങനെയാണ് ഇപ്പോൾ വെക്കേഷനൊക്കെ പോയത്. അല്ല ഇപ്പോൾ വെക്കേഷന് പോയതല്ലേ, വെക്കേഷന് പോയത് അങ്ങനെ സംഭവിച്ചു. ഇപ്പം പറഞ്ഞു വെബ് ആൻഡ് ക്രാഫ്റ്റ് വളർന്നുകൊണ്ടിരിക്കുകയാണ്, ഒരു ടേക്ക് ഓഫിന് റെഡി ആയി നിൽക്കുകയാണ്. സ്റ്റിൽ ഇപ്പം നോക്കുന്ന സമയത്ത് നമുക്ക് പുറമേ നോക്കുമ്പം ഒരു കോർപ്പറേറ്റായി വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു കമ്പനിയാണ്. നിങ്ങൾക്കുള്ളിൽ അതിൻ്റെ ഒരു കൾച്ചറൽ അല്ലെങ്കിൽ ഇമോഷണൽ കാര്യങ്ങൾ നോക്കുന്ന സമയത്ത് അതൊരു സ്റ്റാർട്ടപ്പ് ആയിട്ടാണോ ഫീൽ ചെയ്യുന്നത്, അതൊരു കോർപ്പറേറ്റ് ലെവലിൽ വന്നു എന്നാണോ തോന്നുന്നത്? ഞങ്ങൾ സ്റ്റാർട്ടപ്പിൽ നിന്ന് മാറിയിട്ടുണ്ട് തീർച്ചയായിട്ടും. എന്നാൽ കോർപ്പറേറ്റിൽ എത്തിയെന്ന് ചോദിച്ചാൽ അതോട്ട് എത്തിയിട്ടുമില്ല. എനിക്ക് ഇതൊരു എന്താ അതിൻ്റെ ഒരു ഡിഫറൻസ് ഫീൽ ചെയ്തിട്ടുള്ളത്, സ്റ്റാർട്ടപ്പ് വേഴ്സസ് ഒരു കോർപ്പറേറ്റ്? ഓക്കെ. ഞാൻ എൻ്റെ ഒരു സൈഡ് പറയാം. ഐ തിങ്ക് Okay. എബിനും കോൺട്രിബ്യൂട്ട് ചെയ്യാനുണ്ടാകും തീർച്ചയായിട്ടും. ഈ സ്റ്റാർട്ടപ്പുകൾ ഞാൻ മനസ്സിലാക്കിയിടത്തോളം അവർക്കൊന്നിനും ഒരു ഉത്തരം പല ഉം. കാര്യങ്ങളിലും കാണില്ല. ഉം. നമ്മൾ ആ ഒരു സിനാരിയോ വരുന്നു, സിറ്റുവേഷൻ വരുന്നു, അവിടെ വെച്ച് ഫിഗർ ഔട്ട് ചെയ്യുവാണ്. ഓക്കെ, ഇങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്യണം, ഇത് എങ്ങനെ അതിനകത്തൊരു ഉത്തരം പറയണം, അല്ലെങ്കിൽ ഒരു പുതിയൊരു സിനാരിയോ വന്നു, ഇപ്പോൾ കോവിഡ് വന്നു, എന്ത് ചെയ്യണം, അതിനകത്തൊരു പ്രത്യേകിച്ച് ക്ലാരിറ്റി ഒന്നും ഉണ്ടാവണമെന്നില്ല. ഒരു 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 സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ അങ്ങനെ ഉണ്ടാവില്ല. അതേസമയം കോർപ്പറേറ്റുകൾക്ക് എല്ലാത്തിനും ഉത്തരവുണ്ട്. ഈവൻ എന്ത് സിനാരിയോ വന്നാലും അതൊരു എംപ്ലോയി വൈസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു ലീഗൽ സൈഡ് ആയിക്കോട്ടെ, കംപ്ലയിൻസ് പാർട്ട് ആയിക്കോട്ടെ, അല്ലെങ്കിൽ വർക്കിലായിക്കോട്ടെ, ക്ലയൻറ്റ് റിലേറ്റഡ് ആയിക്കോട്ടെ, എല്ലാത്തിനും അവർക്കൊരു പ്രീ ഡിഫൈൻഡ് ഉത്തരങ്ങളുണ്ട്. ആ ഒരു സൈഡിൽ കൂടെ ആയിരിക്കും അവർ അത് എക്സിക്യൂട്ട് ചെയ്യുക. ഇത് രണ്ടും അല്ലാത്തൊരവസ്ഥയിലാണ് ശരിക്കും പറഞ്ഞാൽ ഇപ്പം ഞങ്ങൾ ഇരിക്കുന്നത്. കുറേ കാര്യങ്ങൾ പ്രോസസ്സിലേക്ക് വന്നിട്ടുണ്ട്, കുറേ സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയേഴ്സ് കാര്യങ്ങളെല്ലാം വന്നിട്ടുണ്ട്. ബട്ട് അഗെയിൻ അതാണോ അതിൻ്റെ അൾട്ടിമേറ്റ് എന്ന് ചോദിച്ചാൽ അല്ല. ഉം. അതിൻ്റെ ഒരു റിഫൈൻമെൻറ്റ് ഫേസിലാണ്, ഒരു ഇൻ പ്രോഗ്രസ് വർക്കാണ്. Okay. പല കാര്യങ്ങളും ചിലപ്പോൾ നമ്മളത് ഇതാണ് എന്ന് വിചാരിച്ചിരുന്ന കാര്യം മാറ്റി ചെയ്യേണ്ടി വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ മാറ്റി എഴുതേണ്ടി വന്നിട്ടുണ്ട്. Okay. സോ അതൊരു ട്രാൻസിഷൻ ഫേസ് ആണ്. അപ്പോൾ ആ ഒരു ഫേസിൽ മെയിനായിട്ടെന്ന് വെച്ചാൽ കമ്പനിക്ക് വേണ്ടത് ഒരു അഗ്രസീവ്നെസ് ആണ്. അതായത് Okay. വളരെ അഗ്രസീവായിട്ട് ഇപ്പോൾ ആ ഒരു പേസിൽ പോകാൻ പറ്റിയില്ല. നമ്മുടെ കൂടെ ആ ടീം നിന്നില്ലെങ്കിൽ മേ ബി നമ്മൾ അവിടെ എത്തില്ല, ഇവിടെ നിന്നും കഴിഞ്ഞും പോയി. കാരണം ആൾക്കാരുടെ എക്സ്പെക്ടേഷൻ നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ കോർപ്പറേറ്റ് ആയിട്ട് പുറത്തുനിന്നുള്ളവർ കാണുന്നു എന്ന് പറയുവാണെങ്കിൽ അങ്ങനത്തെ ഒരു വ്യൂ വന്നിട്ടുണ്ട് അവിടെ. അത് ക്ലയൻറ്റിൻ്റെ ഭാഗത്ത് വന്നിട്ടുണ്ട്, പബ്ലിക്കിൻ്റെ സൈഡിലുണ്ട്, ഈവൻ നമ്മുടെ ടീമിലും ഉണ്ട്. Okay. അതിനെ സാറ്റിസ്ഫൈ ചെയ്യുകയും ചെയ്യണം, എന്നാൽ അതിനുള്ളൊരു വേവ്ലെങ്തിലേക്ക് നമ്മൾ വന്നിട്ടുമില്ല. അപ്പോൾ ആ ഒരു ട്രാൻസിഷൻ ഫേസിലാണ്. സോ ദാറ്റ് ഈസ് വെരി ക്രൂഷ്യൽ. നമ്മൾ കേരളത്തിലുള്ള ഇപ്പോൾ സ്റ്റാർട്ടപ്പ് എക്കോസിസ്റ്റം നോക്കുകയാണെങ്കിൽ നമ്മൾ ഇപ്പോഴും ഒരു മെച്ചുവറിങ് സ്റ്റേജിലാണ് എന്ന് പറയാൻ പറ്റും. അപ്പോൾ നമ്മളിപ്പോൾ റീസെൻ്റ് ആയിട്ട് എല്ലാവരും ഡിസ്കസ് ചെയ്ത ഒരു കാര്യമാണ് ബാംഗ്ലൂർ ഇസ് ഡൈയിങ് ആൻഡ് ഹൈദരാബാദ് ഇസ് ഇമേർജിങ് ഒക്കെ. അപ്പോൾ അതേപോലെ നമുക്ക് ഒരു കൊച്ചിനെ ഒരു ഇമേർജിങ് ഹബ്ബായിട്ട് മാറ്റാൻ, അല്ലെങ്കിൽ കൊച്ചിയോ കോഴിക്കോടോ ട്രിവാൻഡ്രം ഫോർ ദാറ്റ് മാറ്റർ, അതിന് എന്തൊക്കെയാണ് ഇവിടെ ചെയ്യേണ്ടത്? അതിനുള്ള ഓപ്പർച്യൂണിറ്റി ഇവിടെ ഉണ്ടോ? എന്തൊക്കെ ചേഞ്ചസ് ആണ് വരേണ്ടതെന്ന് ചോദിക്കുന്ന ഒരു വലിയ കാര്യമായിരിക്കും. എനിക്കതിന് ഉത്തരം പറയാൻ അറിയില്ല. പക്ഷേ കേരളത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വരുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. ഗവൺമെൻറ് നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഒരുപാട് ഇനിഷ്യേഷനും ഒരുപാട് ഈവൻസും ഒക്കെ വരുന്നുണ്ട്. പിന്നെ എനിക്ക് പേഴ്സണലി നമ്മുടെ കേരളം ടെക്നോളജി വൈസിലും മറ്റ് എല്ലാ ടൂറിസം വൈസസിലും ഒക്കെ വളരെ നല്ല. ഇപ്പം ഞാൻ ഒരുപാട് കൺട്രികളിൽ ട്രാവൽ ചെയ്യുമ്പോൾ നമ്മുടെ നാടാണല്ലോ ഇതിലും നല്ലത്. അതേപോലെ തന്നെ ടെക്നോളജീസിലും പല പ്രോജക്ട്സുകളും ഒക്കെ ചെയ്യുമ്പോൾ നമ്മുടെ നാട്ടിലെ ഈ കമ്പനീസിനും ഇങ്ങനെ ചെയ്തുകൂടെ, ഇതിലും നന്നായിട്ടായിക്കൂടെ. എന്നാന്ന് ചോദിച്ചാൽ ഇന്ന് ചില ആൾക്കാർ ചിന്തിക്കുന്നുണ്ട് ടെക്നോളജി നമ്മൾ പുറകിലാണ്, അല്ലെങ്കിൽ ഉപയോഗിക്കാനുള്ള യൂസേഴ്സിലേക്ക് നമ്മുടെ ആൾക്കാരായിട്ടില്ല, അമേരിക്കയിലും ലണ്ടനിലും ഉള്ളവർക്ക് മാത്രം. അങ്ങനെ അല്ല. ഇന്ന് നമ്മുടെ പപ്പായും മമ്മിയും വരെ വാട്സപ്പ് ഉപയോഗിക്കുന്നുണ്ട്. നമ്മൾ ഒരു 5 വർഷം മുമ്പ് ഞാനത് സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല എൻ്റെ പപ്പ എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് അയക്കുന്നത്. ഞാൻ ആദ്യം വാട്സപ്പ് യൂസ് ചെയ്യുന്ന സമയത്ത്. അപ്പോൾ ആ കാലഘട്ടം മാറി. ഇപ്പോൾ എന്തിനും അത് യൂസ് ഒരു പരിധി വരെ കാര്യങ്ങളിലേക്ക് നല്ലതായിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ കേരളത്തിലൊരു വലിയ മാറ്റം വന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാ ആൾക്കാരും ഇത് റിയലൈസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിന് ഇവിടെ പോലും ഇവിടെയുള്ള കമ്പനികൾക്ക് വേണ്ടി പോലും നല്ല നല്ല സംരംഭങ്ങൾ, ചെറിയ സ്റ്റാർട്ടപ്പുകൾ, ടെക്നോളജി സ്റ്റാർട്ടപ്പുകൾ മാത്രമല്ല, മാനുഫാക്ചറിങ് ആയിരിക്കാം, അല്ലെ പുതിയ ഇന്നോവേഷനുള്ള, അതിന് വേണ്ടിയുള്ള ഓപ്പർച്യൂണിറ്റി പൊട്ടൻഷ്യൽ ഉണ്ട്. നമ്മുടെ കപ്പാസിറ്റി ഇന്ത്യയുടെ പോപ്പുലേഷനാണ് നമ്മുടെ. അതെ. അപ്പോൾ അതിനു വേണ്ടി അനേകം അവസരങ്ങൾ ഇവിടെ ഉണ്ട്. അപ്പോൾ അതിനു വേണ്ടി പുതിയ ആൾക്കാർ മുന്നോട്ട് വരിക.
നമ്മൾ വേറെ രാജ്യങ്ങളിലോട്ട് കയറി കൈകെട്ടിന്ന് പോവണ്ട എന്നുള്ള എനിക്കങ്ങനെ എൻ്റെ ഒരു ആഗ്രഹം അങ്ങനെയാണ്. നമ്മൾ നമ്മുടെ നല്ല ആൾക്കാരെല്ലാം വേറെ കൺട്രിയിലേക്ക് പോയി കഴിഞ്ഞാൽ അതിൽ ബെസ്റ്റ് ക്രീം ലെയറിലുള്ള ആൾക്കാരെല്ലാം പോയി കഴിഞ്ഞാൽ ഇവിടെ ആര് നല്ലതാക്കും? അപ്പോൾ എന്തേലും ഒരാളേലും പോവാൻ തീരുമാനിച്ചത് ഈ പോഡ്കാസ്റ്റ് കാണുന്നതിൽ കൂടെ ഇവിടെ നിൽക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അപ്പോൾ ഇവിടെ ചിലപ്പോൾ നമുക്ക് നമ്മൾക്ക് പൈസ മാത്രം ഉണ്ടായതുകൊണ്ട് സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവണമെന്നില്ല. നമ്മൾ ഒന്ന് ആലോചിക്കുക, നമ്മൾ ഇവിടെ എനിക്ക് ഞാൻ അമേരിക്കയിൽ പോയി ചിലപ്പോൾ ഒരു 100 കോടി രൂപ ഉണ്ടാക്കി ഞാൻ അവിടെ കിടന്നതിൽ എനിക്ക് എന്ത് സന്തോഷമുണ്ട്. ഇവിടെ ഞാൻ സ്വന്തമായിട്ട് എന്തെങ്കിലും ചെയ്യുമ്പം എൻ്റെ അപ്പനും അമ്മയും അല്ലെങ്കിൽ എൻ്റെ നാട്ടുകാരും എനിക്കറിയാവുന്ന എൻ്റെ രാജ്യത്ത് നിൽക്കുമ്പോൾ അതിനുണ്ടാവുന്ന സുഖം വേറെയാണ്. അത് എത്ര പേർക്ക് വെളിയിൽ പോയാൽ കിട്ടും എന്നുള്ളത് എനിക്കറിയില്ല. പോയ ആൾക്കാർക്ക് തിരിച്ചു വരിക എന്ന് പറയുന്നത് എളുപ്പമല്ല. അപ്പോൾ ഈവൻ സ്റ്റാർട്ടപ്പ് ആയിക്കോട്ടെ, നമുക്ക് ഇവിടെ നല്ല അവസരങ്ങൾ ആരെങ്കിലും ശ്രമിക്കണമല്ലോ. ഇതൊരു സ്റ്റാർട്ടിങ് ട്രബിളാണ്. ആ സ്റ്റാർട്ടിന് കുറേ പേര് നമ്മൾ ഇറങ്ങിയാൽ ആ എക്കോസിസ്റ്റം അതിനോട് വളർന്നു വരും. അപ്പോൾ പിന്നെ കൂടുതൽ ആൾക്കാർ ഇതിലേക്ക് വരും. അപ്പോൾ അങ്ങനെ ഒരു കാര്യമാണ് എനിക്കതിൽ പറയാനുള്ളത്. ഇപ്പം വാക്കിനെ സംബന്ധിച്ച് ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു ചെറിയ പീരീഡ് കൊണ്ട് തന്നെ അച്ചീവ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. എംപ്ലോയി നമ്പറിലായാലും ഗ്ലോബൽ ക്ലയൻസ് ഉണ്ട്, ഒരു ബ്രാൻഡായിട്ട് തന്നെ വളരാൻ പറ്റി. എന്നാലും തിരിഞ്ഞു നോക്കുമ്പം ഏറ്റവും പ്രൗഡസ്റ്റ് ആയിട്ടുള്ളൊരു അച്ചീവ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും അത്? പ്രൗഡസ്റ്റ് അതൊരു കേൾക്കുന്നവർക്ക് വലിയ പ്രൗഡാവുന്ന ഒരു കാര്യമാവണമെന്ന് അറിയില്ല. പക്ഷേ എനിക്ക് വെരി റീസെൻ്റായിട്ട് നമ്മുടെ കേരളത്തിൽ തന്നെ ഒരു 300-350 കോടി രൂപ ടേൺ ഓവറുള്ള ഒരു കമ്പനിയാണ്. അപ്പോൾ അവരിൽ ഞങ്ങളൊരു അവരുടെ കോർപ്പറേറ്റ് വെബ്സൈറ്റ് ഒക്കെ ഉണ്ടായി. അപ്പോൾ ഒരു ഡീസൻ്റ്ലി നല്ല ഒരു കോസ്റ്റിൽ ചെയ്തിരിക്കുന്ന ഒരു പ്രൊജക്റ്റാണ്. അപ്പം നമ്മൾ നോർമലി ഡിസൈൻഡ് ബൈ വെബ് ആൻഡ് ക്രാഫ്റ്റ്സ് അല്ലെങ്കിൽ ഡിസൈൻഡ് ബൈ വാക്ക് എന്നൊക്കെ നമ്മൾ അടിയിൽ വെക്കുമല്ലോ. അങ്ങനെ അപ്പം നമ്മൾ ഇത്രയും വലിയ പ്രോജക്റ്റുകളൊക്കെ വൈറ്റ് ലൈഫ് അതങ്ങനെ വെച്ചില്ല. അപ്പോൾ അവരിനി അത് എടുത്ത് മാറ്റാൻ പറയും. ആ കോൺട്രാക്റ്റിൽ അൺഫോർച്ചുനേറ്റ്ലി എനിക്ക് തോന്നുന്നു ആ നമ്മൾ ഇത് കോൺട്രാക്റ്റ് അയക്കുമ്പോൾ ഇങ്ങനെയൊക്കെ വെക്കാം, അവരുടെ പെർമിഷൻ വാങ്ങിച്ചിട്ടാണ് നമ്മൾ വെക്കാറുള്ളൂ. അപ്പം ഇതങ്ങനെ ചോദിച്ചില്ല വെച്ചുമില്ല, അങ്ങനെ അത് ലൈവായി. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഓണർ എന്നെ വിളിച്ചിട്ട് എന്തോ ആ പുള്ളിക്കാരൻ തന്നെ ഇത് ഞങ്ങളുടെ വെബ്സൈറ്റിലെല്ലാം കയറി നോക്കി. അതിന് എനിക്ക് തോന്നുന്നു ഞങ്ങളുടെ വെബ്സൈറ്റ് ലോഞ്ച് ചെയ്തപ്പോഴാണ് അത് ഞാൻ അയച്ചു കൊടുത്തിരുന്നു. അപ്പോൾ കയറി പുള്ളിക്കാരനെല്ലാം നോക്കിയിട്ട് വേറെ എല്ലാവരുടെയും വെബ്സൈറ്റിൽ എന്നെ വിളിച്ചു, നിങ്ങൾ വെബ്സൈറ്റൊക്കെ നന്നായിട്ടുണ്ട്, പക്ഷേ വേറെ എല്ലാവരുടെയും വെബ്സൈറ്റിൽ ഡിസൈൻഡ് ബൈ വെബ് ആൻഡ് ക്രാഫ്റ്റ്സ് എന്ന് വെച്ചിട്ടുണ്ട്, അവരുടെ വെച്ചിട്ടില്ല. അപ്പോൾ അതെന്താ വെക്കാത്തതെന്ന് ഞാൻ പറഞ്ഞു, സാറ് നല്ല ബഡ്ജറ്റിലൊക്കെ ചെയ്തൊരു പ്രൊജക്റ്റാണ്, അപ്പോൾ അങ്ങനെ ചോദിക്കാൻ മറന്നുപോയത്. പിന്നെ അത് ചില ആൾക്കാർക്ക് അങ്ങനെ വെക്കുന്നത് താല്പര്യം ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അല്ലല്ല, ഞങ്ങൾക്ക് വെബ് ആൻഡ് ക്രാഫ്റ്റ്സ് ചെയ്യുന്ന പറഞ്ഞാൽ ഞങ്ങൾക്കത് പ്രൗഡാണ്. അപ്പോൾ അത് കേട്ടപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷം തോന്നി. അപ്പോൾ വെച്ചാൽ വൺ ഓഫ് ദി ബെസ്റ്റ് കമ്പനീസാണ് ഇന്ന് കേരളത്തിൽ ഇത് ചെയ്യാൻ. അവരെ കൊണ്ട് ചെയ്യിപ്പിച്ചു എന്ന് പറയുന്നത് ഞങ്ങൾക്ക് സന്തോഷം. അപ്പോൾ അങ്ങനെ അവർ പറഞ്ഞത് വെപ്പിച്ച് അങ്ങനെ അതൊരു ഫീലുണ്ടായ കാര്യമാണ്. സോ ഇപ്പോൾ നിങ്ങൾ 300-400 അടുത്തേക്കുള്ള മെമ്പേഴ്സായി ഒരു ടേക്ക് ഓഫിന് വരികയാണെന്നൊക്കെ പറഞ്ഞാൽ, ഇപ്പോൾ ഈ സോഫർ നിങ്ങൾ എന്തെങ്കിലും മെൻറ്റർഷിപ്പോ അക്കൗണ്ടബിലിറ്റി പാർട്ട്നേഴ്സോ കൺസൾട്ടിങ് അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? ആർ യു ഗൈസ് പ്ലാനിങ് ടു ഡു എനിത്തിങ് ഇഫ് നോട്ട്? ഞങ്ങൾക്ക് ദൈവാനുഗ്രഹം കൊണ്ട് തന്നെ ഞങ്ങൾക്ക് 2 പേർക്കും ഇപ്പോൾ കല്യാണത്തിന് മുമ്പ് എൻ്റെ ഒരു ജോസഫ് സാർ എന്ന് പറഞ്ഞൊരു കമ്പനിയുടെ മെൻറ്റർ തുടക്കം മുതൽ. അപ്പോൾ പുള്ളി ആണ് എനിക്കൊരു ഇനീഷ്യൽ വാല്യൂസ് ഒക്കെ പറഞ്ഞു തരുന്നത്. കല്യാണം കഴിഞ്ഞിട്ടാണെങ്കിലും എന്നെപ്പോലെ തന്നെ ജിലുവിനും ചില കാര്യങ്ങളൊക്കെ എന്നെ വിളിച്ച് ഞാൻ പറഞ്ഞ് ചിലപ്പോൾ കേൾക്കത്തില്ല എന്നെ ജിലുവിനെ വിളിച്ചിട്ട് പറയും, അവനോട് പറഞ്ഞിട്ട് കേൾക്കത്തില്ല. ഞാൻ ഇച്ചിരി എന്നാ പറയുക ഇമോഷണൽ ആളാണ്. ജിലു കുറച്ചുകൂടെ പ്രാക്ടിക്കൽ ലോജിക്കൽ ആളാണ്. അപ്പോൾ തീർച്ചയായിട്ടും അത് ഞങ്ങൾ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ഇനീഷ്യൽ ഡേയ്സ് തൊട്ട് ഇപ്പോൾ വരെ. വാല്യൂസ്, എത്തിക്സ്, ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ മെൻറ്റർഷിപ്പ്. പിന്നെ മെൻറ്റർഷിപ്പ് എടുക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരോട് പറയാനുള്ളത്,
രണ്ട് രീതിയിൽ മെൻറ്റർഷിപ്പ് ഉണ്ട്. ഒന്ന് നമുക്ക് പ്രൊഫഷണലായ മെൻറ്റേഴ്സിനെ ഇന്ന് അവൈലബിൾ ആണ്. രണ്ടാമത്തേന്ന് പറഞ്ഞാൽ എനിക്ക് കിട്ടിയതിൽ എന്ന് വെച്ചാൽ ഞാൻ വളരുന്നതിൽ ഒരാൾ റിയലി സന്തോഷം, അതൊരു പൈസയോ കാര്യങ്ങളോ അതിൻ്റെ അകത്ത് ബന്ധങ്ങളോ ഒന്നും കാണില്ല. അങ്ങനെ നല്ല മനസ്സുള്ള കൂട്ടുകാരായിരിക്കാം, ചിലപ്പോൾ നമ്മുടെ ബന്ധുക്കളായിരിക്കാം, അല്ലെങ്കിൽ നമ്മളറിയുന്ന വലിയ കുറച്ചുകൂടെ മച്യൂർ ആയിട്ടുള്ള ഏജിലുള്ള ആൾക്കാരായിരിക്കാം, അത് നമ്മൾ പോയതിലൂടെ പരിചയപ്പെട്ട ആൾക്കാരായിരിക്കാം. എനിക്ക് അങ്ങനെ ഒരുപാട് വെൽ വിഷേഴ്സ് ഉണ്ട്. അപ്പം ഞാൻ അങ്ങനെ വലിയ ഒരു കഴിവുള്ള ഒരാളായിട്ട് ഞാൻ പേഴ്സണലി ഇന്നും എനിക്ക് എന്തിലാണ് അങ്ങനെ നല്ലൊരു കഴിവുണ്ടെന്ന് ചോദിച്ചാൽ എനിക്ക് അങ്ങനെ പറയാനില്ല. പക്ഷേ ഒരു പ്രശ്നം വരുമ്പോൾ ഞാൻ ഇങ്ങനെയുള്ള ആൾക്കാരിൽ 10-15 പേരെ വിളിച്ചു ചോദിക്കും, അവരിൽ നിന്നുള്ള ഫീഡ്ബാക്ക് എടുക്കും, അതിൽ നിന്ന് ഒരു നല്ല കൺക്ലൂഷനിലെത്തും. അതാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുക. അത് ഈവൻ ജിലു എൻ്റെ ഒരു മെൻറ്ററാണ്, ക്ലിൻ്റ് എൻ്റെ ഒരു മെൻറ്ററാണ്. അപ്പോൾ അങ്ങനെ എനിക്ക് നല്ല മെൻറ്റേഴ്സ് കുറേ ഏജ്ഡ് ആയിട്ടുള്ള നല്ല ആൾക്കാരുണ്ട്. ഓക്കെ, ഞാൻ അപ്പോൾ കമ്പനി റൺ ചെയ്യുന്നതിൽ വേറെ എന്തെങ്കിലും കൺസൾട്ടിങ് അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഇല്ല, ഇതുവരെ അങ്ങനെയൊന്നുമില്ല. എബിൻ പറഞ്ഞ പോലെ തിരിച്ചു പറയാനാണെങ്കിൽ തീർച്ചയായിട്ടും എബിന്റെ ആ ഒരു വിഷനാണ് ഞങ്ങളെയൊക്കെ ഡ്രൈവ് ചെയ്യുന്നത്. അതുകൊണ്ട് അതെന്നെ അങ്ങനെ സൂചിപ്പിക്കാൻ കട്ടിയോ ഈവൻ ക്ലയൻസ് പോലും കേട്ടോ, എനിക്ക് ഒരുപാട്, ഞങ്ങളിപ്പോൾ ഇങ്ങ് വന്നുകൊണ്ടിരുന്നപ്പോഴും ഒരു ക്ലയൻറ്റ് വിളിച്ചിട്ട് എനിക്ക് പറഞ്ഞു തരുവാ ചെയ്യുന്നത്, എടാ നീ ഇങ്ങനെ ചെയ്യുന്നത് നന്നായിരിക്കും. എനിക്കത് ഭയങ്കര പിന്നെ സെൻസിബിളായിട്ട് തോന്നി. ചിലപ്പോൾ ഞാൻ അയാൾ വിളിച്ചില്ലായിരുന്നെങ്കിൽ ഞാൻ അതിൻ്റെ വേറെ ഒരു രീതിയിലായിരിക്കും അത്. പക്ഷേ അതിൽ നല്ല ചിലപ്പോൾ നമ്മൾ ചില കാര്യങ്ങളൊക്കെ തോറ്റു കൊടുക്കേണ്ടി വരുമായിരിക്കും. ചില സന്ദർഭത്തിൽ മറ്റുള്ളവരെ നമ്മൾ എപ്പോഴും അതിൽ നമ്മുടെ ഈഗോ ജയിക്കണം എന്നുള്ളതാവണമെന്നില്ല. പക്ഷെ അങ്ങനെ വിട്ടുകൊടുക്കേണ്ട ഇതൊക്കെ ജിലു എനിക്ക് പറഞ്ഞു കഴിയുമ്പോൾ എനിക്ക് മനസ്സിലാവത്തില്ല. ചിലപ്പോൾ ജിലു എന്നോട് പറയാറുണ്ട്, ഇതിലെ കുറെ കാര്യങ്ങൾ വെറുതെ പറയുന്നത്. ജിലു എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് എടാ ഞാൻ ഇത്രയും കാലങ്ങളായിട്ട് ഇതല്ലേ പറഞ്ഞു, ഇത് ഞാൻ പറയുമ്പോൾ വിലയില്ല, പക്ഷെ അല്ല, പിന്നെ എന്നാന്ന് വെച്ചാലേ ചിലപ്പം ഈ ഒരു കമ്പനി റൺ ചെയ്യാന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ളൊരു കാര്യമല്ല. അപ്പോൾ ചില കാര്യങ്ങളിൽ അങ്ങനെ വാശി പിടിക്കേണ്ട ആളുള്ളത് അത് നല്ലതായിരിക്കും. കാരണം ഒരു നെക്സ്റ്റ് ലെവലിലേക്ക് എത്തിക്കണമെങ്കിൽ ആരെങ്കിലും ഒക്കെ ചെയ്യണ്ടേ. അപ്പം അങ്ങനെ നോക്കുമ്പം അതിന് രണ്ട് വശങ്ങളും ഉണ്ട്. ഓക്കെ, നമ്മൾ ഫ്യൂച്ചറിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ AI ഓട്ടോമേഷനെ പറ്റി ഡിസ്കസ് ചെയ്യാതെ പോഡ്കാസ്റ്റ് കംപ്ലീറ്റ് ആവില്ല എന്ന് എനിക്ക് തോന്നുന്നത്. സോ AI ഓട്ടോമേഷനെ പറ്റി പറയുമ്പോൾ ഡസ് ഇറ്റ് എക്സൈറ്റ് യു ഓർ വറി യു? ഓഫ് കോഴ്സ് ഇറ്റ്സ് വെരി എക്സൈറ്റിംഗ്. ഓക്കെ, ഞങ്ങളും ഓൾറെഡി പല കാര്യങ്ങളും അഡാപ്റ്റ് ചെയ്തു. അതുപോലെ തന്നെ ക്ലയൻസിന് ഓൾറെഡി കുറേ വർക്ക്സ് ഓൾറെഡി ഫിനിഷ് ചെയ്ത് വളരെ സക്സസ്ഫുൾ ആയിട്ട് എക്സിക്യൂട്ട് ആയിട്ടുണ്ട്. സോ ഒരു എക്സൈറ്റ്മെന്റ് ഭാഗം തന്നെയാണ് ടെക്നോളജി കമ്പനി എന്നുള്ള നിലയിൽ നമ്മുടെ കേസിൽ. ബാക്കി ഇവിടെ പറയൂ, നീയാണ് കമ്പനിയുടെ CEO. ഈ ഭാഗം കട്ടിയായിരിക്കും അല്ലേ? ഇല്ലില്ല, ഇത് കട്ട് ഈ ഭാഗം കട്ടിയാണോ? ഈ ഭാഗം എന്താണ് കട്ടി? അതിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പം ഞങ്ങൾ റീസെൻ്റ് ആയി ചെയ്ത AI ഏറ്റവും വലിയ ഇംപ്ലിമെന്റേഷൻ എന്ന് പറയുന്നത് ഒരു കരീബു കോഫിന്ന്, ദേ ആർ ദി വൺ ഓഫ് ദി ലാർജസ്റ്റ് കോഫി ചെയിൻ. അവരുടെ ഒരു വീഡിയോ കണ്ടിട്ടുണ്ട്, കേസ് സ്റ്റഡി പോലെ. അപ്പോൾ അവർക്ക് 26,000 ഓർഡേഴ്സ് ഒരു ഇപ്പോൾ കുവൈറ്റാണ് നമ്മൾ ഇമിറ്റേഷൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അവർ 26,000 ഓർഡേഴ്സ് ഉണ്ട് ഒരു ദിവസം. അപ്പോൾ അവരൊരു ഡിജിറ്റൽ പ്രസൻസിൽ ഇല്ലായിരുന്നു. അവരുടെ മൊബൈൽ ആപ്പ്, അതിൻ്റെ എല്ലാ സിസ്റ്റങ്ങളും ബിൽഡ് ചെയ്യുക, ഈ ലോയൽറ്റി അങ്ങനെയുള്ള ഇൻ്റഗ്രേഷൻസ് എല്ലാം ചെയ്ത് അതൊരു സക്സസ്ഫുള്ളായി. അത് 2-3 മാസം കഴിഞ്ഞപ്പോൾ ആ കൺട്രിയിലെ ഫുഡ് ആൻഡ് ബിവറേജ് ആപ്സിലെ നമ്പർ 1 പൊസിഷനിലേക്ക് ആപ്പ് സ്റ്റോറിൽ വന്നു. അപ്പോൾ ഞങ്ങൾക്ക് അടുത്തത് അവർക്ക് ഒരു ജസ്റ്റ് ആപ്പ് എന്നുള്ളതല്ല, അതൊരു ഐക്കോണിക് പ്രോജക്റ്റായി മാറി ആ കമ്പനിയുടെ. അങ്ങനെ അതിലേക്ക് അടുത്ത സ്റ്റേജിൽ ഇപ്പോൾ ഞങ്ങൾ നെക്സ്റ്റ് 2 വീക്സിൽ കംപ്ലീറ്റ്ലി AI യൂസ് ചെയ്തുകൊണ്ട് വോയിസ് അസിസ്റ്റൻ്റ് ഓർഡറിങ് സിസ്റ്റം, അത് ഓർഡറിങ് മാത്രമല്ല, അവരുടെ ഒരു കോൾ സെൻറ്ററിലുള്ള ആക്ടിവിറ്റീസ്, ഓർഡറിൻ്റെ സ്റ്റാറ്റസ്, അങ്ങനെ എന്ത് വേണമെങ്കിലും അവരുടെ ഒരു കോൾ സെൻറ്ററിലോട്ട് വിളിച്ച് ചോദിക്കുന്ന ഒരു ഹ്യൂമൻ ലെവൽ ഇൻട്രാക്ഷൻ ചെയ്യുന്നത് പോലെ തന്നെ അതിനെ ഇൻട്രാക്ട് ചെയ്യാം. അതിൻ്റെ ഫീച്ചർ. രണ്ടാമത്തേത് നമ്മൾ അപ്സെല്ലിങ്, ഡൗൺ സെല്ലിങ്, അതുമെല്ലാം അത് തന്നെ ചെയ്യും. പിന്നെ അതിൽ ചെയ്തേക്കുന്നത് കാർപ്ലേയിൽ ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ട്. കാർപ്ലേ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് സിറിയോട് നമ്മൾ ചോദിക്കുന്ന പോലെ സംസാരിക്കുന്നത് പോലെ കാർ പ്ലേയിലെ ആപ്പ് ഓപ്പൺ ചെയ്യുന്നു, ആപ്പ് മാത്രം ക്ലിക്ക് ചെയ്യുന്നു,
പിന്നെ നമുക്ക് ചെക്കൗട്ട് വരെയുള്ള എല്ലാ നമുക്ക് ഓർഡർ ചെയ്യാം. അത് വളരെ കോംപ്ലക്സ് ആയിട്ട് എന്ന് വെച്ചാൽ അത് നമ്മളൊരു പ്രൊഡക്റ്റ് ഓർഡർ ചെയ്യാൻ പറയുന്ന പോലെയല്ല. അവരുടെ ഒരു ക്യാപ്പിച്ചിനോ വേണമെങ്കിൽ അതിൻ്റെ എത്ര സൈസാണ്, അതിൻ്റെ ഷുഗർ, അതുപോലെ ഫ്ലേവർ, അതിൻ്റെ കസ്റ്റമൈസേഷൻ മൊത്തം അത് നമുക്ക് വോയിസിൽ ചെയ്യാൻ പറ്റും. അത് സിംഗിളായിട്ട് നമുക്കിപ്പോൾ അറിയാവുന്ന ഒരാളാണെങ്കിൽ ഒറ്റയടിക്ക് നമുക്കത് കാര്യങ്ങളെല്ലാം കൂടെ പറഞ്ഞ് ചെയ്യാം. അങ്ങനെ ഈവൻ അതിൻ്റെ പേയ്മെൻറ്റ്, അതിൻ്റെ വാലറ്റിൽ അതിൻ്റെ പേയ്മെൻറ്റ് ഉണ്ടെങ്കിൽ ചെക്കൗട്ട് വരെയുള്ള സീംലെസ് ആയിട്ട് ചെയ്യാനുള്ള ഇപ്പോൾ അത് ചെയ്യാം. അപ്പോൾ ഇതൊരു AI ഇന്നോവേഷനിൽ വന്നേക്കുന്ന വലിയൊരു ഇതിൽ ഇപ്പം ഓപ്പൺഐയോ അല്ലെങ്കിൽ ഗൂഗിൾ വെർട്ടെക്സോ പോലെയുള്ള പ്രൊഡക്റ്റുകൾ ഉള്ളത് കൊണ്ട് ഞങ്ങളെപ്പോലെയുള്ള കമ്പനികൾക്ക് ഇത് ഭയങ്കര ഈസി ആയിട്ട് ഇത് ബിൽഡ് ചെയ്യാൻ പറ്റി. കരീബു കോഫി പോലെ അല്ലെങ്കിൽ നാട്ടിലുള്ള ഈ കമ്പനി, ഈ AI-യുടെ നേരത്തെ ചോദിച്ച ചോദ്യം ഭയങ്കര എക്സൈറ്റ് ചെയ്യിപ്പിക്കുന്ന ഒരു ഇതാണ്. ഒരുപാട് കാര്യങ്ങൾ ഇന്ന് വളരെ കോസ്റ്റ് എഫിഷ്യൻ്റെക്കാളുള്ള വളരെ ഫാസ്റ്റായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് തീർച്ചയായിട്ടും വലിയൊരു മാറ്റമാണ് വേൾഡിൽ ഉണ്ടാക്കാൻ പോകുന്നത്. അതിനുവേണ്ടിയെല്ലാം നമ്മൾ പ്രിപ്പയർ ആവുക, അതിനെ ഭയക്കാതിരിക്കുക, അതിനെ ഏറ്റവും പെട്ടെന്ന് അഡോപ്റ്റ് ചെയ്യാൻ പറ്റട്ടെ എന്നുള്ള പ്രാർത്ഥന മാത്രമേ. എബിൻ ഈ പറഞ്ഞത് എത്ര ഭംഗി എനിക്ക് പറയാൻ അറിയില്ല കേട്ടോ, അതുകൊണ്ടാണ് ഞാൻ സംസാരിക്കാതിരിക്കുന്നത്. സോ നമ്മൾ ഒരു ചെറിയ റാപ്പിഡ് ഫയർ ക്വസ്റ്റ്യൻ ആണ്. സോ ഹൂസ് ദ ടഫർ ബോസ്, എബിൻ ഓർ ജിലു? ആരോടെ ചോദ്യം? രണ്ടുപേരോട്. അല്ല, ജിലു അതിന് ഉത്തരം ടഫ്നെസ് എന്ന് പറയുന്നത് again ചില കാര്യത്തില് ജിലു ടഫാണ്, ചില കാര്യത്തില് ഞാൻ ടഫാണ്. ഡിപ്ലോമാറ്റിക്. അങ്ങനെയല്ല, പക്ഷെ ചില കാര്യത്തില് ഞാൻ ഭയങ്കര പാവമാണ്, ചില കാര്യത്തില് ജിലു അത്ര പാവമല്ല. അല്ലാതെ അത് കൂടുതലേ പേഴ്സണലി പറയുവാണെങ്കിൽ ഞാൻ ടഫും, എബിനെ സംബന്ധിച്ചിടത്തോളം അല്ലെ പ്രൊഫഷണലി കമ്പനിയെ സംബന്ധിച്ചിടത്തോളം എബിൻ ടഫും ആയിരിക്കും. എ പ്രൊജക്ട് യു വിഷ് യു സെഡ് നോ ടു. ക്ലയന്റിന്റെ പേര് പറയണമെന്നില്ല. കേട്ടില്ല ഞാൻ. എ പ്രൊജക്ട് യു വിഷ് യു സെഡ് നോ ടു. ഓക്കെ. പല പ്രാവശ്യങ്ങളും പല രീതിയിൽ സംഭവിച്ചിട്ടുണ്ട്. അത് കൂടുതലും എന്താ പറയുക, ഒരു കോസ്റ്റ് ആസ്പെക്റ്റിലല്ല, കൂടുതലും ഇപ്പം ഞങ്ങൾ കെമിസ്ട്രീന്റെ പ്രശ്നമാണോ? അല്ല, കെമിസ്ട്രിയുടെ പ്രശ്നങ്ങൾ കൊണ്ടും ചില പ്രോജക്റ്റ് നമുക്ക് ചില പ്രോജക്റ്റുകൾ സംസാരിച്ച് ഒരു എൻഡിലേക്ക് വരുമ്പോൾ ചിലപ്പോൾ ആ പ്രോജക്റ്റ് വിൻ ചെയ്യാൻ പറ്റുമായിരിക്കും, പക്ഷെ സക്സസ്ഫുൾ ആയിട്ട് ചിലപ്പോൾ ആ കെമിസ്ട്രി വർക്കൗട്ട് ആവില്ല എന്ന് പറഞ്ഞ് ഞാൻ അങ്ങനെ ബാക്കൗട്ട് ആയിട്ടുണ്ട് 2-3 പ്രാവശ്യം. പിന്നെ അത് ഭാവിയിൽ ഒരിക്കലും റിഗ്രറ്റ് ആയിട്ട് തോന്നിയിട്ടില്ല. പക്ഷെ ഒരു ഈഗോയുടെ പേരിലോ ഒന്നും ആയിരിക്കില്ല. നമ്മൾ വളരെ നമ്മുടെ കോർ ടീമും ഒക്കെ ആയിട്ട് സംസാരിച്ച് അങ്ങനെ ഒരു ഫൈനലി എല്ലാവരോടും തീരുമാനം എടുത്തിട്ടാണ് ചെയ്യുന്നത്. പിന്നെ വളരെ ക്വിക്കായിട്ട് ആൻസർ ചെയ്ത 2-3 ഇൻസിഡൻസ് ഉണ്ട്. ഞാൻ വന്നപ്പോൾ തന്നെ നോ എന്ന് പറഞ്ഞ ഒരു കേസ് ഉണ്ട്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പം എന്നാ ആ കമ്പനിയിൽ തന്നെ ആള് അതിൻ്റെ അകത്തുനിന്ന് അതിൻ്റെ ഒരു ബെനിഫിറ്റ് എക്സ്പെക്ട് ചെയ്യുന്നു. അങ്ങനെ കമ്മീഷൻ നമ്മൾ ഇതുവരെ അങ്ങനെ ഒന്നും നമ്മൾ ഒരു പ്രോജക്റ്റ് ഒരു എത്തിക്കൽ ലെവലിൽ ചെയ്യാൻ പാടില്ല. അതുപോലെ വേറെ കേസിലും മേ ബി നോർമലി നോ പറയാറുള്ളത്, ഇപ്പം ചില പ്രോജക്ട്സ് ഫീസിബിൾ ആയിരിക്കില്ല, നമുക്കത് ചിലപ്പോൾ മേ ബി അവര് പലരും കേട്ടതിന്റെ അല്ല, അത് പിന്നെ അത് ഏത് കമ്പനിയും അങ്ങനെ തന്നെ ആയിരിക്കുമല്ലോ. നമുക്ക് ഫീസിബിൾ ആവില്ലാത്ത ഒരു പ്രോജക്റ്റ് അല്ല, നമുക്ക് ഫീസിബിൾ ആണെന്നല്ല, അവർക്ക് ഫീസിബിൾ ആയിരിക്കില്ല ചെയ്യാൻ വരുന്ന ആൾക്കാർക്ക്. അതായത് അവര് ചിലപ്പോൾ എവിടുന്നോ കേട്ടതിന്റെ അല്ല, അവരുടെ ബഡ്ജറ്റിലല്ലേ. ഇപ്പൊ ചില ആൾക്കാർ അവർ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് ഇത് ചെയ്യാൻ വരാമെന്ന് പറയും. ഇപ്പോൾ അത് അവർക്കത് ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, കേരളത്തിലുള്ള ഒരു കറി പൗഡർ വിൽക്കുന്ന ഒരു കമ്പനിക്ക് ഇ കൊമേഴ്സ് തുടങ്ങാമെന്ന് പറയും. അതൊരു കറക്റ്റായ ഒരു സാമ്പിൾ ടെസ്റ്റ് ചെയ്യാനോ കാര്യങ്ങളോ ചെയ്യുന്നതിലുപരി ഇ കൊമേഴ്സ് അതിൽ സക്സസ് ആവില്ല. അത് ലുലു പോലെയുള്ള എഡ്യൂക്കേറ്റ്. അപ്പം അങ്ങനെയൊക്കെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളിൽ വലിയ പ്രോജക്റ്റിൽ പോലും ഇപ്പം ഞാൻ വലിയ പ്രോജക്റ്റ് സംസാരിക്കണ ഒത്തിരി സമയം എടുക്കുക. അങ്ങനെ ഒരുപാട് പ്രോജക്റ്റ് ഞാൻ അവരെ മനസ്സിലാക്കി കൊടുക്കാൻ ശ്രമിക്കാൻ, അത് നമ്മുടെ ടീമിലാണെങ്കിൽ സെയിൽസ് ടീമിലാണെങ്കിൽ ഒരു പ്രോജക്റ്റിൻ്റെ സക്സസ് എന്ന് പറഞ്ഞാൽ ആ പ്രോജക്റ്റ് ആ ക്ലയന്റിന് ഉപകാരപ്പെടണം, അതിന്റെ യൂസേഴ്സിന് ഉപകാരപ്പെടണം, അതിന് ഫിനാൻഷ്യലി വയബിൾ ആണ്. അത് മൂന്നിലും നമുക്ക് ഒരു കോൺഫിഡൻസ് ഇല്ല, അത് എന്തിനാ ചെയ്യുന്നത്. വാട്ട്സ് ഓൺ യുവർ വിഷൻ ബോർഡ് റൈറ്റ് നൗ?
ഇതുവരെ ഉള്ളത് ഒരു സ്റ്റാർട്ടപ്പിൽ നിന്നൊരു മാറ്റം കണ്ടു എന്ന് പറഞ്ഞല്ലോ. തീർച്ചയായിട്ടും അത് ഞങ്ങൾക്കും സന്തോഷമായിട്ട് കേട്ടപ്പോൾ സന്തോഷം തോന്നിയൊരു കാര്യമാണ്. യെസ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളൊരു പ്രോഗ്രസ്സിലാന്ന് പറഞ്ഞെങ്കിലും പുറമേ ഉള്ളവർ കാണുമ്പോൾ ഒരു കോർപ്പറേറ്റ് ആയി എന്ന് തോന്നുന്നു എന്ന് പറയുമ്പം നൗ ഇറ്റ് ഈസ് ലൈക്ക് നമുക്കപ്പോൾ അത് പ്രൂവ് ചെയ്യണം. അതെ, വി നമ്മൾ ഹാവ് ടു ബി corporate ദെയർ. ആയി. യെസ്. Yeah. ഇനിയിപ്പോൾ അതല്ലാതെ വേറെ അതിനകത്തൊരു വഴിയില്ല നെക്സ്റ്റ് വിഷൻ ഫിനാൻഷ്യലി അല്ല, എന്നാലും ഒരു 100 crore ക്ലബിൽ നമ്മൾ കയറണം. എന്നുള്ളതാണ്. ഓക്കെ, റൈറ്റ് റൈറ്റ്. സോ വാട്ട്സ് യുവർ ബിഗ്ഗസ്റ്റ് CEO ഗിൽറ്റി പ്ലഷർ? ഒരു സെക്കൻഡ് എന്ന് വെച്ചാൽ അല്ല, ലൈക്ക് നമ്മളെ പിന്നെ PNL ഇടയ്ക്ക് ചെക്ക് ചെയ്യുക, അല്ലെങ്കിൽ സംതിങ് സിമിലർ ഓ ടു അങ്ങനെ അത് ഓഫ് കോഴ്സ് ബാങ്ക് അക്കൗണ്ട് ആയിരിക്കും അല്ലേ? ഗിൽറ്റി ആണ്, പക്ഷെ ക്യാഷ് അല്ല അതിനകത്ത് ഗിൽറ്റ് അല്ല, തോന്നുന്നു. അതിന് ഗിൽറ്റ് ഇല്ല, പക്ഷെ ഐ ഡോണ്ട് നോ അത് എങ്ങനെയാണ് ആൻസർ പറയാ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ സെയിൽസിലൊക്കെ ഇരിക്കുക, അതായത് ഇപ്പോൾ ഈ പൊസിഷനിൽ Socials നിന്നുകൊണ്ട് അങ്ങനെ, സെയിൽസിൽ ഇരിക്കുക എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് മാൻഡേറ്ററി ടു സിറ്റ് നോ. പക്ഷെ എന്നാലും ഒരു ഗിൽറ്റ് ഫീൽ ചെയ്യും അത് ചെയ്തു കഴിഞ്ഞാൽ, പക്ഷെ അതൊരു പ്ലഷർ തരുന്ന ഒരു സംഭവമാണ്. അതെ. അല്ല, എനിക്കതുപോലെ ഞാൻ ആക്ച്വലി ഈ ഫിനാൻസിൽ ഒരു കുറച്ച് കാര്യമായിട്ട് നോക്കിയിരുന്നുണ്ട്. ഒരു ടീമുണ്ട്. ഞാനതിൽ ഇൻഡെപ്തായിട്ട് ഭയങ്കര ഫുള്ളി ഇൻവോൾവ് ആണെന്നോ അല്ലെങ്കിൽ അതിനകത്ത് ഭയങ്കര അറിവുള്ള ആണെന്നോ അല്ല. പക്ഷേ എങ്കിൽ പോലും രാവിലെ വരുമ്പം ഞാൻ ആ ഒരു അക്കൗണ്ട് നോക്കുക, അല്ലെങ്കിൽ ആ ടാർഗറ്റ് എത്തിയോ നോക്കുക. ആ ടാർഗറ്റ് എത്താനായിട്ട് ടീമിനെ ഞാൻ പേഴ്സണലി വിളിച്ച് പറയാം, ഓക്കെ എൻ്റെ ഹെൽപ്പ് വേണോ, ഞാൻ വിളിക്കാം, അല്ലെങ്കിൽ ഞാൻ ഇടപെടാം, നിങ്ങൾ എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നില്ല, ഇങ്ങനെ ചെയ്യുന്നില്ല. ആ ഒരു കാര്യത്തിൽ ഞാൻ ഇപ്പോഴും പോയി ഇടയ്ക്കിടയ്ക്ക് ഇൻവോൾവ് ചെയ്യും. അതൊരു പ്രത്യേക ഒരു പ്രശ്നമാണ്. So if you could clone one team member, who would it be? ഓഫ് കോഴ്സ് കോർ ടീം, Yeah. മെയിൻലി ക്ലിന്റ്, പിന്നെ വിനോദ്, പിന്നെ പറ്റുവാണെങ്കിൽ എബിനും. എന്റെ പേര് വരുന്നുണ്ടോന്ന് ഞാൻ ആലോചിക്കുമായിരുന്നു. അല്ല, ഇനി ഞാൻ പൊക്കി പറഞ്ഞെന്ന് പറയണല്ലോ എന്ന് വിചാരിച്ചിട്ട് ലാസ്റ്റ് പറഞ്ഞേ. Right, okay. What is the one app or tool you can't live without? നൗ വാക് പ്രോ ആയിരിക്കും അല്ലേ? ഞങ്ങളുടെ ഒരു എൻറ്റയർ കമ്പനിയുടെ ഒരു ഓവർവ്യൂ കിട്ടുന്ന ഒരു ആപ്പ് ഉണ്ട്, ഇൻക്ലൂഡിംഗ് പ്രൊഡക്ടിവിറ്റി, എനിത്തിങ് ആൻഡ് എവറിത്തിങ് അബൌട്ട് ദി കമ്പനി. അതായിരിക്കും. So you guys don't use any third party software or any tool? അങ്ങനെയല്ല, ഇപ്പം പ്രോജക്ട് മാനേജ്മെന്റിന് വേൾഡിലെ വൺ ഓഫ് ദി ബെസ്റ്റ് ടൂൾ എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും ജിറയാണ്. പക്ഷെ അതുമായിട്ട് ഇത് ഇന്റഗ്രേറ്റഡ് ആണ്. അപ്പോൾ ഈ ഒരു ക്ലയന്റിന് വേണ്ടിയത് നമുക്ക് വേണ്ടിയത് എല്ലാം കൂടെ ഒരു ഒറ്റ സിസ്റ്റത്തിലാണ്. അതിനു വേണ്ടിയാണ് ഞങ്ങൾ ഞാൻ ഒരു ലാസ്റ്റ് ഇയറിൽ എൻ്റെ ഒരു മോർ ദാൻ 50% ടൈം ഞാൻ അതിന് വേണ്ടിയാണ് സ്പെൻഡ് ചെയ്തേക്കുന്നത്. മോർ ദാൻ 2 crores ഞങ്ങൾ ഫിനാൻഷ്യലി അതിലേക്ക് സ്പെൻഡ് ചെയ്തിട്ടുണ്ട് ബിൽഡ് ചെയ്യാൻ വേണ്ടി. ഇതും ആൾക്കാർ ഇതിനെ വിമർശിക്കുമായിരിക്കാം, എന്തിനാ ഒരുപാട് ടൂളുകളൊക്കെ ഉള്ളപ്പോൾ ഇങ്ങനെ. പക്ഷേ നൗ നമ്മൾ അത് നോക്കുവാണെങ്കിൽ കമ്പനിയുടെ വൺ ഓഫ് ദി മെയിൻ സ്ട്രെങ്ത് ഇപ്പോൾ ആ ടൂളാണ്. ആ ടൂൾ അതിൻ്റെ അകത്ത് നമുക്കൊരു ക്ലാരിറ്റി പിക്ചർ നമുക്ക് കിട്ടും. വൺസ് ഞങ്ങളുടെ ആ ഒരു ഈ പറഞ്ഞ ടൂള് ലൈവായി കഴിഞ്ഞപ്പോൾ ഒരുപാട് റിയലൈസേഷൻ ഞങ്ങൾക്ക് തന്നെ ഉണ്ടായി. പല കാര്യങ്ങളും നമുക്കൊരു ഫ്രാഗ്മെന്റഡ് വ്യൂ ആയിരുന്നു. അക്കൗണ്ട്സിൽ നിന്ന് കിട്ടുന്ന ഒരു പിക്ചർ ഉണ്ട്, നമ്മൾ ഓക്കെ അത് അങ്ങനെയാണെന്ന് വിചാരിക്കുന്നു. പക്ഷെ അതും ചിലപ്പോൾ നമ്മുടെ ഒരു ഇന്റേണൽ റിസോഴ്സ് തമ്മിലൊരു കണക്ഷനിലായിരിക്കും ഒരു ഗ്യാപ്പ് വരിക, അല്ലെങ്കിൽ ഒരു അവിടെ ഒരു ഹോൾ ഉണ്ടെന്ന് മനസ്സിലാക്കുക. അപ്പോൾ ആ ഒരു റിയലൈസേഷൻ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഐ തിങ്ക് അത് എല്ലാ കമ്പനീസിനെ ഒരു എൻ്റെ ഒരു പിക്ചറിലേക്ക് കൊണ്ടുവരാൻ പറ്റുവാണെങ്കിൽ ഹെൽപ്പ് ചെയ്യുമെന്ന് തോന്നുന്നു. Right. Okay. So next question is, who's most likely to miss a meeting? അങ്ങനെ സീരിയസ് ഒരു മീറ്റിംഗ് ആണെങ്കിൽ ഇങ്ങനെ മിസ് ചെയ്യാറില്ല. Who's more strict with deadlines? ഈ ആൻസേഴ്സ് മോസ്റ്റ്ലി ഉള്ള ക്വസ്റ്റ്യൻസിനെല്ലാം സെയിം ആയിരിക്കും. ഇപ്പോൾ ചില പ്രോജക്റ്റുകളിൽ അതിന് സ്ട്രിക്റ്റ് ആവേണ്ട കാര്യമുണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ ഞങ്ങളുടെ രണ്ടുപേരുടെയും വ്യൂ അതിന് സീരിയസ്നെസ് ആയിരിക്കും. ചിലതിൽ ഇപ്പം നമ്മൾ ചില പ്രോജക്റ്റ് അത് നമ്മുടെ പിള്ളേർ നന്നായിട്ട് വർക്ക് ചെയ്തു, പക്ഷേ അതിൻ്റെ അകത്തുള്ള എഫേർട്ടും കാര്യങ്ങളും കൊണ്ട് കുറച്ച് മാറ്റി വെക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ തന്നെ ക്ലയൻറ്റിനെ വിളിച്ചിട്ട് പെർമിഷൻ എടുക്കും. അത് സ്ട്രിക്റ്റ് ആയാലും ചിലപ്പോൾ ചെയ്യാൻ പറ്റുമായിരിക്കാം, എന്നാൽ പോലും നമ്മൾ ലിബർ ആയിട്ട് എടുക്കാറുണ്ട്. അതുപോലെ ക്വാളിറ്റി മീറ്റ് ചെയ്യാൻ നേരം നമ്മൾ ചില സമയത്ത് ആ ഒരു നെക്സ്റ്റ് ഒരു ലെയർ ഓഫ് ഒരു ഫ്ലെക്സിബിലിറ്റി എടുക്കാറുണ്ട്. പക്ഷെ അതൊരു ഭയങ്കര ഡ്രാസ്റ്റിക് ആയിട്ടുള്ളൊരു ഒരു ക്ലയൻറ്റിന് ബുദ്ധിമുട്ട്. ആ ക്ലയൻറ്റും അതുപോലെ വളരെ അതിൽ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാക്കുന്നവരില്ല. അങ്ങനെയുള്ള സ്ട്രോങ് ആയിട്ടുള്ളത് നമ്മൾ സ്ട്രോങ് ആയിട്ട് തന്നെ എടുക്കും. Okay. Next question is, one place you would escape to right now if your work disappeared for 24 hours. You have 24 hours to disappear.
Where ബാക്ക് would ടു you go? ഫാമിലി, ബാക്ക് ടു കിഡ്സ് അറ്റ് ദിസ് പോയിന്റ്. Right. മേ ബി ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങൾക്ക് 3 പിള്ളേരാണ്, 3 ആ. ആൺപിള്ളേരാണ്. മൂത്തയാൾക്ക് 4 വയസ്സ്, രണ്ടാമത്തെ ആൾക്ക് 2 വയസ്സ്, മൂന്നാമത്തെ ആൾക്ക് 5 മാസമായിട്ടുള്ളൂ. Okay. ചെറിയ കുട്ടികളാണ്. അപ്പം ആ. ഈ ഒരു സ്റ്റേജ് എന്ന് പറയുന്നത് ഓഫ് കോഴ്സ് കുറച്ചൊരു എന്നെ സംബന്ധിച്ചുള്ള വളരെ ടഫായിട്ടുള്ള ഒരു ഫേസ് ആണ്. കുറച്ചൊരു വലിയ ചിലപ്പം കുറച്ചും കൂടെ മാറ്റം വരും, കാരണം അവർ സ്വന്തമായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങും. പക്ഷേ ഈ ഒരു പോയിന്റിൽ ഇതാണ് ഉത്തരം. മേ ബി ഇതിന് മുന്നേ വേറൊരു ഉത്തരവായിരുന്നായിരിക്കാം, ഇനി മുന്നോട്ടും വേറൊരു ഉത്തരവായിരിക്കാം. What would you do if you weren't running Web and Craft? ഞാൻ ചിന്തിച്ചിട്ടില്ല. ഇതിന് ഇപ്പോൾ പല സമയത്ത് നമ്മളിത് കമ്പനിയെ സെല്ല് ചെയ്യുകയാണ്. അത് കഴിഞ്ഞും എന്ത് ചെയ്യും എന്നുള്ളതിന് ഉത്തരവില്ല. അത് തന്നെയാണ് വലിയ റീസൺ. അത് ഇതില്ലാതെ നമുക്ക് പറ്റില്ല, അല്ലേ? Right. If your company had an unlimited budget for a team retreat, where are you going with the team? ദുബായിൽ അറ്റ്ലാന്റിസിന്റെ പുതിയൊരു പ്രോപ്പർട്ടി വന്നിട്ടില്ലേ, മറ്റേ അറ്റ്ലാന്റിസ് റോയൽ. അറ്റ്ലാന്റിസ് റോയൽ. Yes. അവിടെ ടീമിനെ കൊണ്ടുപോകും. Right. Okay, thank you. എനിക്കൊന്ന് നമ്മൾ ലാസ്റ്റ് വീക്ക് ഒരു കോളിൻ്റെ സമയത്ത് എബിൻ ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്ത പോയിട്ടുണ്ടായിരുന്നു, ഒരു ഇവന്റ് കണ്ടക്ട് ചെയ്യാൻ പോകുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അതിനെപ്പറ്റി നമ്മൾ ഇതിൽ ഡിസ്കസ് ചെയ്തില്ല. അതിന് ഒന്ന് ബ്രീഫ് ചെയ്യാൻ പറ്റുമോ, എന്താണ്? ഞങ്ങളിങ്ങനെ ഒരു വലിയ ചെയ്യുവാണെങ്കിൽ അത് വളരെ വലിയതെന്ന് പറയുമ്പോൾ കേരളത്തിൽ നടന്നിട്ടുള്ള ഈവൻറ്റിൽ ഏറ്റവും വൺ ഓഫ് ദി ബിഗസ്റ്റ് ഈവൻറ്റ്, അല്ലെങ്കിൽ ഏറ്റവും വലിയ ഈവൻറ്റിലായിട്ട് നടത്താൻ പറ്റും എങ്കിൽ മാത്രമേ നടത്തുള്ളൂ. അതാണ് അതിൻ്റെ ഒരു ബെഞ്ച് മാർക്ക് വെച്ചിരിക്കുന്നത്. പക്ഷേ ദൈവാനുഗ്രഹം നടക്കുമോ ഇല്ലയോ എന്നൊന്നും നമുക്കിപ്പോൾ പറയാറായിട്ടില്ല. നമ്മളതിന് വളരെ പ്ലാനിങ് സ്റ്റേജിലാണ്. ഞങ്ങളതിന് പേരൊക്കെ ഇട്ടിട്ടുണ്ട്. വാക്ക് ബിയോണ്ട് എന്നാണ് പേരിട്ടിരിക്കുന്നത്. അത് കേരളത്തിൽ ലാസ്റ്റ് ഇയർ ഞങ്ങൾ ഏകദേശം ഒരു 20 കോടി രൂപയുടെ ടേൺ ഓവർ കേരളത്തിൽ നിന്ന്. അതിനു മുമ്പുള്ള വർഷങ്ങളിൽ നോക്കുവാണെങ്കിൽ കൺസോൾഡേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ പ്രോഫിറ്റബിൾ അല്ല. കേരളത്തിൽ നമ്മൾ ഈ പോഡ്കാസ്റ്റ് പലയിടത്തിലും നമ്മൾ സംസാരിച്ചു കേരളത്തിൻ്റെ ഓപ്പർച്യൂണിറ്റി, അല്ലെങ്കിൽ ഇന്ത്യയിലുള്ള ഓപ്പർച്യൂണിറ്റി, ഇവിടെയുള്ള ആൾക്കാരെ, സാധാരണക്കാരായ ബിസിനസ്സുകാരെ ടെക്നോളജി ഉപയോഗിക്കാനുള്ള അവയർനെസ് ഉണ്ടാക്കുക. അപ്പോൾ ഒരു ദിവസം കൊണ്ട് നമുക്കൊരു മാറ്റം ഒരു സ്റ്റേറ്റിനെയോ അല്ലെങ്കിൽ ഇവിടെ ഒരു കൺട്രിയിലോ വ്യത്യാസം വലിയ ഹ്യൂജ് ഒരു ഈവൻറ്റ് നടത്തിക്കൊണ്ട് മാറിയില്ലെങ്കിലും അതൊരു തുടക്കമാവാൻ വേണ്ടി നല്ല സക്സസ് സ്റ്റോറീസ് അല്ലെങ്കിൽ നല്ല കേസ് സ്റ്റഡീസ്, നമ്മളെങ്ങനെ ഡിജിറ്റൽ ഉപയോഗിക്കണം, എങ്ങനെ ടെക്നോളജി ആൾക്കാർക്ക് ഉപയോഗിക്കാൻ പറ്റും, അത് സിമ്പിളായ കാര്യമാണ്. അത് വലിയ ഇപ്പോൾ കേരളത്തിലുള്ള $1 ബില്യൺ കമ്പനീസിൽ പോലും ഉള്ള കമ്പനിയിൽ ഒരു കൺസോൾഡേറ്റഡ് CRM പോലും ഇല്ലാതെ ഇപ്പോഴും ഓടുന്ന കമ്പനീസുണ്ട്. അത്ഭുതകരമായിട്ട് നമുക്ക് തോന്നിയേക്കാം. അപ്പോൾ അത് അങ്ങനെയുള്ള കാര്യങ്ങളിൽ ഒരു മാറ്റം എന്തുകൊണ്ട് വന്നിട്ടില്ല? അവരുടെ അഫോർഡബിലിറ്റി അല്ല അവിടെ പ്രോബ്ലം. അപ്പോൾ അതിനുള്ള ഒരു മാറ്റത്തിന് വേണ്ടി ഇങ്ങനെ ഒരു അവയർനെസ് പ്രോഗ്രാം ഗവൺമെൻറ്റുമായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടില്ല. ഗവൺമെൻറ്റിൻ്റെ സപ്പോർട്ട് വേണം, നമുക്ക് ഇവിടെയുള്ള മറ്റ് സ്ഥാപനങ്ങളുടെ സപ്പോർട്ട് വേണം. ഞങ്ങൾ വലിയ ഇപ്പോൾ വലിയ കമ്പനികളുടെ സ്പോൺസർഷിപ്പ് ഉണ്ടെങ്കിലേ പറ്റുള്ളൂ. ഇത് ഹ്യൂജ് ഇൻവെസ്റ്റ്മെൻറ്റ് വരുന്ന കാര്യമാണ്. പക്ഷേ ഞങ്ങളൊന്ന് ശ്രമിച്ച് നോക്കണമെന്നുള്ള ആഗ്രഹമുണ്ട്, നമുക്ക് ചെയ്യണമെന്നുള്ള ഇതുണ്ട്. അപ്പോൾ ഞങ്ങൾ എവരി ഇയർ കേരളത്തിലെ ഏറ്റവും കൂടുതൽ ക്ലയൻസിന് ടെക്നോളജി എത്തിച്ചു കൊടുക്കുന്ന ഒരു സർവീസ് എത്തിച്ചു കൊടുക്കുന്ന ഒരു കമ്പനിയാണ്. അപ്പോൾ അവിടെ നേരിടുന്ന പ്രോബ്ലംസ് വഴിയാണ് ഞങ്ങൾ ഇങ്ങനെ ഇത് ഞങ്ങളെ അറിയാവുന്നത് 1% ആൾക്കാരായിരിക്കും. അപ്പോൾ അതിൽ കൂടുതൽ ആൾക്കാരിലേക്ക് അറിയാനും അത് ഹെൽപ്പ് ചെയ്യും. നമ്മുടെ ഇവിടെയുള്ള ഇപ്പം നിങ്ങളുടെ കാര്യം എടുക്കുകയാണെങ്കിൽ നിങ്ങളൊരു മാർക്കറ്റിങ്ങിൽ വെരി ഫോക്കസ്ഡ് ആയിട്ടുള്ള ഒരു കമ്പനിയാണ്, ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൽ, അതിലും പെർഫോമൻസ് മാർക്കറ്റിംഗ് ആണെന്ന് തോന്നുന്നു. അപ്പം അതിലേക്ക് ഇപ്പം നമുക്കറിയാം മാർക്കറ്റിംഗ് സ്പെൻഡ് കേരളത്തിലുള്ള കമ്പനീസിൽ ഡിജിറ്റലി സ്പെൻഡ് ചെയ്യുന്നത് ഇപ്പോഴും ആ അവയർനെസ് ഒക്കെ ആയി വരുന്നുണ്ടെങ്കിലും വളരെ കുറവാണ്. ഹ്യൂജ്ലി മറ്റ് മീഡിയങ്ങളിലൂടെയാണ്. പക്ഷേ ഇതൊരു ബ്ലെൻഡായിട്ട് പോകേണ്ട സമയം അതിക്രമിച്ചിട്ടുണ്ട്. അപ്പോൾ അതിലൊരു അതെ, പക്ഷേ റൈറ്റ് ആയിട്ടുള്ള നല്ല പാർട്ട്നേഴ്സ് വേണം. അപ്പം നിങ്ങൾ പോലെയുള്ള നല്ല ആൾക്കാർക്ക് നല്ല ക്ലയൻസിനെ അവർക്ക് നല്ലതായിട്ട് കൊടുക്കാൻ പറ്റുവാണെങ്കിൽ അതിലുകൊണ്ട് ഉണ്ടാക്കാവുന്ന അവരുടെ ഗ്രോത്ത്, ആ ഒരു സപ്പോർട്ടിങ് എക്കോസിസ്റ്റം മൊത്തത്തിലായി വളരെ പോകുന്നത്. അപ്പോൾ എല്ലാ കമ്പനികൾക്കും ഇതൊരു പ്രയോജനം ചെയ്യുന്നത് പോലെ, അല്ലെങ്കിൽ ഇതൊരു അവയർനെസ്
ഉണ്ടാക്കുന്ന ഒരു തുടക്കം. അപ്പോൾ അതിലൂടെ നമുക്ക് ഒരു ഒരു ടെക്നോളജി അവയർനെസ് ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അത് വലിയ വലിയ കമ്പനികൾക്ക് മാത്രമല്ല, വലിയ വലിയ പൈസ ഉപയോഗിച്ചുകൊണ്ട് മാത്രമല്ല ഇതൊന്നും ചെയ്യാൻ പറ്റുന്നത്. ഇത് വളരെ ലളിതമായി ചെയ്യാൻ പറ്റുന്ന കുറേ കാര്യങ്ങളുണ്ട്. ചെറിയ കമ്പനികൾക്ക് ചെറിയ സ്റ്റേജിൽ നിന്ന് തുടങ്ങാവുന്ന കാര്യങ്ങളുണ്ട്. അപ്പോൾ അങ്ങനെ ഉള്ളതിൻ്റെ ഒരു തുടക്കമായിട്ട് പല 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 ഈവൻറ്റുകളിലും പലതും നമ്മൾ വലിയ വലിയ ടോക്കുകളാണ്, വലിയ വലിയ ആശയങ്ങളാണ്. പക്ഷേ നമുക്ക് വളരെ റീജിയണലായിട്ട് മനസ്സിലാവുന്ന രീതിയിൽ, വളരെ ലളിതമായിട്ട് മനസ്സിലാക്കി കൊടുക്കുന്ന രീതിയിൽ ചെയ്യാൻ പറ്റുമോ? Okay. ഹൈ സ്കെയിലിൽ ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോഗ്രാം ആലോചിക്കുന്നുണ്ട്. എല്ലാ ആൾക്കാരുടെയും, കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ ആൾക്കാരുടെയും സപ്പോർട്ട് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നു. Alright. ബിയോണ്ട് അപ്പം വലിയൊരു സക്സസ് ആയി മാറട്ടെ. ഞങ്ങൾ തീർച്ചയായിട്ടും അങ്ങനെ ആവട്ടെ. നമുക്ക് റൈറ്റ് സ്പോൺസേഴ്സിനെയൊക്കെ കിട്ടണം. അങ്ങനെ ആവണമെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും ചെയ്യും. നമ്മൾ പലപ്പോഴും പോഡ്കാസ്റ്റ് ചെയ്യാൻ വേണ്ടി എറണാകുളത്തേക്ക് പോകുന്ന സമയത്ത് ഇവിടെ കൊരട്ടി എത്തുന്ന സമയത്ത് ഇൻഫോ പാർക്ക് കാണുമ്പോൾ വാക്ക് ഇവിടെയാണല്ലോ നമ്മൾ വിളിച്ചു നോക്കിയാൽ പലപ്പോഴും ഞങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ അപ്രോച്ച് ചെയ്യാൻ ഒരു മടിയായിരുന്നു. നിങ്ങൾ എഗ്രി ചെയ്യോ, നിങ്ങൾ ബിസി ആയിരിക്കുമോ എന്നറിയാത്തതുകൊണ്ട്. നമ്മൾ പോഡ്കാസ്റ്റ് ഇപ്പോൾ അങ്ങനെ വിളിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും നമ്മുടെ ആദ്യത്തെ നമ്മൾ ഇങ്ങനെ അത് വലിയ സംഭവമൊന്നും അല്ലല്ലോ, പിന്നെ എന്തിനാ. അപ്പോൾ അങ്ങനെ നമുക്ക് അങ്ങനെ ഒരു ഫീൽ ഉണ്ടായിട്ടില്ല നമുക്ക് എന്ത് ഇതിൻ്റെ അകത്ത് പറയാൻ പറ്റുമെന്ന്. പക്ഷെ ഞാനൊരു 1.5 വർഷമായിട്ട് ഞാൻ ഒരു പോഡ്കാസ്റ്റും ചെയ്ത പല ആൾക്കാരും ഇങ്ങനെ ചോദിച്ചാലും ഞാൻ പോയിട്ടില്ല. കാരണം അതിനൊരു കാര്യമുണ്ട്, അത് തുറന്ന് പറയുന്നതിനൊരു സങ്കടമൊന്നുമില്ല. എൻ്റെ റീസൺ എന്ന് പറഞ്ഞാൽ നമ്മൾ ഓഫീസസിൽ നെഗറ്റീവായിട്ട് ഇരിക്കുന്ന സമയത്ത് നമ്മൾ വന്ന് സംസാരിക്കുമ്പോൾ നമ്മുടെ ടോണിലും നമ്മുടെ ബിഹേവിങ്ങിലും നമ്മുടെ ആശയങ്ങളിലും ഒക്കെ ആ നെഗറ്റിവിറ്റി വരും. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ജിലു നേരത്തെ സൂചിപ്പിച്ച ഒരു സ്റ്റാർട്ടപ്പിൽ നിന്ന് ഒരു കോർപ്പറേറ്റ് അല്ലെങ്കിൽ വലിയൊരു എൻ്റർപ്രൈസിലേക്ക് വളർന്നുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ വളരാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കമ്പനിയാണ്. അപ്പോൾ അവിടെ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, ഫ്രിക്ഷൻസ് എല്ലാം ഇത് നമ്മളെ അഫക്റ്റ് ചെയ്യും. അപ്പോൾ നമ്മളെപ്പോഴും സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ നല്ലൊരു പ്രൊജക്റ്റിൽ ഒരു ക്ലയൻറ്റിനെ കാണാൻ പോകുമ്പോൾ നമ്മൾ നല്ല മൂഡോടെ ആണെങ്കിൽ അതിൻ്റെ കൺവേർഷൻ എളുപ്പമായിരിക്കും. എന്ന് പറയുന്ന പോലെ നമ്മൾ വന്ന് സംസാരിക്കുമ്പോൾ നമ്മുടെ മനസ്സാണ് നമ്മൾ സംസാരിക്കുന്നത്. കൂടുതലും ഞാൻ മനസ്സിൽ നിന്നാണ് ഞങ്ങളൊക്കെ സംസാരിക്കുന്നത്. അപ്പോൾ അത് പബ്ലിക്കിൽ ഒരു നെഗറ്റീവായിട്ട് വരരുത് എന്നുള്ളത് കൊണ്ടാണ് പലപ്പോഴും ഞാൻ പോവാത്തത്. ഇപ്പോൾ ഞങ്ങൾ ബാലിയിലൊക്കെ പോയി ഫ്രഷായി തകർക്കണം എന്നുള്ള രീതിയിൽ തിരിച്ച് ആക്ഷനിൽ വന്നേക്കും. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതെന്ന് വെച്ചാൽ ഞാനിപ്പോൾ നിങ്ങൾ രണ്ടുപേരും ഇതിന് മുന്നേ കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ കോൺടാക്ട് ചെയ്യാനൊക്കെ ഒരു ഹെസിറ്റേഷൻ ആയിരുന്നു. ലൈക്ക് നിങ്ങൾ എഗ്രി ചെയ്യുമോ എന്നൊക്കെ ഉള്ള ഒരു കാര്യം കൊണ്ട്. പക്ഷേ ലാസ്റ്റ് നമ്മൾ പറഞ്ഞപ്പോൾ നിങ്ങളത് ചോദിച്ചപ്പോൾ തന്നെ നിങ്ങൾ എഗ്രി ചെയ്യും ഇങ്ങനെ ഇരിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടായി. സോ താങ്ക് യു സോ മച്ച് ഫോർ യുവർ ടൈം. ഞങ്ങളാണ് താങ്ക്സ് പറയണത്. ഇപ്പം എനിക്ക് തോന്നുന്നു ഞങ്ങൾ ഒരുപാട് പോഡ്കാസ്റ്റോ അങ്ങനെ ഒന്നും ഞങ്ങൾ സെൽഫായിട്ട് പോലും ചെയ്തിട്ടില്ല. അപ്പോൾ നിങ്ങൾ അങ്ങനെ ഒരു അവസരം തന്നത് ഞങ്ങൾക്ക് ഇതുപോലെ പഠിക്കാനും പറയാൻ. ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയും ഇൻട്രാക്ട് ചെയ്ത് ലേണിംഗ് ആണ്. താങ്ക് യു വെരി മച്ച്. താങ്ക് യു. അപ്പോൾ ഇതുപോലെ ഒരുപാട് നല്ല നല്ല വലിയ വലിയ ആൾക്കാരുടെയൊക്കെ എടുക്കാൻ പറ്റിയിട്ടുണ്ട്. ഞാനും നിങ്ങൾ അയച്ചു തന്നപ്പോൾ ഒന്ന് പഠിക്കാൻ വേണ്ടി ഒരുപാട് നല്ല ആശയങ്ങളും കാര്യങ്ങളും ഒക്കെ പല പോഡ്കാസ്റ്റ് നിങ്ങൾ ചെയ്തതിൻ്റെ അകത്തുനിന്ന് കാണുകയും, അപ്പം ഞങ്ങളെപ്പോലെയുള്ള ആൾക്കാർക്കും ഇത് ഇങ്ങനെ ഇപ്പം ഇത് ആരെങ്കിലും ഒക്കെ ഇതിൻ്റെ അകത്ത് നല്ല രീതിയിൽ ഇതിൻ്റെ ഒരു എഫേർട്ട് ഉണ്ടല്ലേ, ആ എഫേർട്ട് എടുത്ത് ചെയ്യും. ഇത് ഒരു ആസ് എ സർവീസ് ആയിട്ടാണ്. അപ്പോൾ അതിൻ്റെ പ്രയോജനം നമുക്ക് കിട്ടും. Thank you so much. Thank you.